ഹലോ എല്ലാവർക്കും പ്ലസ് ടുവിൻ്റെ ആദ്യത്തെ മാരത്തോണിലേക്ക് സ്വാഗതം. നമ്മുടെ മിസ് പറഞ്ഞതുപോലെ ടെൻഷൻ അടിച്ചുകൊണ്ടിരുന്ന് പഠിച്ച മെയിൻ സബ്ജക്ട്സിൽ നിന്നെല്ലാം കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമ്മൾ നല്ല ചില്ല് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇംഗ്ലീഷൊക്കെ പഠിച്ച് കുറച്ച് എംപവർമെൻറ്റും അല്ലാതെ സ്റ്റോറീസും കുറച്ച് അങ്ങനത്തെ പല സംഭവങ്ങളും പോയം എല്ലാം പഠിച്ച് നമുക്കെല്ലാം ഒന്ന് ചില്ല് ചെയ്യാം. പഠിച്ച എല്ലാ മെയിൻ സബ്ജക്ട്സും മാറ്റിവെച്ച് ഇനി കുറച്ച് റിലാക്സേഷൻ്റെ സമയമാണ് കേട്ടോ. സോ എല്ലാവരും എവിടെ? ആരെയും കാണുന്നില്ലല്ലോ മിസ്. വരുന്നവർ ജോയിൻ ചെയ്യുന്നവർ ഹായ് പറയുകയാണെങ്കിൽ മിസ് അതനുസരിച്ച് മിസ് ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാവും. അതനുസരിച്ച് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടും സാധിക്കും. ഓക്കെ, സോ എക്സാം ഇങ്ങ് അടുത്ത് കഴിഞ്ഞു. വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. ഒരുപാട് വരീസ് മിസ് കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മെയിൻ സബ്ജക്ട്സ് പഠിച്ചിരുന്നു. എൻ്റെ പൊന്നു മിസ്സേ സമയം പോയി. ഇംഗ്ലീഷിൻ്റെ കുറച്ചൊക്കെ അറിയുള്ളൂ. ചിലതിൽ കുറച്ച് സ്റ്റോറീസ് അറിയാം, ചിലതിൽ കുറച്ച് ഫോർമാറ്റ്സ് അറിയാം, അങ്ങനെയൊക്കെ. അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. എല്ലാത്തിനും നമ്മളൊരു സൊല്യൂഷനുമായിട്ടാണ് മാരത്തോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നിപ്പം യൂണിറ്റ് 1, 2, 3 ഡിസ്കസ് ചെയ്യും. അടുത്ത മാരത്തോണിൽ നമ്മൾ എന്താണ് യൂണിറ്റ് 4ഉം പോസിബിൾ ക്വസ്റ്റ്യൻസും. ഇനി ഇതൊന്നും പോരാ എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിൻ്റെ അന്നേ ദിവസം രാവിലെ ഒരു ബൂസ്റ്റർ ക്ലാസ്സുമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഏറ്റവും പോസിബിൾ ക്വസ്റ്റ്യൻസ് വരും എന്ന് ഉറപ്പുള്ള പ്രഡിക്റ്റ് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് ഫുൾ സെറ്റായിട്ട് എക്സാമിന് പോവുള്ളൂ. എക്സാം കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ മിസ്സിൻ്റെ അടുത്ത് പറയും എല്ലാം സെറ്റായിരുന്നു, പഠിച്ചത് മാത്രമാണ് വന്നേന്നുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? സമയം കളയാനില്ല. എക്സാം അടുത്തു. ഇനി നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയും. വാട്ട് ഈസ് ബേസിക്കലി ദിസ് ചാപ്റ്റർ? ഈ ചാപ്റ്റർ എന്താണ്? ഈ ചാപ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ്സ് എ സ്പീച്ച് ബൈ ക്രിസ്റ്റീൻ ലഗാർഡ്. ക്രിസ്റ്റീൻ ലഗാർഡിൻ്റെ ഒരു സ്പീച്ചാണ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. 3L എന്ന് പറയുന്ന ലെറ്റർ L അല്ലേ? 3L 1L 2L 3L എന്ന് നമ്മൾ ഒറ്റയ്ക്കല്ലേ പഠിച്ചിട്ടുള്ളൂ. ഇതെന്താ ഈ 3L's? അപ്പോൾ അതിലെന്തോ ഉണ്ട്, കുറച്ചൊരു സീക്രട്ട് പോലെ എന്തൊക്കെയോ നമ്മുടെ ക്രിസ്റ്റീൻ ലഗാർഡ് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പോകുന്നത്. ഓക്കെ, എല്ലാവരും റെഡി ആണോ? റെഡി ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഒക്കെ കാണിച്ചേ. എന്നാലല്ലേ എംഎസിന് അത്രയും ഒരു ഉഷാറായിട്ട് വന്ന് പഠിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ദ 3 L's ഓഫ് എംപവർമെൻറ്റ് വിച്ച് ഇസ് ബേസിക്കലി എ സ്പീച്ച് ബൈ ആര്? ക്രിസ്റ്റീൻ ലഗാർഡ്. ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് കണ്ടോ? Okay, start ചെയ്യാലോ അല്ലേ? So in her speech, Christine Lagarde talks about how important it is to empower women and how we can do it. Women empowerment എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ത്രീ ശാക്തീകരണം അല്ലേ? അപ്പോൾ എന്താണ് ഈ സ്ത്രീ ശാക്തീകരണം? There are certain ways to achieve this women empowerment and what are the ways എന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ് ഈ ഒരു സ്പീച്ച് ബേസിക്കലി എന്ന് പറയുന്നത്. She says women have a lot to offer but they don't always get the chance. അവരെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ ഈ മൾട്ടി ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്ത്രീകൾ എന്ന് പറയുന്നത്. അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്. എന്ത്? സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യാൻ അവർക്ക് ഇഷ്ടം പോലെയുണ്ട്. ബട്ട് ദ സാഡ് റിയാലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ നോട്ട് ഗെറ്റിംഗ് ഇനഫ് ചാൻസ്. അവർക്ക് ചാൻസ് കിട്ടുന്നില്ല അവരുടെ കഴിവുകളെ തെളിയിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഡിസിഷൻസിനെ, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ, ഒപ്പീനിയൻസ് പറയാൻ അവർക്കൊരു ചാൻസ് കിട്ടാത്തത് കൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ പുറകിലേക്ക് പോകുന്നത് എന്നാണ് ആര് പറയുന്നത്? ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. ക്ലിയർ ആണല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ഒരു കാര്യം ഓർത്ത് വെച്ചാൽ ഈ ചാപ്റ്ററിനെ കുറിച്ച് ഏകദേശം ഐഡിയ ഒക്കെ നമുക്ക് കിട്ടിത്തുടങ്ങും. ഓക്കെ, ആൻഡ് ഷീ ഹാസ് 3 suggestions to give women more opportunities. സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റീസ്, ചാൻസസ് നൽകാനായിട്ട് മെയിൻലി 3 L's ആണ് തരുന്നത്. ഇവിടെയാണ് നമ്മുടെ ഹെഡിങ്ങിൻ്റെ ആ ഒരു ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട് കിട്ടുന്നത്. മാം AFS ആദ്യം ഇംഗ്ലീഷ്. ഓക്കെ, ആദ്യം സ്വാതിയാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം നമുക്കിപ്പോൾ ഇംഗ്ലീഷ് ആണല്ലോ, AFSൻ്റെ ക്ലാസ് ഒക്കെ വരും. നമുക്ക് ആദ്യം ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്തിട്ട് തുടങ്ങാം കേട്ടോ. ഓക്കെ, സോ ഷീ ഹാസ് 3 suggestions to give women more opportunities. സ്ത്രീകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കാൻ പറ്റുന്ന 3L എന്ന് പറയുന്നത് എന്താണ്? 3L's എന്താണ്? ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ലേണിംഗ് ആണ്. എഡ്യൂക്കേഷൻ നമ്മൾ നൽകണം. ലഗാർഡ് ബിലീവ്സ് ദാറ്റ് എഡ്യൂക്കേഷൻ ഇസ് ദ കീ. എല്ലാ പ്രശ്നങ്ങൾക്കും, സ്ത്രീകൾക്കെന്നില്ല, മെൻ ഓഫ് വുമൻ ഇല്ല, എല്ലാ പ്രശ്നങ്ങൾക്കും, സൊസൈറ്റിയിൽ നിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം, അതിനുള്ള കീ ടു സൊല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷൻ. ഓക്കെ, എഡ്യൂക്കേഷൻ നൽകുക. when women learn, it help themselves. അവരെ തന്നെ സഹായിക്കും. ഓക്കെ, അവർക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ അത് റിസോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കീ അവർക്ക് തന്നെ കിട്ടുന്നു. ത്രൂ വാട്ട്? ത്രൂ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഫസ്റ്റ് പോയിന്റ് ഓർത്തിരിക്കുക. ഇൻ മെനി മേരി സജന വരുന്നുണ്ട്. ഹായ് മാസ്റ്റർ ഗൈഡ് ഒക്കെ കാണുന്നുണ്ടല്ലോ. ഓക്കെ, എല്ലാവരും ഹായ് ഒക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഇപ്പോഴാണോ
6:30 ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ 6:30 ഇവിടെ ഉണ്ടാവണ്ടേ, എന്നാലല്ലേ, അല്ലെങ്കിൽ എൻ്റെ കുട്ടികളൊക്കെ എവിടെ പോയി എന്ന് മിസ് ആദ്യം ആലോചിച്ച് പോയില്ലേ? ഓക്കെ, എല്ലാവരും വരിക. നമ്മൾ ചെറുതായിട്ട് ക്ലാസ് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോന്നേ ഉള്ളൂ. ഈ പോയിന്റ്സ് തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞു നിർത്തിയത് എവിടെയാണ്? ലേണിങ്ങിലാണ് നിർത്തിയത്. എഡ്യൂക്കേഷൻ സ്ത്രീകൾക്ക് നൽകുക ആൻഡ് ഇറ്റ് ഹെൽപ്സ് ദം, അവരെ തന്നെ ഒന്ന് ഉന്നമനത്തിനായിട്ട് സഹായിക്കും എഡ്യൂക്കേഷൻ. ആൻഡ് ഇൻ മെനി പ്ലേസസ് വിമൻസ് എഡ്യൂക്കേഷൻ ഹാസ് എ ബിഗ്ഗർ ഇമ്പാക്ട് ദാൻ മെൻസ്. പല സിറ്റുവേഷൻസിലും പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ നൽകുന്നതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ് സ്ത്രീകൾക്ക് കൊടുക്കുന്നതിലാണെന്നാണ് നമ്മുടെ ഒരു ബേസിക് മനോഭാവം. എന്താ പണ്ടൊക്കെ പ്രത്യേകിച്ച് ഉണ്ടായിരുന്ന മനോഭാവം എന്താ? വി ഗീവ് എഡ്യൂക്കേഷൻ ടു ബോയ്സ് അല്ലേ, കാരണം ഗേൾസിന് എഡ്യൂക്കേഷൻ കൊടുത്താലും ഒന്നുമില്ല, ഇന്നല്ലെങ്കിൽ നാളെ കല്യാണം കഴിച്ച് വിടേണ്ടതാണ് എന്നുള്ളൊരു രീതിയിലാണ് നമ്മുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം അത് ഒരുപാട് മാറിയിട്ടുണ്ട്. ചില സൊസൈറ്റിയിൽ അത് ഇപ്പോഴും പ്രിവലൻ്റ് ആണ്. ബട്ട് എനിവേസ് അങ്ങനെയല്ല വേണ്ടത്. ആൺകുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാൾ അപ്പുറം എന്താണ്, പെൺകുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോഴാണ് സൊസൈറ്റിയിൽ ഒരു ബിഗ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുക എന്നാണ് ആര് പറയുന്നത്? ക്രിസ്റ്റീൻ ലഗാർഡ് പറയുന്നത്. ആൻഡ് ദ സെക്കൻഡ് എൽ, ആദ്യത്തെ എൽ എന്താണ്? ലേണിംഗ് ആണ്, വിച്ച് മീൻസ് എഡ്യൂക്കേഷൻ. ആൻഡ് സെക്കൻഡ് എൽ എന്ന് പറയുന്നത് എന്താണ്? ലേബർ ആണ്. എഡ്യൂക്കേഷൻ മാത്രം കൊടുത്ത് വീട്ടിലിരുത്തിയാൽ എല്ലാം സെറ്റ് ആകുമോ? ഇല്ല, അവർക്ക് ജോലിയും കൂടെ നൽകണം. എന്തിന്? ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുകയാണെങ്കിൽ മാത്രമേ നമുക്ക് സൊസൈറ്റിയിൽ ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തെങ്കിലും നമ്മുടേതായ ഒപ്പീനിയൻസോ ഡിസിഷൻസോ അതിനൊക്കെ ഒരു കോൺഫിഡൻസ് വേണമെങ്കിൽ എന്താവണം? നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. സോ സെക്കൻഡ് തിങ്, ഇത് സെക്കൻഡ് ആണ് വരുന്നതെങ്കിലും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഇമ്പാക്റ്റ് തരുന്നതാണ് എന്ത്? ലേബർ ഓർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ആണെന്നുണ്ടെങ്കിൽ ഒരു തംസപ്പ് ഒക്കെ കാണിച്ചേ, എന്നാലല്ലേ ഈ രീതിയിലാണോ അതോ വേറെ രീതിയിൽ വേണോ പഠിപ്പിക്കാമെന്ന് മിസ്സിന് മനസ്സിലാകുകയൊക്കെ ഉള്ളൂ. കണ്ടോ, മിസ്സിന് ചെറിയൊരു കോൾഡും ഒക്കെ ആയിട്ടിരിക്കുകയാണ്. ബട്ട് സ്റ്റിൽ എന്താണ്, ആ ഒരു ഡിറ്റർമിനേഷനോടെ വന്നിരിക്കുകയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് കളറാക്കണം അല്ലേ, നമുക്ക് നല്ല പവർ ആക്കണം. സോ ലേബർ ഓർ എംപ്ലോയ്മെന്റിൽ വരുന്ന എന്താണ്? ഷഹാൻ ഹായ്, ഡ്രീം ഗേൾ പറയുന്നുണ്ട് ക്ലിയർ ടീച്ചർ. ഓക്കെ, താങ്ക് യു. എന്നാൽ പിന്നെ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം. ലേബർ ഓർ എംപ്ലോയ്മെന്റിൽ പറയുന്നത് എന്താണ്? ഗെറ്റിംഗ് ജോബ് ഇസ് ദ സെക്കൻഡ് സ്റ്റെപ്പ്. സോ ലേണിംഗ് ഒക്കെ കഴിഞ്ഞ് എഡ്യൂക്കേറ്റഡ് ആയി കഴിയുമ്പം ആ ഒരു ജോബ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലൈഫിൻ്റെ ഒരു സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എംപവർമെന്റ് ഓഫ് വുമൻ എന്ന് പറഞ്ഞ പ്രോസസ്സിലെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ലേബർ ഓർ എംപ്ലോയ്മെന്റ് ആണ്. ലഗാർഡ് സീസ് വുമൻ ഫേസ് പ്രോബ്ലംസ് ലൈക്ക് ഗെറ്റിംഗ് പെയ്ഡ് ലെസ് ഓർ നോട്ട് ഹാവിംഗ് ജോബ് സെക്യൂരിറ്റി. പിന്നെയുള്ള പ്രോബ്ലം ഈ ഒരു ജോബിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഫേസ് ചെയ്യുന്നതാണ് ഈക്വൽ എമൗണ്ട് അല്ല പേ ചെയ്യുന്ന അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത് ബോയ്സിന് അല്ലെങ്കിൽ മെൻ ഉള്ളതുപോലെ അല്ല ഗേൾസിന് അല്ലെങ്കിൽ വിമന് കിട്ടുന്നതെന്നുള്ളതാണ് റേസ് ചെയ്യുന്ന രണ്ടാമത്തെ ഇഷ്യൂ. അല്ലെങ്കിൽ ഒരു ജോബ് സെക്യൂരിറ്റി ഇല്ല. ഈ ഒരു പ്രോബ്ലം ഒക്കെ ഇല്ലാതാക്കിയാലേ വുമൻ എംപവർമെന്റ് എന്താണെന്ന് നമുക്ക് കിട്ടുള്ളൂ. ഓക്കെ, ഷഹാൻ ഹായ് പറയുന്നുണ്ട്. ഹലോ, ഇത്രയും മതിയോടാ? ഹായ് അല്ലേ? ഓക്കെ, ദെൻ but if more women work, it's not just good for them, it's good for the whole country. ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സൊസൈറ്റിയിലെ സ്ത്രീകളൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അത് അവർക്ക് മാത്രമല്ല നല്ലത് ചെയ്യുന്നത്, അതൊരു സൊസൈറ്റിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നതിലൂടെ അത് എന്തിനും കൂടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, നമ്മുടെ കൺട്രിയുടെ ഡെവലപ്മെൻറ്റിലും കൂടെ അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ലീഡർഷിപ്പ്. ഇതെല്ലാം കഴിയുമ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ആവശ്യത്തിന് എഡ്യൂക്കേഷൻ ആയി കഴിഞ്ഞു. ആ എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മൾ എന്താണ് പ്രാക്ടിക്കൽ ലൈഫിൽ കാണിക്കാൻ? നമുക്കൊരു ജോലി നേടുന്നു. ജോലി നേടിക്കഴിഞ്ഞ് നമ്മൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. യെസ്, ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ളൊരു സംഭവം വരും അല്ലേ? ആ ഒരു സംഭവം വരുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ തന്നെ കോൺഫിഡൻസ് വരുമ്പോൾ അതിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കൂടെ വരും. ലഗാർഡ് തിങ്സ് മോർ വുമൻ ഷുഡ് ബി ലീഡേഴ്സ്. നമ്മുടെ ഇടയിലെ സ്ത്രീകളൊക്കെ ലീഡേഴ്സ് ആവണം, നമ്മൾ മുൻപന്തിയിലേക്ക് വരണം. ദേ ഷുഡ് ബി മേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് ആൻഡ് ദേ ആർ കേപ്പബിൾ ഓഫ് മേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ്. അത് അവർ മനസ്സിലാക്കി ഡിസിഷൻസ് എടുക്കുക തന്നെ വേണം. According to her, women are just as good or even better leader than men. മെന്നെ പോലെ തന്നെയാണ് ഡിസിഷൻ മേക്കിംഗ് പവറിലെ സ്ത്രീകളും. ഒന്നെങ്കിൽ അവർ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പടിക്ക് മേലെ വിമൻ ആണ് ഡിസിഷൻ മേക്കിങ്ങിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ദേ മേക്ക് ഡിസിഷൻസ് ബൈ ടോക്കിംഗ് ടു എവ്രി വൺ ഇൻക്ലൂഡിങ് എവ്രി വൺ ആൻഡ് കെയറിങ് അബൌട്ട് അതേഴ്സ്. അത് നമ്മുടെ സ്ത്രീകളുടെ മാത്രം ഒരു പെക്യുലാരിറ്റി ആണെന്ന് പറയാം. എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കുമ്പം നമ്മൾ ബാക്കിയുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്യും. സെൽഫിഷ് ആയിട്ടാണോ നമ്മുടെ വീട്ടുകളിൽ നമ്മുടെ അമ്മമാർ
എന്തെങ്കിലും ഡിസിഷൻ എടുക്കുക, ആദ്യം എന്താണ് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ആ ഒരു ഡിസിഷൻ എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഓക്കെ ആണോ എന്നൊരു തീരുമാനമായിരിക്കും അവരുടെ മനസ്സിൽ ആദ്യം വരിക. സോ ബാക്കിയുള്ളവരെ എന്തിൻ്റെ ആവശ്യമല്ലേ, അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, സെൽഫിഷായി സ്വന്തം കാര്യം നോക്കിക്കൂടെ. പക്ഷേ വിമൻ ആർ നോട്ട് ലൈക്ക് ദാറ്റ്. എന്താണ്, ദേ കൺസിഡർ അതേഴ്സ്, അവരുടെ ഫീലിങ്സും അവരുടെ റെസ്പോൺസിബിലിറ്റീസും അവരുടെ ഓവറോൾ വെൽബീയിങ് കൺസിഡർ ചെയ്തിട്ടാണ് ഏതൊരു സ്ത്രീയും ലൈഫിൽ ഡിസിഷൻ എടുക്കുക എന്നാണ് ലഗാർഡ് പറയുന്നത്. വിച്ച് ഇസ് എ വെരി ബിഗ് തിങ് അല്ലേ, അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. So, Lagarde ends her speech by saying that if we let women reach their full potential, it's not good for them, it's good for everyone. സ്ത്രീകളെ മുൻനിർത്തി അവരുടെ ഡിസിഷൻ മേക്കിങ്ങിൽ നോക്കുകയാണെങ്കിൽ അവർക്ക് മാത്രം നല്ലത് വരാനല്ല അവർ പല കാര്യങ്ങളും ചെയ്യുക, പകരം എല്ലാവരുടെയും നല്ലതിന് വേണ്ടിയിട്ട്, എല്ലാവരുടെയും എംപവർമെൻറ്റിന് വേണ്ടിയിട്ട് അവരുടെ ഡിസിഷൻ ഹെൽപ്പ് ചെയ്യും എന്നാണ് പറയുന്നത്. She encourages women to make a difference because that difference can change society for the better. So she is asking women, അല്ലെ, സ്ത്രീകളുടെ അടുത്താണ് ചോദിക്കുന്നത്, നിങ്ങളാണ് മാറ്റം കൊണ്ടുവരേണ്ടത്, നിങ്ങളിൽ മാറ്റം വന്നാലേ സൊസൈറ്റിയിലേക്ക് ആ മാറ്റം വരുള്ളൂ എന്നാണ് ലഗാർഡ് പറയുന്നത്. ഓക്കെ ആണോ? നകുൽ മാം എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. ഹായ് നകുൽ ക്ലാസ് ഒക്കെ ക്ലിയർ ആണല്ലോ അല്ലേ? പാത്തൂസ് ഒക്കെ ഹായ് ഒക്കെ പറഞ്ഞു വരുന്നതേ ഉള്ളൂ. 15 minutes late to class. Why? ഓക്കെ, സോ ഇത്രയും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് കിട്ടിയല്ലോ ഈ ഒരു ചാപ്റ്ററുമായിട്ട്. ഇനി ഇതിൽ ഓർക്കണ്ട, അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്റർ ബേസ് ചെയ്ത് ക്രിസ്റ്റീൻ ലഗാർഡ് പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഏതാണ് എന്ന് ചോദിച്ച് ഏതൊരു ക്വസ്റ്റ്യൻ വന്നാലും അതിൽ നിന്ന് ടെക്സ്റ്റിൽ നിന്ന് കോട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന മെയിൻ 3 പോയിന്റ്സ് ആണ് മിസ് ഇവിടെ തന്നിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഒരു വലിയ മെസ്സേജ് കൺവേ ചെയ്തിരിക്കുന്നത്. ഒരു ആൺകുട്ടിയെ നിങ്ങൾ ട്രെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ഒരു മാൻ ആകണം, ഒരു മനുഷ്യനാകണം എന്നുള്ളൊരു രീതിയിലാണ് പഠിപ്പിച്ച് തീർക്കുന്നത്. അതേസമയം സെയിം ട്രെയിനിങ് ഒരു പെൺകുട്ടികൾക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത് ഒരു വില്ലേജിനെ മൊത്തം ട്രെയിൻ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ റിസൾട്ട് ഉണ്ടാകുക എന്നാണ് പറയുന്നത്. എത്ര നല്ലതുപോലെയാണ് അല്ലേ ക്രിസ്റ്റീൻ ലഗാർഡ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു പോയിന്റ് ടെക്സ്റ്റിൽ അതേപോലെ ഉള്ളതാണ്, സ്പീച്ചിലും അതേപോലെ ഉള്ളതാണ്. അപ്പം ഇവിടെ അക്കൗണ്ടൻസിയുടെ ക്ലാസ്സിനെ കുറിച്ചൊക്കെ വളരെ തകർത്ത് മെസ്സേജ് അയക്കുകയാണ്. ആദ്യം ഇംഗ്ലീഷും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ക്ലാസ് ശ്രദ്ധിച്ച് ഇംഗ്ലീഷ് കഴിയുമ്പോൾ നമുക്ക് അക്കൗണ്ടൻസിലേക്ക് പോവാം. ഓക്കെ, സെറ്റ് അല്ലേ? സോ അപ്പോൾ മിസ് പറഞ്ഞതുപോലെ ഇത് നമ്മുടെ ലഗാർഡിൻ്റെ സ്പീച്ചിൽ നിന്ന് കോട്ട് ചെയ്തിട്ടുള്ള ഡയലോഗാണ്. ഇത് ഇതേപോലെ യൂസ് ചെയ്ത് പഠിച്ചോർത്ത് എക്സാമിൽ യൂസ് ചെയ്യാൻ പറ്റിയ അതൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ട് കിടക്കും. ആൻഡ് ദ സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് ദ കോൺസെപ്റ്റ് ഓഫ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. മെൻ ആൻഡ് വുമൻ ചെയ്യുന്ന ഈക്വൽ ആയിട്ടുള്ള വർക്ക് ഈക്വൽ വേജസ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ജോലി സ്ഥലത്ത് ജോബ് സെക്യൂരിറ്റി ഉണ്ടാവുക. ഈ ഒരു കൺസേണും ലഗാർഡ് പറയുന്നുണ്ട്. ആൻഡ് ദ തേർഡ് തിങ് ഇസ് ഡെയർ ദ ഡിഫറൻസ്. ആ ചാപ്റ്റർ വായിച്ചവർക്ക്, ടെക്സ്റ്റ് വായിച്ചവർക്ക് മനസ്സിലാകും. എന്താണ് മനസ്സിലാകുക? ഈ ഒരു സ്പീച്ച് എൻഡ് ചെയ്യുന്നത് എന്താണ്? ഡെയർ ദ ഡിഫറൻസ്. ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഒരു ആർട്ടിക്കിൾ റൈറ്റിംഗ് വന്നു ഇതുമായിട്ട് ബേസ് ചെയ്ത, ഈ ഒരു വുമൻ എംപവർമെന്റിനെ കുറിച്ച് ബേസ് ചെയ്തിട്ട് ഒരു ആർട്ടിക്കിൾ റൈറ്റിംഗ് വന്ന ഡെയർ ദ ഡിഫറൻസ് എന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തൂടെ അല്ലേ? ആർട്ടിക്കിൾ റൈറ്റിങ്ങിനെ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് ആക്കുന്നത് എന്താണ്? അവർ ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു സ്പീച്ച് പറയുകയാണെങ്കിൽ സ്പീച്ചിനും ആർട്ടിക്കിൾ റൈറ്റിങ്ങിനും നറേഷനും ഒക്കെ വരുന്നത് എന്താണ്? നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം, യുണീക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഒന്നും വേണ്ട, ഹെഡിങ് ഡേ ഓഫ് ദ ഡിഫറൻസ് എന്നും പറഞ്ഞ് ഇട്ട് നോക്കൂ നല്ല രീതിയിൽ ലോജിക്കോടെ തന്നെ. സോ അപ്പോൾ അതൊക്കെ എന്താണ്? എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് വരുന്നതാണ്. അതിനാണ് ടെക്സ്റ്റ് വായിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹിയർ ഡേ ഓഫ് ദ ഡിഫറൻസ് എന്നാണ് പറയുന്നത്. ഇഫ് ഇറ്റ് ഡേ ഓഫ് ദ ഡിഫറൻസ് വിൽ നമ്മുടെ ആ ഒരു എന്താണ് യുണീക്ക് ആയിട്ടുള്ള ശൈലിയെ നമ്മൾ ചെന്ന് വാട്ട് ഈസ് സീക്കിംഗ് യു ഷാൽ സീക്ക് യു എന്ന് പറയുന്നത് പോലെ നിങ്ങൾ എന്തിനെയാണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരണമെങ്കിൽ ഡെയർ ദ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് തന്നിട്ടാണ് ഈ ഒരു സ്പീച്ച് കഴിയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആണല്ലോ അല്ലേ? നകുൽ പറയുന്നുണ്ടല്ലോ വിമൻ ഷുഡ് ബി ഗിവൻ ഈക്വൽ ഇമ്പോർട്ടൻസ് ദാറ്റ് ആർ ഗിവൺ ടു മെൻ. എക്സാക്ട്ലി, ആൺകുട്ടികൾക്ക് അല്ലെങ്കിൽ മെന്നിന് കൊടുക്കുന്ന ഈക്വൽ റൈറ്റ്സ് വിമനും വേണം. അത് ലൈഫിൽ മാത്രമല്ല, എന്താണ് നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിൽ മാത്രമല്ല, ജോബിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോബ് സെക്യൂരിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഇത് വേണമെന്ന് ലഗാർഡ് പറയുന്നുണ്ട്. അതേപോലെ ടെക്സ്റ്റുമായിട്ട് അല്ലെങ്കിൽ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോൺസെപ്റ്റ്സ് ഇതേപോലെ വന്നുകൊണ്ടിരിക്കട്ടെ. നിങ്ങൾ എത്രത്തോളം പഠിച്ചു എന്നും കൂടെ ഞാൻ നോക്കട്ടെ. ഓക്കെ, സോ അതാണ് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? സോ
സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് എ പോയം എനി വുമൻ ബൈ കാതറിൻ ടൈനൻ. ഓക്കെ, ഇതിൻ്റെ സമ്മറി എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് മെയിൻലി എന്താണ്, വുമൻ എംപവർമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട സ്ത്രീകളുടെ മൾട്ടി ടാലൻസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ശക്തി ഓർ വാല്യൂ കാണിക്കുന്ന, സ്ട്രെങ്ത് ആൻഡ് വാല്യൂ കാണിക്കുന്നതാണ് മെയിൻലി ഈ ഒരു യൂണിറ്റിൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു എനി വുമൻ എന്ന് പറഞ്ഞിട്ടുള്ള പോയവും ഏതൊരു സ്ത്രീ അല്ലേ, ഏത് സ്ത്രീ എന്നുള്ളൊരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഈ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ കാണുന്നതല്ല, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള കുറേ പെക്യൂലിയർ ഫീച്ചേഴ്സ് ഉണ്ട്. അതെന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു പോയമാണിത്. ഓക്കെ ആണോ? സെറ്റാണോ? സെറ്റാണെങ്കിൽ ഒരു തംസപ്പ് കാണിച്ചേ. ഓക്കെ. Okay, so Any Woman by Catherine Tynan is a poem that talks about how amazing and strong women are. നമ്മൾ സ്ത്രീകൾ എന്ന് പറയുന്നത് എത്രത്തോളം അമേസിംഗ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം എന്താണ്, സ്ട്രോങ് ആണ്, അവരുടെ ആ ഒരു ഫീച്ചറിനെ എടുത്ത് കാണിക്കുന്ന ഒരു പോയമാണ് Any Woman എന്ന് പറയുന്നത്, which is written by Catherine Tynan. The poem shows different parts of a woman's life, like when she is young or when she becomes a mom. So ഒരു ഗേൾ ആയിരിക്കും അല്ല, പിന്നീട് ഒരു എന്താണ്, ഒരു ടീനേജറായി മാറി അത് കഴിഞ്ഞൊരു വുമനായി മാറുമ്പോൾ ആ ഒരു ഫ്രീഡമോ ലൈഫോ അല്ല, പിന്നീട് എന്താണ്, ഒരു വൈഫായി മാറുമ്പോൾ അത് കഴിഞ്ഞൊരു മോമായി മാറുമ്പോൾ, ഒരു അമ്മയായി മാറുമ്പോൾ, ഈ ഓരോ സ്റ്റേജസിലും വുമൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് പല ലെവലായിട്ട് നമുക്ക് എന്താണ് കാറ്റഗറൈസ് ചെയ്യാനായിട്ട് പറ്റും. സോ അതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എന്താണ് ലൈഫ് എക്സ്പീരിയൻസസ് അല്ല നമ്മുടെ വുമൻ ഉണ്ടാകുന്നത്, പ്രത്യേകിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തിങ്സ് ആണ്. പക്ഷെ അതൊക്കെ ടാക്കിൾ ചെയ്യാനുള്ളത് എന്താണ്, ടാക്കിൾ ചെയ്യാൻ, സോൾവ് ചെയ്യാനുള്ള ഒരു പവർ വുമൻ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോയത്തിൻ്റെ മെസ്സേജ് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ദ പോയം ഷോസ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ വുമൻസ് ലൈഫ് ആൻഡ് ഇറ്റ് സേസ് ദാറ്റ് എവറി വുമൻ നോ മാറ്റർ വാട്ട് ഷീ ഡസ് ഇസ് വാല്യുബിൾ ആൻഡ് സ്പെഷ്യൽ. എന്ത് ചെയ്തോട്ടെ, ഇന്ത്യയിലായിക്കോട്ടെ, അമേരിക്കയിലായിക്കോട്ടെ, ജർമ്മനിയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പല ഏജ് ഗ്രൂപ്പ്സിലുള്ള സ്ത്രീകളിലായിക്കോട്ടെ, ഏതൊക്കെ രീതിയിൽ പല തരത്തിലുള്ള പല കാറ്റഗറീസിലുള്ള വുമനെ നോക്കിയാലും അവരെല്ലാവരും എന്താണ്, സ്പെഷ്യലാണ്, സ്ട്രോങ് ആണ്, വാല്യുബിൾ ആണ് എന്നുള്ളൊരു സ്ട്രോങ് മെസ്സേജ് ആണ് കൺവേ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. ദ പോയം ഓൾസോ ടോക്സ് അബൌട്ട് ഹൗ വുമൻ ക്യാൻ ഹാൻഡിൽ ടഫ് സിറ്റുവേഷൻസ്. ആ ഒരു പ്രോബ്ലം വരുമ്പം അവിടെ ആരും തകർന്നു പോവാറില്ല. ഈ ഒരു പോയം പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത് അമ്മമാരെ വിചാരിച്ചാൽ മതി. വീട്ടിലുള്ള അമ്മമാരെ ആലോചിക്കുമ്പോഴത്തേക്ക് ഈ പോയം പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. കാരണം ഹോമിലുള്ള അമ്മയുടെ ആ ഒരു പിക്ചർ ഈ പോയത്തിൽ ഇടയ്ക്കിടയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണെന്നാണ് മിസ്സിന് തോന്നിയിട്ടുള്ളത് കേട്ടോ. സോ ഷീ ക്യാൻ ഹാൻഡിൽ ടഫ് സിറ്റുവേഷൻസ് ആൻഡ് ചലഞ്ചസ്. ഭയങ്കര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ചലഞ്ചസ് വളരെ ഈസി, ടപ്പേന്ന് പറഞ്ഞിട്ടാണ് വുമൻ ഇൻ ദ ഹൗസ് നേരിടുന്നത് അല്ലേ. വി ഓൾ നോ ദാറ്റ്. ഇറ്റ് പ്രൈസസ് ദം ഫോർ ടേക്കിംഗ് കെയർ ഓഫ് അതേഴ്സ് ആൻഡ് ബീയിങ് ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്സ്. ബാക്കിയുള്ളവരുടെ എല്ലാവരുടെയും ലൈഫിൽ ഒരു ലൈറ്റായിട്ടാണ് മെയിൻലി അല്ലെങ്കിൽ ഒരു റോൾ ഓഫ് വുമൻ ഇൻ ദി ഹൗസ് എന്ന് പറയുന്നത് ഉണ്ടാവുക. ഇൻ സിമ്പിൾ വേർഡ്സ്, എനി വുമൻ ഇസ് ലൈക്ക് എ ബിഗ് ചിയർ ഫോർ ഓൾ വുമൻ, സേയിങ് ദേ ആർ സ്ട്രോങ്, റെസിലിയൻറ്റ് ആൻഡ് റിയലി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ വേൾഡ്. എല്ലാവർക്കും എന്താണ്, ഇറ്റ്സ് എ ബിഗ് ചിയർ. ഒരാൾക്കല്ല, ലോകത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഈ ഒരു പോയം എന്ന് പറയുന്നത് ഒരു ബിഗ് ചിയർ ആണ്. ഒരു ഗ്രേറ്റ് റൗണ്ട് ഓഫ് അപ്ലോസ് എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു കയ്യടി നേടിക്കൊടുക്കുന്ന പോയാണ്. കാരണം അവരുടെ ഫീലിങ്സിനെ അല്ലെങ്കിൽ അവരുടെ റോളിനെ, അവരുടെ വർത്തിനെ, എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും അത് തളരാതെ മുന്നോട്ട് പോകാൻ സാധിക്കുന്ന ആ ഒരു ഡെലിബറേറ്റ് ഡിസിഷൻ മേക്കിംഗ് പവറിനെയാണ് ഈ ഒരു പോയത്തിൽ കൂടെ പോയറ്റ് ഏറ്റവും കൂടുതൽ എൻഹാൻസ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ, സെറ്റാണല്ലോ. ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇതിലെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഇൻ ദ പോയം എനി വുമൻ, കാതറിൻ ടൈനൻ ടോക്സ് അബൌട്ട് ഹൗ ഓസം മോംസ് ആർ യൂസിങ് കമ്പാരിസൺസ്. പല രീതിയിലുള്ള, ഇപ്പം ഒരു ഹൗസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ കാണാൻ പറ്റുന്ന പല കാര്യങ്ങളോടുമാണ് കമ്പയർ ചെയ്യുന്നത് അല്ലേ. വളരെ രസകരമായിട്ടാണ് കമ്പയർ ചെയ്ത് നമ്മൾ കാണുന്നത്. അങ്ങനത്തെ കമ്പാരിസൺസിൽ കൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൗ സ്ട്രോങ് സ്ത്രീകൾ എന്ന് പറയുന്നത് എത്രമാത്രം സ്ട്രോങ് ആണെന്നുള്ള രീതിയിലാണ് നമ്മളെ കാണിക്കുന്നത് ഈ പോയത്തിലൂടെ. ആൻഡ് ഷീ സേസ് ദാറ്റ് മോംസ് ആർ ലൈക്ക് ദ സ്ട്രോങ് പാർട്സ് ഓഫ് എ ഹൗസ്. ഒരു വീടിൻ്റെ ഏറ്റവും ഈ അടിത്തറ എന്നൊക്കെ പറയില്ലേ, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ്മെൻ്റ് ആണ് വുമൻ എന്ന് പറയുന്നത്, ഓർ മദേഴ്സ് എന്ന് പറയുന്നത്. ഹോൾഡിങ് എവറിത്തിങ് ടുഗദർ, എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു മനുഷ്യൻ.
ഓക്കെ, സോ ദേ ആർ ലൈക്ക് എ വാം ഫയർ ആൻഡ് ദ സൺ. നല്ല വാം ഫയർ പോലെയാണ്, അല്ലെങ്കിൽ ഒരു സൺ പോലെയാണ് ദേ ആക്ട് ഇൻ അവർ ഹൗസസ് ആൻഡ് ഗിവിങ് കംഫർട്ട് ടു ദ ഫാമിലി മെമ്പേഴ്സ്. അവിടെയുള്ള ഫാമിലി മെമ്പേഴ്സിന് വേണ്ടുന്നതെല്ലാം, അവർക്ക് വേണ്ടുന്ന കംഫർട്ട്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന നീഡ്സ് എല്ലാം മീറ്റ് ചെയ്ത് പോകുന്ന ഒരാളാണ് വുമൻ ഇൻ ദ ഹൗസ് എന്ന് പറയുന്നത്. സംടൈംസ് ദേ ഈവൻ ഗൈഡ് എവറി വൺ ലൈക്ക് എ ലൈറ്റ്. ചില സമയങ്ങളിൽ ലൈറ്റ് പോലെയാണ്, പ്രകാശം പരത്തുന്ന പെൺകുട്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അതേപോലെ ഇരുട്ട് നിറഞ്ഞ ഒരു അവസ്ഥയിൽ പ്രകാശം നൽകിയിട്ട് ലൈറ്റ് കാണിച്ച് ഗൈഡ് ചെയ്യുന്ന ഒരു ഗൈഡിങ് സ്പിരിറ്റ് ആയിട്ടാണ് പലപ്പോഴും അമ്മമാര് അല്ലെങ്കിൽ സ്ത്രീകൾ വീട്ടിൽ ഉണ്ടാകുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ആൻഡ് ദ പോയം ഹൈലൈറ്റ്സ് ഹൗ മോം ഹെൽപ് ദെയർ കിഡ്സ് ഗ്രോ. അത് മാത്രമല്ല, ബാക്കി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുന്നതിൽ ഇവരുടെ റോൾ എന്ന് പറയുന്നത് വളരെയധികം റിമാർക്കബിൾ ആണ്. ഒരു കുഞ്ഞ് വളർന്ന് വരണമെങ്കിൽ ദ റോൾ പ്ലേഡ് ബൈ വുമൻ എന്ന് പറയുന്നത് വി കനോട്ട് എക്സ്പ്ലെയിൻ ഇറ്റ് ഇൻ സിമ്പിൾ വേർഡ്സ്. ആ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, അതേപോലെ തന്നെ റിമാർക്കബിൾ ആണ് അല്ലേ. ആൻഡ് വെൻ കിഡ്സ് നീഡ് ഹെൽപ്പ് ദേ ടേൺ ടു ദിയർ മോംസ്. ഒരു കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു കുഞ്ഞു വാവയ്ക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ പെട്ടെന്ന് കരയുന്നത് അമ്മയെന്ന് വിളിച്ചിട്ടല്ലേ കരയുക. കാരണം അവർക്കറിയാം എന്താണോ വേണ്ടത്, എന്ത് പ്രോബ്ലം ആണോ ഉള്ളത്, ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആരുടെ കയ്യിലുണ്ട്? അമ്മയുടെ കയ്യിലുണ്ട് എന്നുള്ളത് ഒരു കുഞ്ഞിന് പോലും അറിയാൻ സാധിക്കും. ദ ലവ് ഓഫ് എ മോം കീപ്സ് ദ ഫാമിലി ക്ലോസ് ആൻഡ് കണക്റ്റഡ്. ആ അമ്മയുടെ സ്നേഹം അല്ലെങ്കിൽ ആ അമ്മയുടെ വാത്സല്യം എന്ന് പറയുന്നതാണ് ആ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും കണക്ട് ചെയ്ത് ഒറ്റക്കെട്ടായിട്ട് ഇങ്ങനെ പിടിച്ചു നിർത്തേണ്ടത്. അല്ലെങ്കിൽ പലവരും പല വഴിക്ക് ഇങ്ങനെ പോകേണ്ടത് അമ്മയുടെ ആ ഒരൊറ്റ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു വാത്സല്യം കൊണ്ടാണ് എല്ലാവരും കൂടെ ഇങ്ങനെ ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? യെസ് ടീച്ചർ. So, from the bottom to the top of the house, moms are like the house itself. നമ്മുടെ വീടിനെ വെച്ചിട്ടാണല്ലോ കമ്പയർ ചെയ്യുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അടിമുടി ഒരു വീട് എന്താണോ അതെന്ന് പറയുന്നത് അമ്മയാണ് അല്ലേ. ഒരു അമ്മയുടെ അത്രമാത്രം ആ ഒരു റോളാണ് കാണിക്കുന്നത്. കാരണം എവിടെയും തൂണിലും തുരുമ്പിലും നമുക്ക് അമ്മയുടെ സാന്നിധ്യം അറിയാമെന്ന് പറയുന്നത് പോലെ ഒരു വീടിനെ വീടാക്കി നിർത്തുന്നത് അമ്മയാണെന്നാണ് പറയുന്നത്. അതിനൊരു പെർട്ടിക്കുലർ സ്പോട്ടോ അങ്ങനെയൊന്നും പറയാൻ സാധിക്കില്ല. ആ വീടുണ്ടോ അത് അമ്മയാണെന്നാണ് പറയുന്നത്. ആൻഡ് ദേ മേക്ക് ഇറ്റ് ലുക്ക് നൈസ് ആൻഡ് ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി ബോത്ത് ഫിസിക്കലി ആൻഡ് ഇമോഷണലി. അത് എന്താണ്, വീട്ടിൽ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത്, വീട്ടുകാർക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്ത്, അതിനെ എന്താണ് ഫിസിക്കലി ഇമോഷണലി ഒരു ബോണ്ട് പോലെ കണക്ട് ചെയ്ത് ബെസ്റ്റായിട്ട് സർവൈവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്? ഇറ്റ് ഈസ് ദി മദർ. അമ്മയാണ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ക്ലിയർ ആകുന്നുണ്ടോ? പോയിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ടല്ലോ അല്ലേ. ആൻഡ് ദ പോയം കമ്പയർസ് മോംസ് ടു ബേർഡ്സ് ദാറ്റ് സാക്രിഫൈസ് ദിയർ ഫെദേഴ്സ് ടു മേക്ക് എ നെസ്റ്റ് ഫോർ ദിയർ ബേബീസ്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്പാരിസൺ ആണ് പറയുന്നതെന്ന് നോക്കിക്കേ. എന്താണ്, മോംസിനെ ബേർഡ്സുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സ്വന്തം ഫെദേഴ്സ് നഷ്ടപ്പെടുത്തി ഒരു നെസ്റ്റ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്ന നെസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിന് കംഫർട്ട് വരാൻ വേണ്ടിയിട്ട് എങ്ങനെയാണോ ബേർഡ്സ് ഫെദേഴ്സ് യൂസ് ചെയ്യുന്നത്, അതേപോലെ അമ്മയുടെ എല്ലാ ശക്തിയും അമ്മയുടെ ആ ഒരു നിലനിൽക്കുന്ന അതെല്ലാം ആർക്ക് വേണ്ടിയിട്ടാണ്? വീട്ടുകാർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ആ ഒരു ലൈഫ് ഇറ്റ് സെൽഫ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് വീട്ടുകാരുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ടാണ്, എസ്പെഷ്യലി ഫോർ കിഡ്സ് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ how is it the birds make cozy nest for their babies? Mothers also do the same, showing how much moms give up for their families. അവരുടെ ഫാമിലിയുടെ നല്ലതിന് വേണ്ടിയിട്ട് മദർ ഗീവ് അപ്പ് എ ലോട്ട് ഓഫ് തിങ്സ്, ഈവൻ സാക്രിഫൈസസ് എ ലോട്ട് ഓഫ് തിങ്സ് എന്നുള്ളൊരു മെസ്സേജും അവിടെ വരുന്നുണ്ട്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മോംസ് ആർ ഓൾസോ ലൈക്ക് സ്ട്രോങ് വാൾസ് ആൻഡ് ഡോഴ്സ്. ഏറ്റവും നല്ലൊരു വീടിന് വേണ്ടുന്ന ഏറ്റവും നല്ല എലമെൻറ്റ് എന്താണ്? സ്ട്രോങ് ആയിട്ടുള്ള ഡോഴ്സ് വേണം, സ്ട്രോങ് ആയിട്ടുള്ള വിൻഡോസ് വേണം. ബാക്കിയുള്ളവർക്ക് ആക്സസ് വേണ്ടാത്ത രീതിയിൽ സ്ട്രോങ് ആവണം അല്ലേ. അപ്പം ആ ഒരു സ്ട്രോങ് എലമെൻറ്റ് അല്ലെങ്കിൽ സ്ട്രെങ്ത് എന്ന് കാണിക്കുന്നത് ഫാമിലി മെമ്പറിൽ ആരിലാണ് നമുക്ക് കാണാൻ സാധിക്കുക? അമ്മമാരിലാണ് കാണാൻ സാധിക്കുക. ആൻഡ് സോ ഷീ കമ്പയർസ് ദ സ്ട്രോങ് വാൾസ് ആൻഡ് വുമൻ ടു ദ ആക്ഷൻസ് ഓഫ് മോംസ് ഇൻ ദ ഫാമിലി. ഓക്കെ, പ്രൊട്ടക്ടിങ് ദ ഫാമിലി ഫ്രം പ്രോബ്ലം. ഒരു പ്രശ്നവും വരാതെ ഫാമിലിയെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? മദേഴ്സ് ആണ്. ആൻഡ് ദ പോയം എൻഡ്സ് വിത്ത് എ ടച്ചിങ് പ്രയർ ഫ്രം എ മോം asking not to be taken away until her kids are grown, and this prayer is to Jesus, showing that even God knows how important moms are. പ്രാർത്ഥിക്കുകയാണ്, എന്നെ ഇപ്പോഴൊന്നും ഇവിടുന്ന് കൊണ്ടുപോകരുത്. വൈ? എൻ്റെ കുഞ്ഞുങ്ങൾ വളർന്ന് വലുതാകുന്നത് വരെ, അവർക്ക് അവരുടേതായ രീതിയിൽ പോവാൻ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻ്റ് ആകുന്ന വരെ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയിൽ
ടച്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലേ ആ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ആൻഡ് ദ ടൈറ്റിൽ എനി വുമൻ മീൻസ് ദ പോയം ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് വൺ മോം. ഇത് ഏതെങ്കിലും ഒരു വീട്ടിൽ കാണുന്ന ഒരൊറ്റ അമ്മയെക്കുറിച്ച് എഴുതിയ പോയാണോ? അല്ല. ഇതിപ്പം ഭൂമിയിൽ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഒരു സ്ത്രീ ആയിക്കൊള്ളട്ടെ, ഒരു അമ്മ ആയിക്കൊള്ളട്ടെ, ഈ ഒരു പോയത്തിന് ഈസി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബിക്കോസ് the duties എന്താണ് ഷോൺ ബൈ ഓൾ ദീസ് മദേഴ്സ് ആർ മോർ ഓർ ലെസ് ദ സെയിം. അവർ കാണിക്കുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് അവരുടെ ഒരു സെൽഫ്ലെസ് നേച്ചർ എന്താണ് ഫോർ ദ വെൽബീയിങ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത് എല്ലായിടത്തും, ആഫ്രിക്ക ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും അവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്ന സാക്രിഫൈങ് നേച്ചർ ഓഫ് വുമൺ ഓർ മദർ എന്ന് പറയുന്നത് മോർ ഓർ ലെസ് ദ സെയിം ആണ് എന്നാണ് പറയുന്നത്. ഇറ്റ്സ് അബൌട്ട് ഓൾ മോംസ്. എല്ലാ അമ്മമാരെ കുറിച്ചുമാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. അല്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ അമ്മമാരെ കുറിച്ചല്ല, ലോകത്തുള്ള എല്ലാ അമ്മമാരെ കുറിച്ചും എല്ലാ സ്ത്രീകളെ കുറിച്ചും ഇങ്ങനെയാണ് പറയുന്നത്. ദ ലാംഗ്വേജ് ഇൻ ദ പോയം ഇസ് സിമ്പിൾ, മേക്കിംഗ് ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു പോയം എഴുതിയിരിക്കുന്ന രീതി എന്താണ്? വളരെ സിമ്പിൾ ലാംഗ്വേജ് ആണ്, ബേസിക് ലാംഗ്വേജ് ആണ്. സോ ഇറ്റ്സ് വെരി ഈസി ഫോർ ദ റീഡേഴ്സ് ടു ക്യാപ്ചർ ദ മെയിൻ തീം ഓഫ് ദ പോയം. ആ ഒരു പോയത്തിന്റെ തീം എന്താണെന്നുള്ളത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ലാംഗ്വേജ് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുവാണെങ്കിൽ നമ്മൾ പഠിച്ച ഫസ്റ്റ് ചാപ്റ്ററിന്റെയും ഒക്കെ കൂടെ കുറച്ച് എസൻസ് ഓർത്ത് വെച്ചാൽ ഇതിനെക്കുറിച്ച് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, എസ്പെഷ്യലി ക്രിട്ടിക്കൽ അപ്രിസിയേഷൻ പോലുള്ള പോയിന്റ്സ് ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ആണോ? മനസ്സിലാകുന്നുണ്ടോ? ഓക്കെ. സോ ഇനി വരുന്നത് എന്താണ്? ഇനി വരുന്നത് മാഷ് ബോക്സ്. മിസ് പറഞ്ഞു, എന്താ മിസ് പറഞ്ഞത്? ഈ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് മെയിൻലി വുമൻ എംപവർമെൻറ്റ് കാണിക്കുന്ന ഒരു യൂണിറ്റ് തന്നെയാണ്. സോ ദ മാഷ് ബോക്സ് എന്ന് പറയുന്നത് തീപ്പെട്ടി, തീ അല്ലേ? ഇപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് പോലെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു തീപ്പെട്ടി പോലെ ഇറ്റ്സ് എന്തായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്? വുമൻ ഇൻ ദ സൊസൈറ്റി, അല്ലെങ്കിൽ വുമൻ, ദ നേച്ചർ ഓഫ് വുമനെയാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്ന തീപ്പെട്ടിയായിട്ട് സിംബലിസം നടത്തുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ സ്റ്റോറി ബൈ ആശാപൂർണ ദേവിയുടെ ഒരു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ് മാഷ് ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടന്നാലോ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ. വാട്ട് ഈസ് ദ സമ്മറി ഓഫ് ദ സ്റ്റോറി? സമ്മറി എന്ന് പറയുന്നത് മാഷ് ബോക്സ് ഇസ് ദ സ്റ്റോറി കമ്പയറിംഗ് വുമൻ ടു മാഷ് ബോക്സസ്. മാഷ് ബോക്സുമായിട്ട് സ്ത്രീകളെ കമ്പയർ ചെയ്യുന്ന ഒരു സ്റ്റോറിയാണ് ആശാപൂർണ ദേവിയുടെ ദ മാഷ് ബോക്സ് എന്ന് പറയുന്നത്. ക്വയറ്റ് ഓൺ ദി ഔട്ട്സൈഡ് ബട്ട് കേപ്പബിൾ ഓഫ് എക്സ്പ്ലോഡിങ്. ഇത് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് തരട്ടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എവിടെയെങ്കിലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സെൻറ്റൻസ് ആണിത്. എന്താണത്? ക്വയറ്റ് ഓൺ ദി ഔട്ട്സൈഡ്. പുറമേ കണ്ടാൽ ഭയങ്കര ശാന്തമായിട്ട് തോന്നും, പക്ഷേ അതിന് പൊട്ടിത്തെറിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ളൊരു സാധനമാണ്. വേണമെങ്കിൽ എന്താണ്, എന്തിനേയും കത്തിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ആ തീപ്പെട്ടിക്കൂടിൻ്റെ അകത്തിരിക്കുന്ന കുറച്ച് കമ്പുകൾ അല്ലേ, കൊള്ളികൾ എന്ന് പറയുന്നത്. അത് നമുക്ക് പുറമേ കാണുമ്പോൾ എന്ത് റിലാക്സിങ് ആൻഡ് കാം ആയിട്ടുള്ള രീതിയിലാണ്, പക്ഷെ വേണമെങ്കിൽ ഒരു വീട് വരെ കത്തിക്കാൻ പറ്റും അല്ലേ. ആ ഒരു ഹിഡൻ അജണ്ടയും കൂടി അതിനുണ്ട് എന്നുള്ള രീതിയിൽ എന്താണ് കാണിച്ചേക്കുന്ന ഒരു സ്റ്റോറി. ആൻഡ് ഹിയർ ടു കപ്പിളാണുള്ളത്. ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി എന്ന് പറയുന്നത് എ വുമൻ നെയിം നോമിത. ഓക്കെ, നോബിതയാണ്. ആൻഡ് ഷി ഫൈൻഡ്സ്, എന്താണ് സംഭവിക്കുന്നത് ഈ സ്റ്റോറിയിൽ? ഷി ഫൈൻഡ്സ് എ ക്രംബിൾ ലെറ്റർ ഇൻ ഹർ ഹസ്ബൻഡ് അജിത്സ് പോക്കറ്റ്. ഹസ്ബൻഡ് ആയിട്ടുള്ള അജിത്തിന്റെ പോക്കറ്റിൽ നിന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ദിവസം രാവിലെ വാഷ്റൂമിന് ഡ്രസ്സ് കൊടുക്കാൻ പോകുന്ന രീതിയിൽ ഷർട്ട് ഇങ്ങനെ ജസ്റ്റ് ചെക്ക് ചെയ്തപ്പം ചുരുണ്ട് കൂടി കിടക്കുന്ന ഒരു പേപ്പർ കിട്ടുകയാണ്. ആൻഡ് ഷി ഓപ്പൺസ് ഇറ്റ്. അത് ഓപ്പൺ ചെയ്യുമ്പം എന്ത് മനസ്സിലാകുന്നു? നോമിതയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് വന്ന ഒരു ലെറ്ററാണ്. അത് നോമിതയ്ക്ക് കിട്ടിയിട്ടില്ല, പകരം അത് ചുരുട്ടി കൂട്ടി ഹസ്ബൻഡിന്റെ പോക്കറ്റിൽ തന്നെ അത് വെച്ചേക്കുന്ന ഒരു കാഴ്ചയാണ് നോമിത കാണുന്നത്. എന്തായാലും സ്വാഭാവികമായിട്ട് നമുക്ക് സങ്കടം വരും അല്ലേ. സോ നോമിത finds a crumpled letter and the letter is from her poor widowed mother asking for money. പാവം അമ്മ, വിഡോ ആയിട്ടുള്ള ഒരു അമ്മ മണി, കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇൻ ഓർഡർ ടു മീറ്റ് ഹർ നീഡ്സ് കുറച്ച് മണി ചോദിച്ചുകൊണ്ടുള്ള ഒരു ലെറ്റർ ആയിരുന്നു അതെന്ന് പറയുന്നത്. ഫീലിംഗ് അഷെയിംഡ്, നോമിത ഡിസൈഡ്സ് ടു ടെൽ ഹർ മദർ ഷി കാൻ സെൻഡ് മോർ. അത് കാണുമ്പോൾ പെട്ടെന്ന് സങ്കടം വരും, അമ്മയ്ക്ക് ഇതുപോലൊരു ആവശ്യം വന്നിട്ട് എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. രണ്ടാമത്തെ കാര്യം, ഇത് അജയ് ഓൾറെഡി വായിച്ചു കഴിഞ്ഞു ആൻഡ് ദിസ് ഇസ് നോട്ട് ദ ഫസ്റ്റ് ടൈം. ഒന്നോ രണ്ടോ തവണയല്ല അമ്മയ്ക്ക് ഇതുപോലുള്ള ആവശ്യങ്ങൾ വരുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് ഈ ലെറ്റേഴ്സ് എഴുതിക്കൊണ്ടിരിക്കും. അപ്പോൾ സങ്കടവും ദേഷ്യവും ഇത് അജയ് ഇതെല്ലാം കാണുന്നുണ്ട്. ബട്ട്
സ്റ്റിൽ നോട്ട് റെഡി ടു പാസ് ഓൺ ദിസ് ലെറ്റർ എന്നുള്ളൊരു സത്യം എല്ലാം കൂടെ കണ്ട് ഒരു കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥയാകുമ്പം നൊമിതയ്ക്ക് ഭയങ്കര സങ്കടം അങ്ങോട്ട് അടക്കി പിടിച്ച് വെക്കാൻ പറ്റാത്ത ഒരു സങ്കടം അങ്ങോട്ട് വരികയാണ്. ആൻഡ് വെൻ നൊമിത കൺഫ്രണ്ട്സ് അജിത് ഹി ഡിഫെൻസീവ്ലി സജസ്റ്റ് ഹി വാസ് പ്രിവെന്റിംഗ് സീക്രട്ട് ലവ് ലെറ്റേഴ്സ്. അങ്ങനെയാണ്. അപ്പോൾ കാണുമ്പോഴത്തേക്ക് എന്താണ് അവർ തമ്മിൽ ഒരു ചെറിയൊരു ഫണ്ണി രീതിയിലൊരു സംഭവം വരുന്നുണ്ട്. ലെറ്റർ എന്തുകൊണ്ട് മറച്ചു വെച്ചു എന്നൊക്കെ നൊമിത ചോദിക്കുമ്പോഴത്തേക്ക് നിന്റെ അടുത്ത് എനിക്ക് എന്താണ് ലവ് ലെറ്റർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യണം, അങ്ങനത്തെ രീതിയിലുള്ള കുറച്ച് ഫണ്ണി ഇതുണ്ട്. ആൻഡ് വാട്ട് ഡസ് ഇറ്റ് ഷോ? എന്താണ് അത് കാണിക്കുന്നത്? ഇത് അജയുടെ സ്ഥിരം പരിപാടിയാണെന്നാണ് നമുക്ക്, അജയ് അല്ല അജിത്തിന്റെ സ്ഥിരം പരിപാടിയാണെന്ന് നമുക്ക് മനസ്സിലാകും. ആൻഡ് അവർ തമ്മിലുള്ള അമ്മയും മോളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അജിത്ത് തീരെ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ടാണ് അത് ഹൈഡ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെ ഫണ്ണി എക്സ്പ്ലനേഷൻ നൽകി ആ ഒരു ടോപ്പിക് അവിടെ എൻഡ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും നൊമിതയ്ക്ക് അതങ്ങോട്ട് അത്രയ്ക്ക് ദേഷ്യം വന്നിരിക്കുകയാണ്. ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ലോ, 1 2 3 പ്രാവശ്യമെങ്കിലും നമുക്ക് സഹിക്കാം. ഇത് ഫ്രീക്വൻ്റ് ആയിട്ട് ഇങ്ങനെ കാണുമ്പം ഇറ്റ് ഇസ് ജസ്റ്റ് ലൈക്ക് ഇൻസൾട്ടിങ് ഹർ അല്ലേ, നൊമിതേനെ ഇൻസൾട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. അത്രയും ദേഷ്യം വന്ന് നിന്നപ്പോഴത്തേക്ക് ടോപ്പിക്ക് മാറ്റാൻ അജിത്ത് ആവുന്ന പണി പലതും നോക്കുന്നുണ്ടെങ്കിലും എന്താണ്, നൊമിത അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഓക്കെ, നൊമിത ബേൺസ് അറ്റ് ലാസ്റ്റ് ആംഗ്രി നൊമിത ബേൺസ് ഹർ സാരീസ് എഡ്ജ് വിത്ത് എ മാച്ച് ബോക്സ്. അവസാനം അവിടെ നിന്ന് ഒരു തീപ്പെട്ടി കൊള്ളിക്കൊണ്ട് ആ ഒരു സാരി കത്തിക്കുന്ന സീനുണ്ട്. വൈ ഇസ് ദാറ്റ് ഹാപ്പനിങ്? കാരണം ഒരു സ്ത്രീ അല്ലേ നീ, വാട്ട് വിൽ യു ഡു എന്നൊരു ചോദ്യം അങ്ങോട്ട് അജിത്ത് ചോദിക്കും. ആ ഒരു സ്ഥലത്താണ് നൊമിത പൊട്ടിപ്പോകുന്നത്. യു വോണ്ട് ടു സീ വാട്ട് ഐ ആം ഗോയിങ് ടു ഡു, യു വോണ്ട് ടു സീ അല്ലേ, നമ്മൾ ചോദിച്ചുകൊണ്ട് വരികയാണ്, നിനക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണണോ, എനിക്ക് എന്തിനുള്ള കേപ്പബിലിറ്റി ഉണ്ടെന്ന് കാണണോ എന്ന് ചോദിച്ചിട്ട് ദേഷ്യത്തിൽ ആ ഒരു മാച്ച് ബോക്സ് വെച്ച് സാരി കത്തിക്കുകയാണ് ചെയ്യുന്നത്. അജിത്ത് വാണ്ട്സ് അഗൈൻസ്റ്റ് വുമൻസ് ആങ്കർ ബട്ട് നൊമിത ഇസ് ഇന്ററപ്റ്റഡ് ബൈ ഹർ നീസ് റെഡി. പെട്ടെന്ന് എന്താണ് അജിത്ത് ഒന്ന് പേടിച്ച് പോകുന്നുണ്ട്. ഇതെന്താ പെട്ടെന്ന് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. നിന്ന നിപ്പിൽ സാരി കത്തിക്കുന്നു. അങ്ങനെ പല സംഭവങ്ങളും നടക്കുമ്പോഴത്തേക്ക് അജിത്ത് കുറച്ച് ഒന്ന് പേടിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു സീൻ അവിടെ പെട്ടെന്ന് കട്ടാവും. എന്തുകൊണ്ട്? അവരുടെ നീസായിട്ടുള്ള റിനി ആ റൂമിലേക്ക് കടന്നു വരുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് ആ ഒരു ദേഷ്യമൊക്കെ മാറി ആ ഒരു സംഭവമൊക്കെ വളരെ കുറയും. ഓക്കെ, then she leaves, lies about her burnt saree and joins other women in the kitchen. So അവിടത്തേക്ക് റിനി വന്ന് ചോദിക്കുന്നത് എന്താണ്, വാഷ്മാൻ വെയിറ്റ് ചെയ്യാണ്, നീ ഇന്നൊന്നും ഡ്രസ്സ് കൊടുക്കാൻ ഭാവമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഐ ഫോർഗോട്ട്. അത്രയും ഉണ്ടായിരുന്ന നൊമിതയല്ല ദ മൊമെന്റ് ഒരു തേർഡ് പേഴ്സൺ ആ റൂമിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കാം. അപ്പോഴത്തേക്കും ആ ദേഷ്യമൊക്കെ അവിടെ പോയി. കാരണം എന്താണോ ദ റിയൽ സെൽഫിനെ പോർട്രേ ചെയ്യാൻ അവിടെ ഒരു അധികാരം നൊമിതയ്ക്ക് കിട്ടുന്നില്ല. അപ്പോഴത്തേക്ക് ഷീ ടേക്സ് എ മാസ്ക് അല്ലേ, ഒരു മാസ്ക് എടുത്തിട്ട് ലൈഫിൽ തന്നെ അണിയാണ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഷീ ഗോസ് ഡൗൺ. കിച്ചണിൽ എത്തുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിക്കുന്നുണ്ട് വാട്ട് ഹാപ്പൻ ടു യുവർ സാരി, എന്താ കത്തി നിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോഴത്തേക്ക് എന്താണ് പറയുക, ഇവിടെ പറയുന്നത് ചേച്ചി പറയുന്നത് പോലെ ഞാൻ കേൾക്കാത്തത് കൊണ്ടാണ്, കിച്ചണിൽ നിന്നപ്പം അതിൽ നിന്ന് കത്തിപ്പോയതാണ്, സോ സിലി മീ ഫൂളിഷ് മീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ സച്ച് എ ഫൂൾ ആയാന്നുള്ളൊരു രീതിയിൽ ആ ഒരു ടോപ്പിക് അവിടെ മാറ്റുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. കേൾക്കാൻ പറ്റുന്നില്ലേ ഭുവൻ പറയുന്നത്? എന്താ ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അല്ലെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, സോ the story sadly ends with Asha Pona Devi noting how women often hide their pain. പല സാഹചര്യങ്ങളിലും കാണിക്കേണ്ട ആ ഒരു ഫീലിങ്സ് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ ഹൈഡ് ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥ, അതൊരു വല്ലാത്ത അവസ്ഥയാണ് അല്ലേ. സോ ഷീ ഈസ് പോയിന്റിങ് ഔട്ട് ദാറ്റ് പെർട്ടിക്കുലർ ഫാക്ട്. ഓക്കെ, എങ്ങനെയാണ് അവരുടെ ആ ഒരു വിഷമങ്ങൾ അവർ ഹൈഡ് ചെയ്യുന്നത്? പ്രസന്റിങ് എ ഹാപ്പി ഫ്രണ്ട് ഈവൻ വെൻ മിസ്ട്രീറ്റഡ്. ബാക്കിയുള്ളവരെ ചവിട്ടി അരച്ചു നിർത്തുന്ന ഒരു അവസ്ഥയാണെങ്കിലും അല്ലെങ്കിൽ ഈക്വൽ ഒരു സ്റ്റേറ്റസ് അല്ലെങ്കിൽ ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിലും others always expect us to smile and treat everyone equal. So ആ ഒരു കോൺസെപ്റ്റിൽ എത്ര വിഷമമുണ്ടെങ്കിലും അത് മുന്നിൽ കാണിക്കാതെ സന്തോഷത്തോടെ എല്ലാവരെയും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്ത് നിൽക്കാനാണ് everyone expect from a woman. ആ ഒരു സാഡ് റിയാലിറ്റിയാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഈ ഒരു സ്റ്റോറി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത സ്റ്റോറിയിലേക്ക് പോയാലോ? ഭുവൻ പറയുന്നുണ്ട് മൈ നെറ്റ്വർക്ക് ഇഷ്യൂ. ഓക്കെ, അത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പോസിബിൾ ആയിട്ടുള്ള രീതി നോക്കിയിട്ട് നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെ സൗണ്ട് ഓക്കെ അല്ലേ? എൻ്റെ സൗണ്ട് ബാക്കിയുള്ളവർക്കും കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റോറി എന്ന് പറയുന്നത് ഒരു ലൈഫ് ഫിലോസഫി പോലെ ചെറിയൊരു ലൈഫ് ഫിലോസഫി കാണിക്കുന്ന സ്റ്റോറിയാണ്. വിച്ച് ഇസ് റിട്ടൺ ബൈ സുധാമൂർത്തി. ഹൊറഗല്ലു എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് പോയാലോ? ഓക്കെ,
റെഡി ആണല്ലോ അല്ലേ? ഇത്രയും പഠിച്ചിട്ടുള്ള ഈ 3 ചാപ്റ്റേഴ്സ് സെറ്റ് ആണെന്ന് മിസ് വിശ്വസിക്കുന്നു. സോ മൂവിങ് ഓൺ ടു അവർ നെക്സ്റ്റ് ചാപ്റ്റർ വിച്ച് ഇസ് ദ സ്റ്റോറി ഹൊറഗല്ലു നെയിംഡ് ഹൊറഗല്ലു ബൈ സുധാമൂർത്തി. സോ ഹൊറഗല്ലു ഇസ് എ ടച്ചിങ് സ്റ്റോറി ബൈ സുധാമൂർത്തി അബൌട്ട് ദ പവർ ഓഫ് ലിസണിങ് ആൻഡ് ഹെൽപ്പിംഗ് അതേഴ്സ്. ബാക്കിയുള്ളവരെ ലിസൺ ചെയ്യുന്നതിലൂടെ അവരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് പലപ്പോഴും ഈ ഒരു തീമിനെ ബേസ് ചെയ്തിട്ട്. കാരണം ജഡ്ജ്മെന്റൽ ആവാതെ പലവർക്കും വേണ്ടത് ഒരു ഗുഡ് ലിസണറാണ് അറ്റ് ഹാർഡ് ടൈംസ്. ആ ഒരു ഹാർഡ് ടൈംസിൽ നല്ല ലിസണറായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു ഗുഡ് ഡീഡിനെയാണ് ഈ ഒരു സ്റ്റോറിയിൽ നമ്മൾ പ്രൈസ് ചെയ്ത് കാണുന്നത്. ഓക്കെ, സോ ഇൻ എ വില്ലേജ്, ഹൊറഗല്ലു എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ ചുമടുതാങ്ങി എന്നൊക്കെ പറയും. പല ഈ പണ്ടത്തെ ജംഗ്ഷനിലും ഒക്കെ, നമ്മൾ ഇപ്പോഴത്തെ സിറ്റീസിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല, പക്ഷെ പല ജംഗ്ഷനിലും ഇങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് അന്ന് ഈ വെഹിക്കിൾസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ചുമടൊക്കെ താങ്ങിയിട്ട് വരുന്നവർക്ക് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു റേസ്ഡ് പ്ലാറ്റ്ഫോം ഉണ്ടാവും വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് സ്റ്റോൺ. ആ സ്റ്റോണിലാണ് നമ്മൾ ഭാരം ഇറക്കി വെച്ചിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കുക. അതിനെയാണ് ഹൊറഗല്ലു എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ ഹൊറഗല്ലു എന്ന് പറയുന്നതിനെ കമ്പയർ ചെയ്യാണ്. ഓക്കെ, ബാക്കിയുള്ളവരുടെ ഭാരങ്ങളെ മാറ്റി നിർത്തി കുറച്ച് റെസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് ആശ്വാസം പങ്കുവെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സിനെയാണ് ഇവിടെ ഹൊറഗല്ലു എന്ന് പറഞ്ഞിട്ട് കമ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്കത് ആരൊക്കെ ക്യാരക്ടേഴ്സ് എന്ന് അറിയോ? ക്യാരക്ടേഴ്സ് ആരാന്ന് അറിയുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തേ. കറക്റ്റായിട്ട് കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ ഒരു ചെറിയ സമ്മാനം തരുന്നുണ്ട്. ആരൊക്കെയാണ് ഹൊറഗല്ലു ആയിട്ട് കമ്പയർ ചെയ്യുന്ന സുധാമൂർത്തിയിലെ ഹൊറഗല്ലു എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ ഹൊറഗല്ലു ആയിട്ട് കമ്പയർ ചെയ്യുന്ന മെയിൻ 2 ക്യാരക്ടേഴ്സ് ആരാണെന്നൊന്ന് മിസ്സിന് കമൻറ്റ് ചെയ്യാവോ? കമൻറ്റ് ചെയ്താൽ ഒരു ചെറിയ സമ്മാനം വെയിറ്റിംഗ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നോക്കാം ആരൊക്കെയാണ് കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, എന്തായാലും കമൻറ്റ് ചെയ്തിട്ടേക്കോ, നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ആൻഡ് ഹൊറഗല്ലു it's a touching story by Sudhamurti about the power of listening. Highlight ചെയ്യട്ടെ, about the power of listening and helping others. ബാക്കിയുള്ളവർ പറയുന്ന വിഷമങ്ങളെ, പ്രയാസങ്ങളെ ലിസൺ ചെയ്യുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യുന്ന ആ ഒരു പവറിനെയാണ് ഹൊറഗല്ലു എന്ന് പറഞ്ഞ സ്റ്റോറിയിൽ മെയിനായിട്ട് കാണിക്കുന്നത്. In a village there was a big tree with a stone bench called Horogallu under it. So ഒരു വില്ലേജിലാണ് ഈ സ്റ്റോറി നടക്കുന്നത്. നമ്മുടെ നറേറ്ററിന്റെ വില്ലേജിലാണ്, where her grandfather also lived. ആ ഒരു സ്ഥലത്ത് ഒരു വലിയ എന്തുണ്ടായിരുന്നു, ഒരു ബിഗ് ട്രീ ഉണ്ടായിരുന്നു. ആ ട്രീയുടെ തൊട്ട് താഴെയായിട്ടാണ്, വലിയ മരത്തിന്റെ താഴെയാണല്ലോ മിക്കവാറും ഷെയ്ഡ് വെച്ചിട്ട് ഹൊറഗല്ലു പ്ലേസ് ചെയ്യുന്നത്. ആ ഒരു സ്ഥലത്ത് എന്താണ് ഹൊറഗല്ലു പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് പീപ്പിൾ വുഡ് സിറ്റ് there and share their troubles with a kind hearted grandfather known as മാസ്റ്റർ ജി. നമ്മുടെ നറേറ്ററിന്റെ ഗ്രാൻഡ്ഫാദറിനെ എല്ലാവരും മാസ്റ്റർ ജി എന്നായിരുന്നു വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പം അവിടെ ഇരുന്നിട്ടാണ് മാസ്റ്റർ ജി എപ്പോഴും ആ ഒരു ഹൊറഗല്ലുവിൽ ഉണ്ടാവും. സോ ദിസ് പാസഞ്ചേഴ്സ് അവർ ഈ അവരുടെ ഈ ഒരു ഭാരങ്ങൾക്ക് താഴ്ത്തി വെച്ചിട്ട് റെസ്റ്റ് എടുക്കുമ്പോൾ മാസ്റ്റർ ജിയുടെ അടുത്ത് പലതരത്തിലുള്ള സ്റ്റോറീസും പറയും കേട്ടോ. Sudhamurti was discriminated by other people on basis of color എന്ന് നകുൽ പറയുന്നുണ്ട്. Substantiate this particular sentence, നകുൽ. Okay, so ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യൂ. From where did you get this point? ഈ ഒരു പോയിന്റ് എവിടെ നിന്നാണ് നകുലെ കിട്ടിയത്? And do you know who is this Sudhamurti? അതും കൂടെ ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഹായ് മാം, സുഖമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരാൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, നൈസ് വന്നിട്ടേ ഉള്ളൂ. ഹൊറഗല്ലുവിൻ്റെ മീനിങ് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ സുഖമാണോ അല്ലയോ എന്നും കൂടെ പറയാം. ഓക്കെ, സോ people would sit there and share their troubles. അപ്പം മാസ്റ്റർ ജി ആയിട്ടുള്ള ഗ്രാൻഡ് ആയിട്ടുള്ള മാസ്റ്റർ ജിയുടെ അടുത്താണ് ആൾക്കാർ ഇതുപോലുള്ള പ്രോബ്ലംസ് ഒക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. The grandfather believed that everyone carries burden in life and talking about them with others can make them feel better. അപ്പോൾ ഗ്രാൻഡ് ഫാദർ എന്താണ് വിചാരിച്ചിരുന്നത്? ബാക്കിയുള്ളവരായിട്ട് സംസാരിക്കുമ്പം അവരുടെ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യുമ്പം നമ്മൾ അവർക്കൊരു ആശ്വാസം നൽകുന്നുണ്ടെന്നാണ്, ഒരു ഹെൽപ്പിംഗ് ഹാൻഡ്, ഒരു ഹെൽപ്പിംഗ് ഷോൾഡർ ആയിട്ട് നമുക്ക് നിൽക്കാൻ സാധിക്കും എന്നാണ് ആര് പറയുന്നത്? ഗ്രാൻഡ് ഫാദർ വിശ്വസിച്ചിരുന്നത്. As the narrator grew up, she met a colleague named Retna who was like her grandfather. അപ്പോൾ ഈ ഒരു ബേസിക് ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഗ്രാൻഡ് ഫാദറിൻ്റെ ആ ഒരു ഗുഡ് ഡീഡ് നമ്മുടെ നറേറ്റർ സുധാമൂർത്തി കണ്ടിട്ടുണ്ട്. ബട്ട് വെൻ ഷീ ഗ്രോസ് അപ്പ്, ഇങ്ങനെ ജീവിച്ചിങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു കൊളീഗിനെ, വർക്കിംഗ് പ്ലേസിൽ ഒരു കൊളീഗിനെ കിട്ടുകയാണ്. ആൻഡ് ഷീ ഡസ് എക്സാക്ട്ലി ദ സെയിം. ഗ്രാൻഡ് ഫാദർ എന്താണോ ചെയ്തിരുന്നത് അത് തന്നെ ഈ രത്ന എന്ന് പറഞ്ഞിട്ടുള്ള കൊളീഗും ചെയ്യുന്ന ഒരു അവസ്ഥ നറേറ്റർ കാണുകയാണ്. ആൻഡ് വാട്ട് വാസ് ഷീ ഡൂയിങ്?
During lunch breaks, Ratna listened to her colleagues' problems, offering comfort without trying to solve everything. ഒരു ലഞ്ച് ബ്രേക്കിൻ്റെ സമയത്ത് ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രത്ന ഇവരുടെ സ്റ്റോറീസ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കും. മെയിൻലി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ ഇങ്ങനെ ലിസൺ ചെയ്തുകൊണ്ടിരിക്കും. ആൻഡ് നറേറ്റർ ഓൾസോ എന്താണ് ഒരു കാര്യം കൂടെ നോട്ടീസ് ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? ഇതിനൊരു മറുപടി ആര് കൊടുക്കുന്നില്ല? രത്ന കൊടുക്കുന്നില്ല. അല്ലെങ്കിൽ വളരെ ജഡ്ജ്മെൻ്റലായിട്ട് നീ ചെയ്തത് തെറ്റ്, നീ ചെയ്തത് ശരി, ആ ഒരു രീതിയിലുമല്ല. ഷീ ഈസ് സൈലൻറ്റ്. ഈ ഒരു സ്റ്റോറി കേൾക്കുന്ന അത്രയും സമയം ഭയങ്കര സൈലന്റ് ആയിരിക്കും രത്ന ചെയ്യുന്നത് കേട്ടോ. മിസ്സേ ചായ കുടിച്ചോ? ചായ എങ്ങനെയാ കുടിക്കുക? എക്സാം ആയില്ലേ? എക്സാം സമയത്ത് ചായയും കുടിച്ചിരുന്ന നമ്മൾ എങ്ങനെയാ പഠിക്കുക? ഓക്കെ. So she also does the same thing like the Master Ji did, and Ratna explained that she couldn't solve others' problems but could be a good listener. ഇത് നറേറ്റർ ചോദിക്കുമ്പോൾ രത്ന വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, എനിക്ക് എല്ലാവരുടെയും പ്രോബ്ലംസ് സോൾവ് ചെയ്യാന്നുള്ളത് ഇറ്റ്സ് നോട്ട് എ പോസിബിൾ തിങ്, ബട്ട് ദ തിങ് ഇസ് ദാറ്റ് ഐ ക്യാൻ ബി എ ഗുഡ് ലിസണർ. എനിക്കൊരു നല്ല ലിസണർ ആവാൻ സാധിക്കും. പല പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനാണ് ഒരു ഗുഡ് ലിസണറിനെ കിട്ടുക എന്നുള്ളത്. അതില്ലാത്തപ്പോഴാണ് പല പ്രശ്നങ്ങളും അങ്ങ് വലുതായി അങ്ങേ അറ്റത്തോട്ട് എത്തുന്നത്. സോ ഒരു ഗുഡ് ലിസണറിനെ കിട്ടിയ എന്താണ്, പല പ്രോബ്ലംസും നമ്മളെ ആരൊക്കെയോ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മുടെ പ്രോബ്ലംസ് ശ്രദ്ധിക്കാൻ ആൾക്കാരുണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ആശ്വാസമാണ് അല്ലേ. സോ ദെൻ എവിടെയാ നിർത്തിയത്? പറയൂ. Okay, she believed people needed to face their challenges themselves. ഈ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ നിൽക്കില്ല. നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മളായിട്ട് തന്നെ അത് ഡീൽ ചെയ്യണം. അതിനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു ചലഞ്ച് ഏറ്റെടുക്കാനുള്ള ആ ഒരു പവറും കൂടെ നമുക്ക് ഉണ്ടാവണം. പക്ഷേ ഒരു ഗുഡ് ലിസണർ ആയിരിക്കുക എന്നുള്ളത് വേറെ തന്നെ ഒരു ആശ്വാസമാണെന്നാണ് പറയുന്നത്. ബൈ ലിസണിങ് വിത്ത് സിമ്പത്തി ആൻഡ് അവോയ്ഡിങ് ഗോസിപ്പ്, രത്ന ഗേവ് കംഫർട്ട് ടു ഹർ കൊളീഗ്സ്. അങ്ങനെ സിമ്പത്തിയോടെ പറയാനുള്ളത് ഒട്ടും ജഡ്ജ്മെന്റൽ അല്ലാത്ത രീതിയിൽ ഇങ്ങനെ പറയാനുള്ള എല്ലാം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോൾ ആ പറയുന്ന ഒരാശ്വാസം, കേൾക്കുന്ന ഒരു ഗുഡ് ലിസണർ എന്നുള്ള രീതിയിൽ നമുക്കും ഒരാശ്വാസം. ആൻഡ് നറേറ്റർ ചോദിക്കുന്നുണ്ട്, ആർ യു ഷുവർ? ഒരാളെ കുറിച്ച് അയാൾ പറയുന്ന സ്റ്റോറീസ് വേറെ ആരുമായിട്ടും ഷെയർ ചെയ്യില്ല എന്ന് നിനക്ക് ഉറപ്പുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രത്ന സേസ് ദാറ്റ് ഐ വോണ്ട് ഡു ഇറ്റ്. ഞാനത് ഒരിക്കലും ചെയ്യില്ല എന്ന് രത്ന പറയുന്നത് നിങ്ങൾ വായിച്ച ഓർമ്മയുണ്ടോ? ടെക്സ്റ്റിൽ അങ്ങനെ പറയുന്നത് ഓർമ്മയുണ്ടോ? സോ അതാണ് പറയുന്നത്, ബൈ അവോയ്ഡിങ് ഗോസിപ്പ് വി ക്യാൻ ബി എ ഗുഡ് ലിസണർ എന്നാണ് പറയുന്നത്. രത്ന ഗേവ് കംഫർട്ട് ടു ഹർ കൊളീഗ്സ്. സോ അവിടെ കേട്ടത് ഇവിടെയും അവിടെയും ചെന്ന് പറയാതെ പറയുന്നത് അതേപോലെ അക്സെപ്റ്റ് ചെയ്ത് അവളുടെ അകത്ത് തന്നെ ഇരിക്കുന്നതിലൂടെ ഷീ ഈസ് ബിക്കമിങ് എ ഗുഡ് കൊലീഗ് ഹു ഈസ് ഓൾസോ എ ഗുഡ് ലിസണർ ടു അതേഴ്സ് എന്നാണ് പറയുന്നത്. ബോത്ത് ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ഡിഡ് കൈൻഡ് തിങ്സ് വിത്തൗട്ട് എക്സ്പെക്ടിങ് പ്രൈസസ്. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അല്ലെങ്കിൽ എനിക്ക് ഇത്രയും സങ്കടമായപ്പോൾ നീ എന്നെ കേട്ട് നിന്നല്ലോ എന്നുള്ള ഒരു രീതി അല്ലെങ്കിൽ ആ ഒരു ആൻസർ കേൾക്കാനല്ല മാസ്റ്റർ ജി ആണെങ്കിലും രത്ന ആണെങ്കിലും അവിടെ ശ്രമിച്ചിരുന്നത്. അങ്ങനത്തെയുള്ള പ്രൈസസ് അവർക്കൊട്ട് കേൾക്കുകയും വേണ്ട. Both the grandfather and Ratna did കൈൻഡ് തിങ്സ്. അതെന്ന് പറയുന്നത് വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു ആക്ഷൻ ആണ് അല്ലേ. വേറെ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല ഇത്രയും നല്ലൊരു ആക്ഷൻ കാണിക്കുന്നത്. ഫൈൻഡിങ് ജോയ് ഇൻ ബീയിങ് ഗുഡ് ലിസണേഴ്സ്. നല്ലൊരു ലിസണർ ആയിരിക്കുക എന്നുള്ളത് ഒരു നല്ല ഫ്രണ്ടിൻ്റെയും കൂടെ ലക്ഷണമാണെന്നാണ് പറയുന്നത്. ആൻഡ് ദ സ്റ്റോറി ടീച്ചേഴ്സ് us the importance of having positive listeners in our life. നമ്മുടെ ലൈഫിലും ഏതൊരു മനുഷ്യൻ്റെ ലൈഫിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്ത്, ഗുഡ് ലിസണേഴ്സ് ഉണ്ടാകുക, ഹു ഈസ് ഓൾസോ എ ഗുഡ് ഫ്രണ്ട് എന്നുള്ളത്. കാരണം ഒരു ഗുഡ് ലിസണറിന് മാത്രമേ ഒരു നല്ല ഫ്രണ്ട് ആവാനും പറ്റുള്ളൂ. എന്താണ്, വിത്തൗട്ട് ബീങ് ജഡ്ജ്മെന്റൽ. ഓക്കെ, ജഡ്ജ്മെന്റൽ ആവാതെ ഇതിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും എന്നുള്ള ആ ഒരു അസംഷനോടെ നമ്മൾ ചെന്ന് കേൾക്കാതെ, ജഡ്ജ്മെന്റൽ ആവാതെ, അത് വേറെ എവിടെയും ചെന്ന് പറഞ്ഞ് ഗോസിപ്പിംഗ് ആക്കാതെ കേൾക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതവർക്കൊരു ആശ്വാസം നൽകുന്നുണ്ടെങ്കിൽ അവിടെയാണ് ഒരു ഗുഡ് ഫ്രണ്ട് ഹൂസ് ഓൾസോ ഗുഡ് ലിസണർ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. ഓക്കെ ആണോ? സൗണ്ടിന് കുറച്ച് പ്രശ്നം വരുന്നുണ്ട്, പക്ഷേ നിങ്ങൾക്ക് മെസ്സേജസ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ചാപ്റ്റർ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ, അപ്ഡേറ്റ് ചെയ്യൂ, എന്നാലല്ലേ എനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ. So like the Horagalu who can make our troubles feel lighter. എങ്ങനെയാണോ ഈ ചുമടൊക്കെ താങ്ങിക്കൊണ്ട് നടന്നു വരുന്ന ആൾക്കാർ ഈ ചുമട് ഇറക്കി വെച്ചിട്ട് കുറച്ച് റിലാക്സ്ഡ് ആകുന്നത്, അതേപോലെയാണ് നമ്മുടെ മനസ്സിലുള്ള പ്രശ്നങ്ങളെല്ലാം ഇറക്കി വെച്ചിട്ട് ഒന്ന് റിലാക്സ്ഡ് ആവാൻ ഈ ആൾക്കാരും മാസ്റ്റർ ജി ആണെങ്കിലും രത്ന ആണെങ്കിലും അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്. സോ ദ നറേറ്റർ ഹോപ്സ് മോർ പീപ്പിൾ ബിക്കം ഹ്യൂമൻ ഹൊറഗലൂസ്. അതുകൊണ്ട് നറേറ്റർ എന്താണ് പറയുന്നത്, നമ്മളും
ടീച്ചറാണെങ്കിലും നിങ്ങൾ കുട്ടികളാണെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ ലൈഫിൽ ഹ്യൂമൻ ഹൊറഗല്ലൂസായി മാറണം എന്നാണ് പറയുന്നത്. എന്താണ്? മനുഷ്യരായിട്ടുള്ള ചുമടുതാങ്ങികളായി മാറണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ കെയറിങ് ഇൻഡിവിജ്വൽസ് ഹു ഗീവ് അതേഴ്സ് എ ചാൻസ് ടു ഷെയർ ദെയർ വറീസ്. ബാക്കിയുള്ളവരുടെ വറീസ് ഷെയർ ചെയ്യുന്നതിലൂടെ അവരെ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു മെസ്സേജ് കാണിക്കാൻ വേണ്ടിയിട്ട് വി ഓൾസോ നീഡ് ടു ആക്ട് ലൈക്ക് ഇൻ ദ ഹ്യൂമൻ ഹൊറഗല്ലൂസ് അറ്റ് ടൈംസ് ഇൻ അവർ ലൈഫ് എന്നുള്ളൊരു മെസ്സേജാണ് ബേസിക്കലി ഈ ഒരു ചാപ്റ്ററിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? സോ ഇനി നമ്മൾ ഇത്രയും നേരം വളരെ ഇങ്ങനെ പോയി കംപ്ലീറ്റ് ആയിട്ട് വിമൻ എംപവർമെൻറ്റ് അല്ലെങ്കിൽ ലൈഫ് റിലേറ്റഡ് ടു സ്റ്റോറീസ് ഓർ ലൈഫ് ഫിലോസഫി ഒക്കെ പോയി. ഇനി നമ്മൾ നേരെ അമേരിക്കൻ പോയറ്റ് ആയിട്ടുള്ള റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മെൽറ്റിംഗ് വാൾ എന്ന് പറഞ്ഞിട്ടുള്ള പോയത്തിലേക്കാണ് പോകുന്നത്. ഓക്കെ, സെറ്റ് ആണല്ലോ അല്ലേ? ഓക്കെ, സോ സമ്മറി ഓഫ് ദ പോയം മെൽറ്റിംഗ് വാൾ ബൈ റോബർട്ട് ഫ്രോസ്റ്റ് എന്ന് പറയുന്നത്, റോബർട്ട് ഫ്രോസ്റ്റ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരു പോയത്തെക്കുറിച്ച് എഴുതുമ്പം ബേസിക്കലി 1-2 ലൈൻസ് നമുക്ക് എഴുതാൻ പറ്റണം. എന്തിനെക്കുറിച്ച്? പോയറ്റിനെ കുറിച്ചും കൂടി എഴുതാൻ പറ്റണം. എസ്പെഷ്യലി ഒരു പോയം അതിൻ്റെ ഒരു അപ്രിസിയേഷൻ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ദിസ് ഈസ് എ പോയം റിട്ടൺ ബൈ റോബർട്ട് ഫ്രോസ്റ്റ്. റോബർട്ട് ഫ്രോസ്റ്റ് വാസ് എൻ അമേരിക്കൻ പോയറ്റ് ഹു യൂസ് സിമ്പിൾ ലാംഗ്വേജസ്. അദ്ദേഹത്തിൻ്റെ പോയംസ് വായിക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും വളരെ സിമ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺ മാൻ്റെ പ്രോബ്ലംസ് ആണ് യൂഷ്വലി അദ്ദേഹത്തിൻ്റെ പോയത്തിൽ കൂടെ കാണിച്ചിട്ടുള്ളത്. സോ ബൈ പോർട്രേയിങ് ദ റിയൽ ലൈഫ് സ്റ്റോറീസ് ഓർ ദ ട്രബിൾസ് ഫേസ്ഡ് ബൈ കോമൺ പീപ്പിൾ it creates a kind of relation to the readers നമുക്ക് പറയാൻ പറ്റും, which is depicted in simple common language. സിമ്പിൾ ആയിട്ടുള്ള കോമൺ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് അദ്ദേഹത്തിൻ്റെ ഇത്രയും വെൽ നോൺ ആയിട്ടുള്ള പോയിംസ് എല്ലാം എഴുതിയിരിക്കുന്നത്. സോ ദീസ് ആർ ദ ഫീച്ചേഴ്സ് പെക്യൂലിയർ ടു റോബർട്ട് ഫ്രോസ്റ്റ് പോയംസ്. അത് നമുക്കൊന്ന് പോയിന്റ് ഔട്ട് ചെയ്ത ഈ ഒരു ചാപ്റ്ററോ അല്ലെങ്കിൽ റോബർട്ട് ഫ്രോസ്റ്റിനെ ബന്ധപ്പെട്ട് എഴുതാൻ പറ്റുകയാണെങ്കിൽ ഇതൊക്കെ അഡീഷണൽ പോയിന്റ്സ് ആയിട്ട് കളിക്കുന്നതാണ് കേട്ടോ. സോ മെൽറ്റിംഗ് വാൾ എന്ന് പറയുന്ന ഈ പോയം is by Robert Frost. It's a poem that explores the theme of boundaries. എന്താണ് ഇത് കാണിക്കുന്നത്? ഈ ഒരു പോയം കാണിക്കുന്നത് it explores the theme of boundaries and the idea of whether they are necessary or not. പലയിടത്ത് നമുക്ക് ബൗണ്ടറീസ് ഉണ്ടാവും അല്ലേ? ഒരു വേർതിരിവ് അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നിച്ച് നിൽക്കേണ്ടതിനെ രണ്ടാക്കി മാറ്റുന്ന ഒരു ബൗണ്ടറി. കൾച്ചറൽ ബൗണ്ടറീസ് ഉണ്ടാകാം, റിലീജിയസ് ബൗണ്ടറീസ് ഉണ്ടാകാം, പൊളിറ്റിക്കൽ ബൗണ്ടറീസ് ഉണ്ടാകാം, സോഷ്യൽ ബൗണ്ടറീസ് ഉണ്ടാകാം. അങ്ങനെ ഏത് ആസ്പെക്റ്റ് നോക്കിയാലും ബൗണ്ടറീസ് എന്നുള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു സാധനമാണ്. സോ ഹി ഈസ് ഗിവിങ് us ഐഡിയാസ് അബൌട്ട് ദിസ് ബൗണ്ടറീസ് ആൻഡ് ഓൾസോ ഗിവിങ് us എ ക്വസ്റ്റ്യൻ വെദർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ലൈഫിൽ ഇത്രമാത്രം ബൗണ്ടറീസ് ഫോളോ ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ് തരുന്നത്. ഓക്കെ, the poem is a conversation between two neighbors who meet each year to repair the stone wall that separates their property. So രണ്ട് ക്യാരക്ടേഴ്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റും മറ്റേത് ഹിസ് നെയ്ബർ. ഇവർ രണ്ട് പേരും ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോൾ, ഒരു വർഷത്തിൽ ഒരു പെർട്ടിക്കുലർ ടൈം ആകുമ്പോഴത്തേക്ക് ഇവരുടെ വാൾ, അതായത് മെൽറ്റിംഗ് വാൾ എന്ന് പറഞ്ഞാൽ അവരുടെ രണ്ട് പ്രോപ്പർട്ടീസിനെ മാറ്റുന്ന രീതിയിലുള്ള ഒരു മതിൽ പണിതിട്ടുണ്ട്. അത് ഒരു സമയമാകുമ്പോൾ അത് തകർന്നു പോകും. അത് നേരെയാക്കുമ്പോൾ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, അങ്ങനെ അവരുടെ ഒരു ദിവസം അവർ സ്പെൻഡ് ചെയ്യുന്നു. ഈ ഇങ്ങനെ മീറ്റ് ചെയ്യുമ്പം അവർ പറയുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ വാട്ട് ഈസ് ദി നീഡ് ഓഫ് സച്ച് എ ബൗണ്ടറി എന്നുള്ള ഒരു ഐഡിയ റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മനസ്സിൽ വരുന്നതും അതൊക്കെയാണ് ഈ ഒരു പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, and one neighbor is traditional and insists good fences make good neighbors. So നമ്മുടെ റോബർട്ട് ഫ്രോസ്റ്റ് ചോദിക്കുന്നുണ്ട്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഇതുപോലൊരു മതിൽ നമ്മുടെ ഇടയിൽ എന്തിനാ? കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പ്രശ്നത്തിനും വരുന്നില്ല. ദെൻ വൈ സച്ച് എ വാൾ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പം നമ്മുടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള നെയ്ബർ പറയുന്നത് എന്താണ്? ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നമ്മുടെ നല്ല നെയ്ബേഴ്സ് ആവാൻ നമ്മുടെ ഇടയിൽ നല്ല മതിലുകളും വേണം എന്നാണ് പറയുന്നത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇടപെടാതെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ലൈഫിൽ മുന്നോട്ട് പോകാതെ സ്വന്തം വഴി നോക്കി ജീവിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ചെയ്യുന്നതിലൂടെ മാത്രമേ നല്ല നെയ്ബേഴ്സ് ആവുള്ളൂ. ദാറ്റ്സ് വാട്ട് യു മെൻ ബൈ ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. ചിലപ്പം ഇങ്ങനെ ഒരു സാധനം ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഹൂ സെഡ് ദിസ് വേർഡ്സ് ടു ഹോം എന്നുള്ള രീതിയിൽ ജസ്റ്റ് 2 മാർക്സിന് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ദ ലൈൻസ് ഓർ വാട്ട് ഈസ് ദ തീം പോർട്രേഡ്, അല്ലെങ്കിൽ തീം എന്നല്ല, എന്ത് മെസ്സേജാണ് കൺവേ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ വേണമെങ്കിലും ജസ്റ്റ് 2 മാർക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ഇത് വരാൻ പറ്റുന്നതാണ്. കാരണം ഇത് പോയത്തിൽ പറയുന്ന സെൻറ്റൻസ് ആണ് അല്ലേ? ഓക്കെ,
So, while the other questions the need for a wall, wondering if it really essential to keep them apart. ഒരാൾ മതിൽ ആവശ്യമാണെന്ന് പറഞ്ഞ് അത് പൊട്ടിക്കിടക്കുന്ന സ്ഥലത്തെല്ലാം അത് നേരെ ഫിക്സ് ചെയ്യുമ്പോൾ മറ്റേ ആൾ ഇതെന്തിൻ്റെ ആവശ്യം ഇതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടൊന്നുള്ള രീതിയിൽ അതിനെ ശരിയാക്കുന്ന റിപ്പയർ ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓക്കെ, ഇവിടെ സ്റ്റാൻസ 1, സ്റ്റാൻസ 2, സ്റ്റാൻസ 3 മുതൽ സ്റ്റാൻസ 8 വരെയുള്ളതിൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് തിങ്സ് എന്തൊക്കെയാണ് ഹാപ്പൻ ചെയ്യുന്നതെന്ന് മിസ് വളരെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ, സ്റ്റാൻസ 1 എന്താണ് പറയുന്നത്? There is something that dislikes walls, causing them to fall apart. The ground shifts, creating gaps in the wall. എന്തോ ഒരു സംഭവം ഉണ്ട്. ചില സമയം ആകുമ്പോഴത്തേക്ക് ഈ വോൾ എന്താണ് നശിച്ചു പോവാണ്, അല്ലെങ്കിൽ പലയിടത്തും പൊട്ടി വീഴാ, താഴെ നിലം പതിക്കുക, അങ്ങനെ പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. And stanza 2, hunters damage the wall and the speakers fix it. The gap made by hunters are unseen. So ഇതുപോലെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ വരുന്ന ഒരു സംഭവം ആകുമ്പോഴത്തേക്ക് ഹണ്ടേഴ്സിനാണ് ഇവർ എന്താ ചെയ്തിരിക്കുക, ഇവരായിരിക്കും എന്നുള്ള ഒരു അസംഷനിൽ ഇവർ രണ്ടുപേരും ആ ഒരു മതിൽ ശരിയാക്കാനായിട്ട്, ആരൊക്കെ, നെയ്ബറും റോബർട്ട് ഫ്രോസ്റ്റും ഈ മതിൽ ശരിയാക്കാനായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. ദേ ആർ റിപ്പയറിംഗ് ദിസ് പെർട്ടിക്കുലർ wall. Then during spring season, the speaker and the neighbor meet to repair the wall. They walk along the boundary and rebuild the wall. അപ്പോൾ ആ ഒരു ദിവസമാണ് ഇവർ രണ്ടുപേരും പരസ്പരം സംസാരിച്ച്, ഇപ്പോൾ ഇതൊരു വോൾ ആണെങ്കിൽ ഇതിലെ റോബർട്ട് ഫ്രോസ്റ്റും ഇതിലെ നമ്മുടെ നെയ്ബറും ഇങ്ങനെ നടന്ന് ഓരോ കല്ലായിട്ട് ഇങ്ങനെ പെറുക്കി 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 വെക്കുമ്പോഴത്തേക്ക് ഇവരുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, then as they walk, each person takes care of fallen stones on their side. Some stones are like loaves or bowls and they used to spell to balance them. So ഒരാൾ ഇന്ന സൈഡിലുള്ളത് റോബർട്ട് ഫ്രോസ്റ്റ് ഇങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് വെക്കും, ഇവിടെ ഉള്ളത് നെയ്ബർ ഇങ്ങനെ എല്ലാം എടുത്ത് വെച്ച് അവരിങ്ങനെ റിപ്പയർ ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നു. The speaker questions the need for the wall, arguing that there are different types of land make it unnecessary. ഇങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ റോബർട്ട് ഫ്രോസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തിൻ്റെ ആവശ്യമാണ് ഇഷ്ടം, എന്തിനാ നമ്മളിതിങ്ങനെ പണിത് പോകുന്നത്, ഞാൻ നിന്റെ കാര്യത്തിലോ നീ എൻ്റെ കാര്യത്തിലോ ഇടപെടാൻ വരുന്നില്ല, നമ്മുടെ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ദെൻ വാട്ട് ഇസ് ദ നീഡ് ഓഫ് സച്ച് എ ലോങ് വാൾ ഓവർ ഹിയർ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അപ്പോഴാണ് നമ്മുടെ നെയ്ബർ പറയുന്നത്, എന്ത്, ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നെയ്ബേഴ്സ്. നല്ല ഫെൻസസ് ആണ്, നല്ല ബൗണ്ടറീസ് അല്ലെങ്കിൽ മതിലുകളാണ് നല്ല നെയ്ബേഴ്സിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നുണ്ട്, വിച്ച് ഇസ് എ വെരി ട്രഡീഷണൽ കൈൻഡ് ഓഫ് ബിലീഫ് കേട്ടോ. സ്റ്റിക്കിംഗ് ടു ട്രഡീഷൻ. ആൻഡ് ദ സ്പീക്കർ വണ്ടേഴ്സ് വൈ ദിസ് ഈസ് ട്രൂ വെൻ ദേ ഡോണ്ട് ഹാവ് കൗസ് ടു കണ്ടിന്യൂ. ഒരു പശുക്കൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മേയാൻ വേണ്ടിയിട്ട് പശുക്കളോ ആടോ ഒന്നുമില്ല. ഇതുപോലുള്ള അവസ്ഥയിൽ എന്തിനാണ് ആകപ്പാടെ ഉള്ളത്? എന്താണ്, ഇവിടെ രണ്ട് സ്ഥലത്തായിട്ട് കുറച്ച് പൈൻ ട്രീസും കുറച്ച് ആപ്പിൾ ട്രീസും ഉണ്ട്. ആപ്പിൾ ട്രീസ് ആ സ്ഥലത്തേക്കും പോയില്ല, പൈൻ ട്രീസ് ആപ്പിൾ ട്രീസിനെ കാണാൻ ഇങ്ങോട്ടും വരില്ല. അപ്പം ഈ ട്രീസ് മാത്രമുള്ള സ്ഥലത്ത് ഇതുപോലെ ഒരു ബൗണ്ടറി എന്തിനാണെന്ന് ഓർത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന റോബർട്ട് ഫ്രോസ്റ്റിനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ദ സ്പീക്കർ കൺക്ലൂഡ്സ് ദാറ്റ് ബിഫോർ ബിൽഡിംഗ് എ വാൾ വൺ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് പർപ്പസ് ആൻഡ് ഹൂ ഇറ്റ് മൈറ്റ് ഒഫെൻഡ് ആൻഡ് ദർ ഇസ് എ ഫോഴ്സ് ദാറ്റ് വാണ്ട്സ് വാൾസ് ടു കം ഡൗൺ. അവസാനം വളരെ കൃത്യമായിട്ട് റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നുണ്ട്, എന്ത്, ഏതൊരു ബൗണ്ടറി അല്ലെങ്കിൽ ഒരു വോൾ ഉണ്ടാക്കുന്നതിന് മുന്നേ നമുക്ക് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിരിക്കണം. ഇവിടെ എൻ്റെ പ്രോപ്പർട്ടി കഴിഞ്ഞു, എന്നാൽ പിന്നെ എൻ്റെ ഒരു വോൾ ഇവിടെ ഉണ്ടാക്കിയേക്കാം എന്നുള്ള രീതിയിലല്ല. ഇഫ് ദർ ഇസ് എ നീഡ് ഓൺലി, ഒരു ആവശ്യമുണ്ടെങ്കിൽ മാത്രം അത് കെട്ടിപ്പൊക്കുക. കാരണം നമ്മുടെ ഈ ഭൂമിക്ക് ഇതുപോലുള്ള ബൗണ്ടറീസ് ഒന്നും ഇഷ്ടമല്ല. ദർ ഇസ് ഓൾവേസ് എ ഫോഴ്സ് അല്ലേ, ദാറ്റ് വാണ്ട്സ് വാൾസ് ടു കം ഡൗൺ. ഈ പൊങ്ങി നിൽക്കുന്ന വാൾസ് എല്ലാം നിലം പതിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഫോഴ്സ് ഇവിടെ എവിടെയുണ്ട്. ദാറ്റ് മീൻസ് എന്താണ്, നമ്മളിങ്ങനെ വേർകൃത്യം മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, ബൗണ്ടറീസ് വിചാരിച്ചുകൊണ്ടല്ല ജീവിക്കേണ്ടത്. എല്ലാവരും ഈക്വലായിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ സപ്പോർട്ടോടു കൂടി ടുഗെദർ, ഓൾ ടുഗെദർ വളരെ പീസ്ഫുൾ ആയിട്ട് ജീവിക്കുക എന്നുള്ളൊരു മെസ്സേജാണ്. സോ മെയിൻറ്റെയിൻ വാൾസ് എന്ന് വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല. ദർ ഇസ് നോ നീഡ് ഫോർ സച്ച് ബൗണ്ടറീസ് ബിറ്റ്വീൻ ഹ്യൂമൻ ബീയിങ്സ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു പോയം കൺക്ലൂഡ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. ആൻഡ് then another story ആണ് Amico Brothers by Perry Thomas. and ഇതിലെ സ്റ്റോറി എന്ന് പറയുന്നത് is that Amico Brothers is about two best friends, Antonio and Felix. Antonio Felix എന്ന് പറയുന്ന രണ്ട് നല്ല ചാമ്പ്യൻസിൻ്റെ ഒരു സ്റ്റോറി, അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ എടുത്ത് കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ് Amico Brothers എന്ന് പറയുന്നത്. and do you know what is this term? ഒരു സ്പാനിഷ് ടേം ആണ് which means friends എന്ന് അർത്ഥം വരുന്നതാണ് ഈ Amigo എന്ന് പറയുന്നത്. അറിയാമല്ലോ അല്ലേ? ഓക്കെ, സോ who love boxing and dream of being champions. ഇവർക്ക് ആന്റോണിയോ
ആന്റോണിയോയ്ക്കാണെങ്കിലും ഫെലിക്സിനാണെങ്കിലും അവർക്ക് ബോക്സിംഗ് ചാമ്പ്യൻസ് ആകാനാണ് ഇഷ്ടം. ആൻഡ് ദേ വർക്ക് ടുഗെദർ ഫോർ ദാറ്റ്. അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആണ്, രണ്ടുപേർക്കും ചാമ്പ്യൻസ് ആണ് എന്ന് വെച്ച് ഒട്ടും കുശുമ്പോടെ അസൂയോടെ അല്ല അവർ വർക്ക് ചെയ്യുന്നത്. പരസ്പരം സപ്പോർട്ടോട് കൂടി ദ ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് കാണിച്ചുകൊണ്ടാണ് ആന്റോണിയോ ആണെങ്കിലും ഫെലിക്സ് ആണെങ്കിലും അവരുടെ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യാൻ വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദേ ഡിസ്കവർ ദേ ഹാവ് ടു ഫൈറ്റ് ഈച്ച് അതർ ഫോർ എ ചാമ്പ്യൻഷിപ്പ്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിലൊരു ട്വിസ്റ്റ് വരുന്നത്. ചാമ്പ്യൻഷിപ്പിന് ഫെലിക്സ് ആന്റോണിയോയും ആന്റോണിയോ ഫെലിക്സിനെയും വേണം നേരിടാനായിട്ട്. സാധാരണ ഇവർ രണ്ടുപേരും വേറെ ആൾക്കാരെയാണ് നേരിടുന്നെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം സപ്പോർട്ട് കൊടുക്കാം. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ആര് തമ്മിലാണ് ഏറ്റുമുട്ടേണ്ടത്? ഫെലിക്സും ആന്റോണിയോയും തമ്മിലാണ് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നേടാൻ ഏറ്റുമുട്ടേണ്ടത്. ആൻഡ് ഈവൻ ദോ ഇറ്റ്സ് ടഫ് ദെയർ ഫ്രണ്ട്ഷിപ്പ് സ്റ്റേ സ്ട്രോങ്. അതെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ അപ്പോൾ ഒരു സെൽഫിഷ് തോട്ട് വരും. ഇത്രയും നാൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സെൽഫ്ലെസ് ആയിരുന്നു, എന്താണ് മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവർക്ക് സെൽഫിഷ് ആയേ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും ദേ ഫൈൻഡ് റീസൺസ്, അല്ലേ, ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് അതേപോലെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ പറ്റുക. സെറ്റാണോ? ഓക്കെ ആണോ? Okay, in the end the story doesn't reveal who wins because it emphasizes that their friendship is more important than the competition. So ഈ ഒരു സ്റ്റോറിയിൽ അവസാനം കോമ്പറ്റീഷൻ അതേപോലെ നടക്കും, അതിൽ ഒരാൾ വിജയിക്കുന്നുണ്ട്. എന്തായാലും കോമ്പറ്റീഷൻ ആകുമ്പോൾ ഒരാൾ വിജയിക്കും, അല്ലേ? പക്ഷെ ആരാണ് വിജയിക്കുന്നതെന്ന് അതിൽ പറയില്ല. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് എന്താണ് ഹാൻഡ് ടു ഹാൻഡ് പിടിച്ചിട്ട് പോകുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ സ്റ്റോറി അല്ലെങ്കിൽ ഒരു എൻഡിങ് ആണ് കാണാൻ സാധിക്കുക. ഇറ്റ് ഷോസ് ഹൗ ഫ്രണ്ട്സ് ക്യാൻ സപ്പോർട്ട് ഈച്ച് അതർ ഈവൻ ഇൻ ചാലഞ്ചിങ് സിറ്റുവേഷൻസ്. ട്രൂ ഫ്രണ്ട്സ് ആണോ ചലഞ്ചിങ് സിറ്റുവേഷൻസിലും കൂടെ ഉണ്ടാവണം എന്നുള്ളൊരു മെസ്സേജ് ആണ് മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, സോ ആന്റോണിയോ ആൻഡ് ഫെലിക്സ് ഹു ഷെയർ എ ഡീപ് ബോണ്ട് ത്രൂ ദിയർ ലവ് ഓഫ് ബോക്സിംഗ്. അവർ രണ്ടുപേരും ബോക്സിംഗ് ചാമ്പ്യൻസ് ആവാനായിട്ട് ഭയങ്കര ആഗ്രഹമുള്ള രണ്ട് വ്യക്തികളാണ് ആന്റോണിയോ ആൻഡ് ഫെലിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദ ടു ഫ്രണ്ട്സ് ആർ സോ ക്ലോസ് ദാറ്റ് ദേ ആർ ലൈക്ക് ബ്രദേഴ്സ്. ദേ ആർ ലൈക്ക് എന്താണ് ബ്ലഡ് റിലേഷൻ പോലെ തന്നെ ഉള്ളവരാണ് ഈ ബ്രദർ ഹു ഹാവ് ബിക്കം എന്താണ് ഫ്രണ്ട്സ് ഹു ഹാവ് ബിക്കം ബ്രദേഴ്സ് എന്ന് പറയുന്നത് പോലെ. അതാണല്ലോ അമിക്കോ ബ്രദേഴ്സ് പറയുന്നത്. സോ ഈ ഒരു ബ്രദേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ ഡെവലപ്മെന്റിന് അവരുടെ ഒരു സപ്പോർട്ടായിട്ട് പോകുന്ന ഫ്രണ്ട്സ് ആയിട്ടുള്ള ബ്രദേഴ്സ് ആയിരുന്നു ആന്റോണിയോ ആൻഡ് ഫെലിക്സ്. സോ ആന്റോണിയോ വാസ് ഫെയർ, ലീൻ ആൻഡ് ടോൾ, വൈൽ ഫെലിക്സ് വാസ് ഷോർട്ട്, ഡാർക്ക് ആൻഡ് ഹസ്കി. സോ ഇവരുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നതും വളരെയധികം ഡിഫറെന്റ് ആണ്. ദേ ബോത്ത് ഡ്രീം ഓഫ് ബിക്കമിങ് ചാമ്പ്യൻസ് ഇൻ ദിയർ വെയ്റ്റ് ക്ലാസസ്. ഇവരുടെ ഒരു ബോക്സിംഗ് ഇതിൽ ഇവർ രണ്ടുപേരും ചാമ്പ്യൻസ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ ആന്റോണിയോയുടെയും ഫെലിക്സിന്റെയും ക്യാരക്ടറിസ്റ്റിക് ഫിസിക്കൽ ഫീച്ചേഴ്സ് എടുത്ത് കാണിക്കുന്നുണ്ട്. വൈ ഒരു ഗുഡ് ഫ്രണ്ട്ഷിപ്പിന്, ഒരു നല്ല ഫ്രണ്ട് ആവാൻ ഇതുപോലുള്ള കാര്യങ്ങൾ, ഫിസിക്കൽ അപ്പിയറൻസോ അല്ലെങ്കിൽ അവർ വരുന്ന ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അതൊന്നും ഒരു റീസൺ ആവരുത് എന്നുള്ളൊരു മെസ്സേജ് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇവിടെ ചിലപ്പോൾ ക്യാരക്ടർ സ്കെച്ച് വരാം. ഫെലിക്സിന്റെ ക്യാരക്ടർ സ്കെച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ആന്റോണിയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഫിസിക്കൽ ഫീച്ചേഴ്സ് പറയുന്നത് ഇവിടെ മനസ്സിലാവല്ലോ, അല്ലേ? സോ ആസ് ദ സ്റ്റോറി അൺഫോൾഡ്സ് ദ ബോയ്സ് ഫൈൻഡ് ഔട്ട് ദാറ്റ് ദേ മസ്റ്റ് ഫേസ് ഈച്ച് അതർ ഇൻ ദി ബോക്സിംഗ് റൈറ്റ് ടു കംപ്ലീറ്റ് ഫോർ ദ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ. ഇവരുടെ ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഇവർക്ക് നേടണമെങ്കിൽ ഇവർ പരസ്പരം വേണം നേരിടാൻ എന്നുള്ള ഒരു ട്വിസ്റ്റ് അവരെ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദ സ്റ്റോറി. ആൻഡ് ദ റിയലൈസേഷൻ ഓഫ് ഹാവിംഗ് ടു ഫൈറ്റ് അഗെയിൻസ്റ്റ് ഈച്ച് അതർ ക്രിയേറ്റ്സ് ടെൻഷൻ ആൻഡ് ഇമോഷണൽ കോൺഫ്ലിക്റ്റ്. ആന്റോണിയോ ഫെലിക്സ് ആന്റോണിയം അങ്ങോട്ടും ഇങ്ങോട്ടും നേരിടണം എന്നറിയുന്ന ആ ഒരു മൊമെന്റ് തൊട്ട് ഇവർക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. കാരണം ഒരു തരം ഇമോഷണൽ കോൺഫ്ലിക്റ്റ് അവർക്കുണ്ടാകും. ഇവർ രണ്ടുപേരും ഡെയിലിയാണ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് നിൽക്കും. പക്ഷെ ഒരു ദിവസം ഇവർ രണ്ടുപേരും പ്രാക്ടീസ് ചെയ്യാനായിട്ട് പോകുമ്പം ഇവർ പറയുന്നുണ്ട്, ലെറ്റ്സ് സ്റ്റോപ്പ് ഇറ്റ് ഹിയർ, ലെറ്റ്സ് ഡിസ്കസ്, അല്ലേ? നമുക്കിവിടെ ഇപ്പോൾ തൽക്കാലം ഇത് നിൽക്കാം. ഹൗ വി ഗോൺ ടു ഫേസ് ഇറ്റ് എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദാറ്റ് ഷോസ് ദ ട്രൂ ഫ്രണ്ട്ഷിപ്പ്. അല്ലാതെ ഹിഡൻ അജണ്ട ആയിട്ട് അവനേക്കാൾ നല്ലതുപോലെ എനിക്ക് ആവണം എന്നുള്ള രീതിയിൽ അവർ പ്രാക്ടീസ് ചെയ്യുകയാണോ ചെയ്യുന്നത്? അല്ല, പകരം അവർ തുറന്ന് പറയുകയാണ് ചെയ്യുന്നത്. അപ്പാർട്ട് ഫ്രം അല്ലെങ്കിൽ ഡിസ്പൈറ്റ് ഓൾ ദീസ് ഡിഫറൻസസ് എന്താണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നു. സോ then despite the upcoming match their friendship remains strong. എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അതേപോലെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. The climax of the story occurs during the intense boxing match between Antonio and Felix. Both friends gave their all in the ring, showcasing their skills and determination. So at the end of the day ഈ ഒരു സംഭവം, ഈ ഒരു മാച്ച് സംഭവിക്കാൻ അവർ രണ്ടുപേരും ദ ബെസ്റ്റ് ആയിട്ട് ചാമ്പ്യൻഷിപ്പിന് പറ്റുന്ന രീതിയിൽ അവരുടെ സ്ട്രോങ് ഡിറ്റർമിനേഷനോട് കൂടി ഫുൾ
ഹാർഡ് വർക്കോട് കൂടി അവർ പ്രാക്ടീസ് ചെയ്ത് അത്രയും അവർ കാണിക്കുന്നുണ്ട് അല്ലേ. ദ സ്റ്റോറി എക്സ്പ്ലോസ് തീംസ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഇതിൻ്റെ ഒരു മെയിൻ തീം ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത് ട്രൂ ഫ്രണ്ട്ഷിപ്പാണ്. വെറും ഫ്രണ്ട്ഷിപ്പ് അല്ല, ട്രൂ ഫ്രണ്ട്ഷിപ്പാണ് കാണിക്കുന്നത്. ആൻഡ് ടുവേർഡ്സ് ദി എൻഡ് ആരാണ് വിന്നറിന് ചെയ്യുന്നുണ്ടോ? ഇല്ല, അവർ വിന്നറിനെ കേൾക്കാനായിട്ട് നിൽക്കുന്നില്ല. പകരം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യു ഓക്കേനാ അല്ലേ, നമ്മൾ ഞാൻ ഇത്രയൊക്കെ അടിച്ചെങ്കിലും നീ ഓക്കെ ആണല്ലോ എന്നുള്ളൊരു രീതിയിൽ പരസ്പരം കെയർ ചെയ്ത് നടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണിക്കുന്നത്. വിച്ച് അഗൈൻ ഗീവ് എംഫസിസ് ടു ദ കോൺസെപ്റ്റ് ഓഫ് ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ അല്ലേ? സോ അടുത്തെന്ന് പറയുന്നത് വൺ നൈറ്റ് പ്ലേ ദി അവർ ഓഫ് ട്രൂത്ത്. ഓക്കെ, ഇറ്റ്സ് വൺ നൈറ്റ് പ്ലേ ബൈ പെർസിവൽ വൈൽഡ്. ആൻഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണ്? റോബർട്ട് ബാൾവിൻ, ജോൺ ഹിസ് സൺ, മാർട്ട ഹിസ് വൈഫ്, എവി ഹിസ് ഡോട്ടർ, മിസ്റ്റർ മാർഷൽ ആൻഡ് മെയ്ഡ് എന്ന് പറയുന്ന ക്യാരക്ടേഴ്സ് ആണ്. ഇവിടെ എന്താണ് മെയിൻ തീം ഓഫ് ദ സ്റ്റോറി എന്ന് പറയുന്നത്? റെയിമും നബീലും ഒക്കെ ഇപ്പം ഹലോ പറഞ്ഞു വരുന്നതേ ഉള്ളോ? ക്ലാസ്സിൽ ശ്രദ്ധിക്കണ്ടേ? ഇപ്പോഴാണോ വരുന്നത്? നമ്മുടെ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഒരു ഹലോയിൽ വരുന്നതേ ഉള്ളൂ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. എന്താണ് നമ്മൾ എത്തിയിരിക്കുന്ന ചാപ്റ്റർ ഏതാണ്? വൺ നൈറ്റ് പ്ലേ ആണ്. ദ അവർ ഓഫ് ട്രൂത്ത്, വിച്ച് ഇസ് എ വൺ നൈറ്റ് പ്ലേ റിട്ടൺ ബൈ പെർസിവൽ വൈൽഡ്. ഓക്കെ, സോ ഇതെന്ന് പറയുന്നത്, ഈ ഒരു വൺ നൈറ്റ് പ്ലേ എന്ന് പറയുന്നത് മെയിൻലി എന്തിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ഓണസ്റ്റി, ട്രൂത്ത്ഫുൾനെസ്, ഇതിനെയാണ് ഫോക്കസ് ചെയ്തിട്ട് ഇതിൽ എടുത്ത് കാണിക്കുന്നത്. Robert Baldwin works in the bank as a secretary. So the main character, the central character in this one night play is Robert Baldwin, and he works as a secretary in a bank. And the owner of the bank is his friend Gresham. So our bank ന്റെ ഓണർ എന്ന് പറയുന്നത് ആരാണ്? ഗ്രഷം ആണ് അവിടുത്തെ ബാങ്ക് ഓണർ. Though he had a limited income, around $60 ആണ് കിട്ടുന്നത്. ആൻഡ് ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻകം ആയിരുന്നു റോബർട്ട് ബോൾവിനെ സംബന്ധിച്ച് ഈ ഒരു ബാങ്കിൽ നിന്ന് കിട്ടുന്നത്. ബട്ട് ഹിസ് ഫാമിലി ലൈഫ് വാസ് സ്മൂത്ത്. പക്ഷെ ഉള്ളത് കൊച്ച് തൃപ്തി അടഞ്ഞ് അവർ വളരെ ഹാപ്പി ആയിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആ ഒരു സമയത്ത് ദിസ് ഗ്രഷം എന്ന് പറയുന്നത് എ വെരി cunning kind of person, and what does he do? ഇങ്ങനെ പല തരത്തിലുള്ള ക്രൈം അല്ലെങ്കിൽ അട്ടിമറികൾ ചെയ്തിട്ട് ആ ബാങ്കിലുള്ള മണി മിസ്യൂസ് ചെയ്യുകയാണ്. ആൻഡ് ദെൻ എന്ത് സംഭവിക്കുന്നു? ബാങ്ക് അടച്ചു പൂട്ടേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. അൺഫോർച്ചുനേറ്റ്ലി ഹിസ് ബാങ്ക് ഇസ് ക്ലോസ്ഡ്. അപ്പം ബാങ്ക് അടയ്ക്കുമ്പോൾ എന്താണ്? നമ്മുടെ റോബർട്ട് ബോൾവിന് എന്താണ്? സാലറി ഇല്ല. സാലറി ഉണ്ടെങ്കിലല്ലേ ഒരു ലൈഫ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ, പക്ഷേ ദ തിങ് ഇസ് ദാറ്റ് റോബർട്ട് ബോൾവിന് വേണമെങ്കിൽ രക്ഷപ്പെടാം. എങ്ങനെ? ഹി വാസ് ദ ഓൺലി വിറ്റ്നസ് ഇൻ ദ ക്രൈം ഡൺ ബൈ ഗ്രഷം. ഗ്രഷം ചെയ്ത ആ ഒരു വലിയ തെറ്റ് വിറ്റ്നസ് ചെയ്തിട്ടുള്ള ഒരേ ഒരാളെന്ന് പറയുന്നത് റോബർട്ട് ആണ്. സോ ഹി ബ്രൈബ്സ് ഹിം. നമ്മുടെ ഗ്രഷം പറയുന്നുണ്ട് റോബർട്ട് വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദി മണി. നമ്മുടെ ഗ്രഷം പറയുന്നുണ്ട്, പോലീസ് ചോദിക്കുമ്പോൾ യു ഷുഡ് സേ ഐ ഡോണ്ട് റിമെമ്പർ. ഓർമ്മയുണ്ടോ? ഐ ഡോണ്ട് റിമെമ്പർ എന്ന ടെക്സ്റ്റിൽ പറയുന്നത് ആ ഒരു ഇത്. എനിക്ക് എന്ത് ചോദിച്ചാലും, പോലീസ് എന്ത് ചോദിച്ചാലും എനിക്ക് ഓർമ്മയില്ല, എനിക്കറിയില്ല. ഇത് മാറ്റി മാറ്റി പറഞ്ഞാൽ മാത്രമേ എൻ്റെ വിറ്റ്നസ് ഇല്ലാതെ ആകുള്ളൂ. അത് ചെയ്തതിന് ഒരു സസ്പെക്റ്റിന് ഒരു വിറ്റ്നസ് ഉണ്ടെങ്കിലല്ലേ ജയിലിൽ പോകേണ്ടി വരുള്ളൂ. അതുപോലെ ഒരു വിറ്റ്നസ് ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്തു എന്നുള്ളതിന് എന്താ തെളിവ്? സോ അങ്ങനെ പറയാനായിട്ട് പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഹി വാസ് നോട്ട് റെഡി ടു ആക്സെപ്റ്റ് ദ മണി. ഇതുപോലെ ഒരു തെറ്റ് ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടിട്ട് എൻ്റെ ലൈഫ് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി എനിക്ക് റൺ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഹി സെഡ് നോ ടു ദാറ്റ്. ഓക്കെ, though Robert's family stood with him in his decision, they changed their mind when they know about the bribe money. ആദ്യം നമ്മുടെ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള മാർത്തയാണെങ്കിലും ഈവ് ആണെങ്കിലും ജോൺ ആണെങ്കിലും ഇതൊക്കെ ഓക്കെ, അച്ഛൻ ചെയ്യുന്നത്, റോബർട്ട് ബോൾവിൻ ചെയ്യുന്നത് ബെസ്റ്റ് ആയിട്ടുള്ളതാണ്, ലൈഫ് ഡിസിഷൻ ആണ്, ഹി ഈസ് എന്താണ്, യു ആർ നോട്ട് ഡൂയിങ് എനിത്തിങ് റോങ്, സത്യത്തിൻ്റെ കൂടെയാണെന്നൊക്കെ പറയുമ്പോഴാണ് അറൗണ്ട് $100,000 നമ്മുടെ ഗ്രഷം ബ്രൈബ് ചെയ്യുന്നതും ആ പൈസയുടെ കണക്ക് കേട്ടപ്പോഴത്തേക്ക് ഇവർക്കൊരു ചെറിയ മാറ്റമൊക്കെ വരികയാണ്. ആൻഡ് ഹി സേസ് ദാറ്റ് അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു മണി അക്സെപ്റ്റ് ചെയ്തിട്ട് അദ്ദേഹത്തെ രക്ഷിക്കാം അല്ലേ എന്നുള്ളൊരു രീതിയിൽ ബാക്കി ഫാമിലി മെമ്പേഴ്സ് പോവാണ്. ബട്ട് അത് കേൾക്കാൻ റെഡി ആയിരുന്നോ നമ്മുടെ റോബർട്ട് ബോൾവിൻ? അല്ലേ. ഹി അഗൈൻ സെഡ് നോ. വേണ്ട, തെറ്റിൽ കൂടെയുള്ള കാശ് നമുക്ക് വേണ്ട എന്നുള്ള ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനിൽ കൂടെ റോബർട്ട് ബോൾവിൻ നിൽക്കുമായിരുന്നു. ആൻഡ് അറ്റ് ലാസ്റ്റ് the end of the play, Mr. Marshall, the president of the Third National Bank, offers a job in his bank, and it was a reward for his truthful life. So ബോൾവിൻ്റെ അടുത്തേക്ക് നമ്മുടെ ആരാണ് വരുന്നത്? മിസ്റ്റർ മാർഷൽ, ഹു ഇസ് ദ പ്രസിഡന്റ് ഓഫ് ദ തേർഡ് നാഷണൽ ബാങ്കിൻ്റെ പ്രസിഡന്റ് വരികയും അദ്ദേഹമായിട്ട് സംസാരിക്കുകയും ആൻഡ് ഹി ഓൾസോ ഓഫേഴ്സ് എ ജോബ് ഇൻ ഹിസ് ബാങ്ക്. അദ്ദേഹത്തിൻ്റെ ബാങ്കിൽ ഒരു ജോബ് ഓഫർ ചെയ്യുകയും ചെയ്തു, വിച്ച് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ റിവാർഡ് ഫോർ ഹിസ് ട്രൂത്ത്ഫുൾ ലൈഫ്. അദ്ദേഹം ജീവിതത്തിൽ ചെയ്തിട്ടുള്ള ആ ഒരു
ഒരു എന്താണ് ഗുഡ് ഡീഡിന് നൽകിയിട്ടുള്ള ഒരു റിവാർഡായിട്ട് അദ്ദേഹത്തിൻ്റെ ഫേമിൽ നാഷണൽ ബാങ്കിൽ ഒരു ജോലി കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എന്താണ് സംഭവിക്കുന്നത്? എന്തൊക്കെ സംഭവിച്ചാലും ശരി മാത്രമേ, ട്രൂത്ത് മാത്രമേ നിലനിൽക്കുള്ളൂ എന്നുള്ളൊരു മെസ്സേജാണ് ഈ ഒരു വൺ ആക്ട് പ്ലേയിൽ കാണാനായിട്ട് സാധിക്കുക. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ അല്ലേ? നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോയാലോ? വി ഡോണ്ട് ഹാവ് ഇനഫ് ടൈം, നമ്മുടെ എക്സാമിങ് അടുത്തു. സോ കൂടുതലൊന്നും ചോദിക്കുന്നില്ല, അടുത്ത ക്ലാസ്സിലേക്ക് പോവാണ് കേട്ടോ. സോ ഇവിടെ നമ്മൾ ഈ യൂണിറ്റ് 1 പഠിച്ചു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ടും നോട്ട് ചെയ്ത് വെച്ചോ, ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, വിച്ച് ഇസ് ബേസിക്കലി റിലേറ്റഡ് ടു ദ എംപവർമെൻറ്റ് ഓഫ് വുമൻ. വുമൻ എംപവർമെൻറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ആർട്ടിക്കിൾ ആവട്ടെ, നറേഷൻ ആവട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പീച്ച് ആയിക്കൊള്ളട്ടെ, വുമൻ എംപവർമെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്ക് ഉറപ്പായിട്ടും ഉണ്ടാവും. ആൻഡ് യു ഗൈസ് ഷുഡ് ബി റെഡി വിത്ത് ദി ആൻസർ. അങ്ങനെയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. സോ അക്കോർഡിംഗ് ടു what are the 3 essential factors of empowerment? നമ്മുടെ എംപവർമെന്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള 3 ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ്? 3 L's ഓർക്കണം കേട്ടോ. സോ അതിന്റെ ആൻസർ എന്താ വരിക? അക്കോർഡിംഗ് ടു ഓതർ ക്രിസ്റ്റീൻ ലഗാർഡ്, the 3 essential factors for women empowerment are learning, labor and leadership. ഓർത്തോണം, learning, labor and leadership. Together they are called the 3 L's. ഇതിനെയാണ് 3 L's എന്ന് പറയുന്നത്. They must be understood in this modern world with seriousness. വളരെ സീരിയസ്നെസ്സോടുകൂടി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫാക്ടേഴ്സും 3 L's എന്നുള്ള ഫാക്ടേഴ്സും അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. വുമൺ ആർ ദി ആക്ച്വൽ പേഴ്സൺസ് ഹു മസ്റ്റ് ബി അവെയർ അബൌട്ട് ദ 3 L's. ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയിലുള്ള സ്ത്രീകൾ തന്നെ ആയിരിക്കണം, വി വുമൺ ഷുഡ് ബി ഫസ്റ്റ് അവെയർ അബൌട്ട് ദിസ് 3 L's, അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സും. സോ എസെൻഷ്യൽ ഫാക്ടേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ 3 L's. ഈ 3 L's എന്തൊക്കെയാണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഇതിനെ ഇലോബറേറ്റ് ചെയ്തിട്ട് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും. ഓക്കെ, സോ അടുത്തത് തിങ്ക് ആൻഡ് റൈറ്റ് എന്നുള്ള രീതിയിൽ പറഞ്ഞേക്കുന്നതാണ് ദ റോൾ ഓഫ് എഡ്യൂക്കേറ്റഡ് വിമൻ ഇൻ ബിൽഡിംഗ് എ സ്ട്രോങ് നേഷൻ. ഈ ഒരു രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ. അല്ലെങ്കിൽ സെക്കൻഡ് പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ദ റോൾ ഓഫ് ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഇൻ മേക്കിംഗ് എ ലിബറേറ്റഡ് വുമൻ. ഈ രീതിയിൽ പലതരത്തിലുള്ള വുമൻ എംപവർമെൻറ്റുമായിട്ട് വേർഡ്സ് മാത്രമേ, അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് ദി ക്വസ്റ്റ്യനിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. തീം ഓഫ് ദി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വുമൻ എംപവർമെൻറ്റ് ആണ്. ആ ഒരു രീതിയിൽ സ്പീച്ച് ആണെങ്കിലും ആർട്ടിക്കിൾ ആണെങ്കിലും നറേഷൻ ആണെങ്കിലും റൈറ്റപ്പ് ആണെങ്കിലും അതിനെയൊക്കെ ഫേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ച് പോയിന്റ്സ് ആണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്ന സ്ലൈഡിലുള്ളത് കേട്ടോ. ഇതിനെ മനസ്സിലാക്കി ഈ ഒരു ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങളുടേതായ രീതിയിൽ മാറ്റി എഴുതുകയാണെങ്കിൽ ഈ എല്ലാ പോസിബിൾ ക്വസ്റ്റ്യൻസിനുള്ള ആൻസറും അവിടെ റെഡിയായി കഴിയും. ഓക്കെ, സോ ഇതിൽ ഫസ്റ്റ് പറയുന്നത് എന്താണ്? സ്മാർട്ട് ഡിസിഷൻ മേക്കേഴ്സ് ആണ്. സോ വെൻ വുമൻ ആർ എഡ്യൂക്കേറ്റഡ് ദേ മേക്ക് ഇൻഫോം ചോയ്സസ് ഫോർ ദംസെൽസ് ആൻഡ് ദിയർ ഫാമിലീസ് ലീഡിങ് ടു ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ കമ്മ്യൂണിറ്റീസ്. സോ സ്ത്രീകളെ എന്താണ് എഡ്യൂക്കേറ്റഡ് ആക്കുമ്പോഴാണ് അവർക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള ഫാമിലിയിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും അല്ലാത്ത ലൈഫിലാണെങ്കിലും ഫോമൽ ലൈഫിലും ആണെങ്കിലും എന്താണ് ഹെൽത്തിയർ ആൻഡ് ഹാപ്പിയർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ആൻഡ് ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എഡ്യൂക്കേഷൻ opens up job opportunities for women. So educated ആണെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു ജോബ് പോസിബിലിറ്റി കിട്ടുന്നുള്ളൂ. സോ അത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? എഡ്യൂക്കേഷൻ വേണം. ഹെൽപ്പിംഗ് ദി എക്കോണമി ഗ്രോ സ്ട്രോങ്ങർ. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ, ബെസ്റ്റ് ഡിസിഷൻ പ്ലാനിങ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുള്ളൂ. വർക്കിംഗ് വുമൻ കോൺട്രിബ്യൂട്ട് ടു മേക്കിംഗ് ബിസിനസ്സസ് ആൻഡ് ഇൻഡസ്ട്രീസ് മോർ സക്സസ്ഫുൾ. വെൻ കമ്പയർഡ് ടു മെൻ, വർക്കിംഗ് ആയിട്ടുള്ള വിമൻ ആണ് ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് പറയുന്നുണ്ട് ക്രിസ്റ്റീൻ ലഗാർഡ്. And the third point is that it's also good for families. Educated women positively influence their children's education and well-being, creating strong and support families. Educated women നമ്മുടെ സൊസൈറ്റിയിൽ ഫാമിലിയിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന ആ ഒരു ചേഞ്ചസ് സൊസൈറ്റീസിലും റിഫ്ലക്റ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. കാരണം എന്താണ് പറഞ്ഞിട്ടുള്ളത്? വെൻ യു എഡ്യൂക്കേറ്റ് എ മാൻ യു ട്രെയിൻ വെൻ യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ബട്ട് വെൻ യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ് എന്ന് പറയുന്നത് ഓർത്ത് വയ്ക്കാൻ ഞാൻ പറഞ്ഞില്ലേ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഡീറ്റെയിൽ ഇലോബറേഷൻ വന്നിരിക്കുന്നത് കേട്ടോ. ദെൻ ഫെയർ ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി, അതിൽ പറയുന്നത് എന്താണ്? എഡ്യൂക്കേറ്റഡ് വിമൻ ഹെൽപ്പ് മേക്ക് ഷുവർ ദാറ്റ് എവ്രി വൺ റിഗാർഡ്ലെസ് ഓഫ് ജെൻഡർ ഗെറ്റ്സ് എ ഫെയർ ചാൻസ്. ദിസ് മേക്ക് സൊസൈറ്റി മോർ ഈക്വൽ ആൻഡ് ഇൻക്ലൂസീവ്. അവിടെ ഒരു വേർതിരിവ് അവർ തമ്മിൽ ഉണ്ടാക്കില്ല. ദേ കൺസിഡർ എവ്രി വൺ, അല്ലേ? നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ടാണ് വിമൻ ഏതൊരു ഡിസിഷനും ലൈഫിൽ എടുക്കുക.
ആൻഡ് ഇറ്റ് ഗീവ്സ് എ കൈൻഡ് ഓഫ് ഫീലിംഗ് ദാറ്റ് എവറി വൺ ഈസ് ഈക്വൽ എന്നുള്ളൊരു ഫീല് അത് കിട്ടുന്നവർക്കും ഒരു ഫീല് ഉണ്ടാക്കും, ഇനേബിൾ ആക്കും. ആൻഡ് ആക്റ്റീവ് ഇൻ പൊളിറ്റിക്സ്. എഡ്യൂക്കേഷൻ enables women to take part in politics, ensuring that different voices and perspectives are heard in decision making. പൊളിറ്റിക്സിലും ഒരു ഇതുണ്ടാവണം. ആൻഡ് യൂസിങ് ടെക്നോളജി, ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ കൊടുത്താൽ മാത്രമേ ഈ മൾട്ടിപ്പിൾ ഫീൽഡ്സിലും അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. Education gives women the skills to use modern technology, contributing to advancements and innovation in the country. ഇതിനൊക്കെ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. കാരണം ടെക്നോളജി എന്ന് പറയുന്നത് ഫാർ ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു തിങ് ആണ് നമ്മുടെ സൊസൈറ്റിയിൽ. അതിനൊക്കെ ആക്സസ് ഉണ്ടെങ്കിൽ മാത്രമേ അവരെ കംപ്ലീറ്റ് ആയിട്ട് ഡെവലപ്ഡ് ആയെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ നമ്മുടെ നേഷൻ പോലും ഡെവലപ്പിംഗ് സ്റ്റേജിലേക്ക് വരുള്ളൂ. ഓക്കെ, പ്രൊട്ടക്ടിംഗ് ദി എൻവയോൺമെന്റ്. എഡ്യൂക്കേറ്റഡ് വുമൻ ആർ മോർ ലൈക്ലി ടു പ്രൊമോട്ട് പ്രാക്ടീസസ് ദാറ്റ് ടേക്ക് കെയർ ഓഫ് ദി എൻവയോൺമെന്റ്, എൻഷുറിംഗ് എ ഹെൽത്തിയർ ആൻഡ് സേഫർ പ്ലേസ് ടു ലിവ്. ഇതുപോലെയുള്ള എഡ്യൂക്കേഷൻ കിട്ടിയാൽ മാത്രമേ അവർക്ക് ഈ ഒരു നാച്ചുറൽ വേൾഡിൻ്റെ ആ ഒരു ഇതും അവർക്ക് എന്താണ് സൂക്ഷിച്ച് ഇൻ ഓർഡർ ടു മേക്ക് ഇറ്റ് എ ഹെൽത്തിയർ ആൻഡ് എ സേഫർ പ്ലേസ് ടു ലീവ് ഇൻ, അതിനും സ്ത്രീകൾക്ക് വേണം എഡ്യൂക്കേഷൻ നൽകാൻ. ചേഞ്ചിങ് ഹാർംഫുൾ ട്രഡീഷൻസ്. വെൻ വിമൻ ആർ എഡ്യൂക്കേറ്റഡ് ദേ ക്യാൻ ചാലഞ്ച് ഓൾഡ് പ്രാക്ടീസസ് ദാറ്റ് മേ ബി ഹാർംഫുൾ ആൻഡ് വർക്ക് ടുവേർഡ്സ് പോസിറ്റീവ് ചേഞ്ചസ് ഇൻ ദ സൊസൈറ്റി. നമ്മുടെ സൊസൈറ്റിയിൽ എപ്പോഴും നിലനിൽക്കുന്ന ഒരു ലോജിക്കുമില്ലാത്ത പഴയ ഓൾഡ് കസ്റ്റംസ് ആൻഡ് ട്രഡീഷണൽ ബിലീഫ്സിനെ ഇല്ലാതാക്കാനും എന്ത് വേണം? സ്ത്രീകൾ തന്നെ മുന്നോട്ടിറങ്ങി വരണം. ആൻഡ് in simple terms, educated women make families, communities and the whole country better and stronger in many different ways. ഇതുപോലെയൊക്കെ എഡ്യൂക്കേഷൻ, അതായത് ലീഡർഷിപ്പ്, ലേബർ, ലിറ്ററസി അല്ലേ, ഇത്രയും ത്രീ എൽസ് നൽകുന്നതിലൂടെ ദേ ആർ മേക്കിംഗ് ഫാമിലീസ്. അവരവരുടെ ഫാമിലീസിനെ ഉണ്ടാക്കും. ഫാമിലീസിനെ ഉണ്ടാക്കി പല സ്ത്രീകൾ പല ഫാമിലീസിനെ ഉണ്ടാക്കുമ്പോൾ അതൊരു കമ്മ്യൂണിറ്റി ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ കുറേ കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്യുമ്പോൾ അത് കൺട്രിയെ ഡെവലപ്ഡ് ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ എല്ലാ കൺട്രീസും ഡെവലപ്ഡ് ആയി കാണുമ്പോൾ അത് നമ്മുടെ ഈ ഒരു ഹോൾ വേൾഡിനെ തന്നെ ബെസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് മേക്സ് സ്ട്രോങ് ഇൻ മെനി വേസ്. അങ്ങനെ പലതരത്തിലും അതിനെ ബെസ്റ്റ് ആക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യുന്നു? സ്ത്രീകൾക്ക് എഡ്യൂക്കേഷൻ നൽകുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ കാര്യം ഡിസ്ക്രൈബ് ചെയ്ത് മനസ്സിലാക്കി മനസ്സിൽ വെച്ചാൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഓക്കെയാണ്, സെറ്റാണ്. ഓക്കെ, സോ and next one is a three-wheeled revolution. Okay, by it's an interview with Irfan Alam. ഇത് ഈ ചാപ്റ്റർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മിസ് എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തിരുന്നോ? ഇല്ലെങ്കിൽ ഇപ്പോഴും അത് അവൈലബിൾ ആയിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് പോവാം. ആൻഡ് പെട്ടെന്ന് നമുക്കിതൊന്ന് ഓടിച്ച് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. സോ ഇർഫാൻ ആലം എന്ന് പറയുന്നത് ഹൗ he entered into this project called the Samman Foundation എന്നുള്ളതിനെ കുറിച്ചാണ് ഇതിൽ പറയാനായിട്ട് പോകുന്നത്. ഓക്കെ, എല്ലാവരും ഓക്കെ ആണോ? ക്ലാസ് സെറ്റ് ആണല്ലോ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. വെൻ ഹി വാസ് 70, ഇർഫാൻ ആലം, വെൻ ഹി വാസ് 70 he happened to travel in a rickshaw and he felt thirsty, asked some water to rickshaw pullers but he couldn't get it. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ഇർഫാൻ ആലം ഓട്ടോയിൽ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. വെൻ ഹി വാസ് 17. ഓക്കെ, 17 വയസ്സുള്ളപ്പോൾ മാത്രം അദ്ദേഹം 17 വയസ്സുള്ളപ്പം ഹി വാസ് ട്രാവലിംഗ് ഇൻ ഓട്ടോയിൽ ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായിട്ട് ദാഹിച്ചു. ഓക്കെ, ആൻഡ് ഹി ആസ് ദിസ് ഡ്രൈവർ, കുറച്ച് വെള്ളം തരുമോ ചേട്ടാന്ന് ചോദിക്കുകയാണ്. പക്ഷേ കിട്ടുന്നില്ല. Why? The driver didn't have money to buy and stock water. അപ്പോൾ ആ ഡ്രൈവർ പറയുന്നത് എന്താണ്? എൻ്റെ പൊന്ന് സാറേ, ബോട്ടിൽ വാങ്ങി വെക്കാനോ അല്ലെങ്കിൽ വെള്ളം ദാഹിക്കുമ്പോൾ കുടിക്കാനോ മാത്രമുള്ള പൈസ ഒന്നും ഇല്ല എന്ന് കേൾക്കുന്ന ആ ഒരു മൊമെൻ്റ് ഇല്ലേ, ഇറ്റ് ഈസ് ദാറ്റ് മൊമെൻറ്റ് he had the idea of selling water bottles in the rickshaws with the help of the pullers. ആ സമയത്താണ് ഇർഫാൻ ആലത്തിന് സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ ആ ഒരു സ്പാർക്ക് ഓഫ് ദി ഐഡിയ ഉണ്ടാകുന്നത്. ആ സമയത്താണ് അദ്ദേഹം വിചാരിക്കുന്നത് എന്തുകൊണ്ട് സെല്ലിംഗ് വാട്ടർ ബോട്ടിൽസ് എന്തായിരുന്നു വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ഓട്ടോറിക്ഷ പുള്ളേഴ്സ് എന്തുകൊണ്ടൊരു ബിസിനസ് ആക്കി സ്റ്റാർട്ട് ചെയ്തുകൂടാന്നുള്ളൊരു ഫസ്റ്റ് ഐഡിയ ക്രാക്ക് നമുക്കുണ്ടാകുന്ന എപ്പോഴാണ്? ആ ഒരു പെർട്ടിക്കുലർ മൊമെന്റിലാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡിംഗ് ദ ഡിഫിക്കൽട്ടീസ് ഫേസ്ഡ് ബൈ ദം, ഇർഫാൻ ആലം ഡിസൈഡഡ് ടു എംപവർ ദ റിക്ഷ പുള്ളേഴ്സ് വിച്ച് ലേറ്റർ കെയിം ടു ബി നോൺ ആസ് ദി സമ്മാൻ ഫൗണ്ടേഷൻ. ലേറ്റർ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അദ്ദേഹം ഇതിൽ റിസർച്ച് ചെയ്യുകയും പിന്നീട് സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. എന്തിന്? റിക്ഷ പുള്ളേഴ്സിന് വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ബേസിക്കലി ഇൻ ഓർഡർ ടു സെൽ വാട്ടർ ബോട്ടിൽസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദിസ് റിക്ഷ പുള്ളേഴ്സ്, പിന്നീട് അവരുടെ ലൈഫിനെ തന്നെ മാറ്റുന്ന രീതിയിൽ അവരെ എംപവർ ചെയ്യാനായിട്ട്, റിക്ഷ പുള്ളേഴ്സിനെ എംപവർ ചെയ്യാനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ട് മാറുകയാണ് എന്ത്? സമ്മാൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? സൗണ്ടിന് ചെറിയൊരു പ്രശ്നമുണ്ട്, പക്ഷെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ.
Understanding the difficulties faced by them, Irfan Alam decided to empower the rickshaw pullers, which later came to be known as Samman Foundation. It helped them get a loan from bank, which helped them become the owner. So, ഈ സമ്മാൻ ഫൗണ്ടേഷനിൽ കൂടെ ഇർഫാൻ ആലം ഓട്ടോറിക്ഷ പുള്ളേഴ്സിന് എന്ത് ലോൺ നേടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത്രയും നാൾ എന്താണ് ഡെയിലി ഓട്ടോ ഓടിച്ച് കിട്ടിയിരുന്ന പൈസ അത് റിയൽ ഓണേഴ്സിന് കൊണ്ടുപോയി കൊടുക്കുകയും ബാക്കി ഒരു ചെറിയ പെർസെൻറ്റേജ് മാത്രമാണ് ഇവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അത് മാറ്റിയിട്ട് ഓക്കെ ഇവരെ ബാങ്കിൽ നിന്ന് ഹെൽപ്പ് ചെയ്ത് ഒരു ലോൺ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും, സ്വന്തമായിട്ട് ഓട്ടോ വാങ്ങാൻ ഹെൽപ്പ് ചെയ്യുകയാണ് സമ്മാൻ ഫൗണ്ടേഷൻ ആദ്യമായിട്ട് ചെയ്തിരുന്നത്. സമ്മാൻ ഫൗണ്ടേഷൻ ഓൾസോ കണ്ടക്ടഡ് പ്രോഗ്രാംസ് ലൈക്ക് റിക്ഷോസ് ആർ ഡിസൈൻ ഫോർ മാർക്കറ്റിംഗ്, ഫ്രീ ഈവനിങ് ക്ലാസ്സസ് ഫോർ ദി ഫാമിലി മെമ്പേഴ്സ് എക്സെട്ര. ഇങ്ങനെ ഒരു ലോൺ കൊടുത്ത് ആൾക്കാരെ എംപവർ ചെയ്താൽ മാത്രം അവർ മുൻപന്തിയിലേക്ക് വരില്ല, പകരം അവർക്ക് ഫ്രീ ക്ലാസ്സസ് നൽകി. ഈവൻ ഫാമിലി മെമ്പേഴ്സിന്, വൈഫിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും ഫ്രീ എഡ്യൂക്കേഷൻ ഈവനിങ് ക്ലാസ്സസിൽ കൂടെ നൽകി. അത് മാത്രമല്ല ഈ ഒരു എന്താണ് ഓട്ടോറിക്ഷ ഇങ്ങനെ ഓട്ടം പോകുന്നതിന് മാത്രമല്ല, പകരം പലതരത്തിലുള്ള മാർക്കറ്റിംഗും ലൈക്ക് സെല്ലിംഗ് ജ്യൂസസ് അല്ലെങ്കിൽ സെല്ലിംഗ് ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഷോയിങ് അഡ്വർടൈസ്മെന്റ്സ് ഓട്ടോയിൽ കാണിക്കുന്നതിലൂടെ അങ്ങനെയുള്ള പലതരത്തിലുള്ള പബ്ലിസിറ്റിയും ഇവർ ഓരോന്നായിട്ട് പ്രോജക്റ്റിന്റെ അപ്കമിങ് സ്റ്റേജസ് ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരുന്നു. ഓക്കെ, his advice to the young generation is that it's high time thinking about entrepreneurship as a career. ഈ ഒരു ഇന്റർവ്യൂ അവസാനിക്കുന്നത് എങ്ങനെയാണ്? ഇന്റർവ്യൂവർ ഇർഫാൻ ആലത്തിന്റെ അടുത്ത് ചോദിക്കും എന്താണ് വാട്ട് ഈസ് യുവർ മെസ്സേജ് ടു ദ യങ് ജനറേഷൻ, ആൻഡ് ഹി സേസ് ദാറ്റ് ഇറ്റ്സ് ഹൈ ടൈം, സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എന്തിന്? നിങ്ങൾ എന്താണ് ഓൺട്രപ്രണർഷിപ്പ്, സംരംഭകത്വം അല്ലെങ്കിൽ ഒരു പുതിയ സംരംഭകനെയാണല്ലോ ഓൺട്രപ്രണർ എന്ന് പറയുക. ഇതുപോലെയുള്ള റിസ്ക് ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു ഓൺട്രപ്രണർഷിപ്പും നിങ്ങളുടെ കരിയർ ആയിട്ട് കാണേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. എല്ലാവരും ഇത് ഇപ്പം മാറിയിട്ട് ഒരു ബാങ്ക് എംപ്ലോയിയോ അല്ലെങ്കിൽ ഒരു ടീച്ചറോ ഒരു ഡോക്ടറോ അങ്ങനെയല്ല, ഓൺട്രപ്രണേഴ്സ് ആകണം. നമ്മുടെ ഭാവി, നമ്മുടെ നേഷൻ എന്താണ് ആവശ്യം? ഓൺട്രപ്രണേഴ്സിനെയാണ് വേണ്ടത്. ഓക്കെ, it's important to dream, but it's equally important to take calculated risk. ഈ ഒരു സെന്റൻസ് കണ്ടോ? The greatest message by this Irfan Alam is that it's important to dream. സ്വപ്നം കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. മിസ്സേ കുറച്ച് വാട്ടർ കുടിക്കൂ, വാട്ടർ കുടിച്ചാലൊന്നും ശരിയാവുമെന്ന് തോന്നുന്നില്ല, കുറച്ച് പ്രശ്നമുണ്ട്, കോൾഡിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ, നമ്മുടെ എക്സാം അല്ലേ, അപ്പോൾ നമുക്കിങ്ങനെ വെള്ളം കുടിച്ചിരിക്കാൻ സമയമുണ്ടോ? ഓക്കെ, സോ ഇറ്റ്സ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. നമുക്കിങ്ങനെ സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, സ്വപ്നം കാണുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ഓർഡർ ടു അച്ചീവ് ദിസ്. പക്ഷേ അങ്ങനെ സ്വപ്നം കാണുന്നതിനോടൊപ്പം തന്നെ റിസ്ക്കും ഏറ്റെടുക്കാൻ നമ്മൾ റെഡി ആയിരിക്കണം, എന്നാൽ മാത്രമേ അത് നല്ല രീതിയിലോട്ട് മുന്നോട്ട് പോകുള്ളൂ. ഓക്കെ, മെസ്സേജസ് കാണുന്നുണ്ട്, മിസ് കാണുന്നുണ്ട് കേട്ടോ, നിങ്ങളുടെ ചാപ്റ്റേഴ്സും ക്ലിയർ അല്ലേ? സോ ഹിസ് അഡ്വൈസ് ടു ദി യങ് ജനറേഷൻ ഇസ് ദാറ്റ് ഇറ്റ്സ് ഹൈ ടൈം തിങ്കിങ് അബൌട്ട് ഓൺട്രപ്രണർഷിപ്പ് ആസ് എ കരിയർ. നിങ്ങൾ ഓൺട്രപ്രണർഷിപ്പിനെ ഒരു കരിയർ ആയിട്ട് കാണണം. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ടു ഡ്രീം, ബട്ട് ഇറ്റ്സ് ഈക്വലി ഇമ്പോർട്ടൻറ്റ് ടു ടേക്ക് കാൽക്കുലേറ്റഡ് റിസ്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് റിസ്ക്കും കൂടെ ഏറ്റെടുക്കുക എന്നുള്ളത്. ആൻഡ് ആ നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്താണ്? ദീദി ബൈ ഷഹീൻ മിസ്ത്രി. ഷഹീൻ മിസ്ത്രിയുടെ ഒരു പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് തന്നെയാണ് ദീദി എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി. Okay, so what is this? The story is a personal story narrated by ഷഹീൻ മിസ്ത്രി. ഷഹീൻ മിസ്ത്രിയുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരു സ്റ്റോറി തന്നെയാണ് ദീദി എന്ന് പറയുന്നത്. That is the real life experiences ആണ്. And when she was a child, she used to visit orphanages and blind schools. And the ഷഹീൻ മിസ്ത്രിയുടെ parents എന്ന് പറയുന്നത് വർക്കിംഗ് പീപ്പിൾ ആയിരുന്നു. ട്രാൻസ്ഫർ കാരണം പല സ്ഥലത്തൂടെ പോയിരുന്നു. ആൻഡ് ഷഹീൻ മിസ്ത്രിയുടെ ലൈഫും അതനുസരിച്ച് ചേഞ്ചിങ് ആയിക്കൊണ്ടിരുന്നു. ബട്ട് ഡ്യൂറിങ് സമ്മർ വെക്കേഷൻ ഷീ യൂസ് ടു വിസിറ്റ് ഇന്ത്യ. ഇന്ത്യയിൽ വരുമ്പം ഓർഫനേജസിലും ബ്ലൈൻഡ് സ്കൂൾസിലും അങ്ങനെ പല സ്ഥലത്തൂടെ യാത്രയും ചെയ്തിരുന്നു. അതുപോലെ കിട്ടിയ എക്സ്പീരിയൻസിൽ നിന്ന് അവർ ഷഹീൻ മിസ്ത്രി പല ഡിസിഷൻസ് എടുക്കുകയും അത് പിന്നീട് എങ്ങനെ ഫുൾഫിൽ ചെയ്തു എന്നുള്ളതുമാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിൻലി പറയുന്നത്. ഓക്കെ, when she was in India during her summer vacation, she found a great sense of inequity like food, buildings, kids. ഇന്ത്യയിലായിരുന്ന സമയത്ത് എല്ലാത്തിനും ഒരു തരം പ്രശ്നങ്ങളുണ്ട്. ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ പല ലെവൽസ് ഓഫ് ആൾക്കാരെയാണ് കാണാൻ സാധിക്കുക. ഇപ്പോൾ ബിൽഡിങ്സ് ആണെങ്കിൽ എന്താണ്, മുംബൈ പോലുള്ള ഒരു സിറ്റിയിൽ സ്ലേവ്സ് എന്താണ് സ്ലമ്മുണ്ട്, അതേപോലെ തന്നെ ഭയങ്കര എന്താണ് മൾട്ടിനാഷണൽ കമ്പനീസ് പോലെയുള്ള ബിൽഡിങ്സ് ഉണ്ട്. ഫുഡിൻ്റെ കാര്യത്തിൽ പാർട്ടി കഴിഞ്ഞിട്ട് ഒരുപാട് ഫുഡ് വേസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ആ പാർട്ടി അറ്റൻഡ് ചെയ്ത് തിരിച്ചു വരുമ്പം ഒരൊറ്റ ബ്രെഡ് ക്രംസ് കൊണ്ടിട്ട് ബാക്കി 3-4 കുട്ടികളെ ഫീഡ് ചെയ്യുന്ന അമ്മയുടെ കാഴ്ചയും കാണുന്നുണ്ട്. അതേപോലെ തന്നെ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിലും എന്തൊക്കെ കിട്ടിയാലും മതിയാവാത്ത കുട്ടികളെ കാണുന്നുണ്ട്. ഒരു രൂപ തരുമോ 2 രൂപ തരുമോ എന്ന് പറഞ്ഞ് പുറകെ നടക്കുന്ന പാവം കുട്ടികളെയും കാണുന്നുണ്ട്. സോ ഇതുപോലുള്ള പല ഇനിക്വിറ്റീസ് ഉള്ള സ്ഥലമായിരുന്നു ഇന്ത്യ എന്ന് പറയുന്നത്.
പറയുന്നത്. ആൻഡ് അറ്റ് എ ട്രാഫിക് സിഗ്നൽ ഷഹീൻ മിസ്റ്റർ ഇങ്ങനെ കാറിലിരിക്കുമ്പോൾ 3 കുട്ടികളെ കാണുന്നുണ്ട്. ആൻഡ് ദേ വേ ബെഗിങ് ഫോർ ഫുഡ് ആൻഡ് മണി. പക്ഷേ അവരുടെ മുഖത്തൊരു ചെറിയ സ്മൈൽ ഉണ്ടായിരുന്നു. ദേ ഹാഡ് എ ലോട്ട് ടു കംപ്ലെയിൻ. പക്ഷേ അവർ ആ ചിരിച്ചിരിക്കുന്ന മുഖം നമ്മുടെ ഷഹീൻ മിസ്റ്ററെ വല്ലാതെ ഹോണ്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദെൻ ഷീ ഡിസൈഡഡ് ടു സ്റ്റേ ബാക്ക് ഇൻ ഇന്ത്യ ആൻഡ് ടു വർക്ക് ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദി സൊസൈറ്റി. ആ ഒരു സമയത്ത് ഷഹീൻ മിസ്റ്റർ തീരുമാനിക്കുകയാണ് എനിക്ക് ഇന്ത്യയിൽ നിൽക്കണം. കാരണം ഇതുപോലെയുള്ള കൃത്യങ്ങൾ വരേണ്ട സ്ഥലമല്ല ഇന്ത്യ. ഇന്ത്യ നീഡ് ടു ബി എന്തായിരുന്നു ഡെവലപ്പ് ആകണം, പല രീതിയിലും ഡെവലപ്പ് ആകാനുണ്ട് എന്നുള്ളൊരു നല്ല ഒരു വിഷനോട് കൂടി ഷഹീൻ മിസ്രി ഇന്ത്യയിൽ സ്റ്റേ ബാക്ക് ചെയ്യുകയാണ്. ആൻഡ് ഹർ പാരൻസിൻ്റെ അടുത്ത് ഷഹീൻ മിസ്രി കാര്യം പറയുന്നുണ്ട്. ആൻഡ് ദേ ഓൾസോ അക്സെപ്റ്റഡ് ദിസ് പെർട്ടിക്കുലർ തിങ് അണ്ടർ 2 കണ്ടീഷൻസ്. 2 കണ്ടീഷൻസ് ആണ് മുന്നോട്ട് വെക്കുന്നത് ഷഹീൻ മിസ്രിയുടെ പാരൻസ്. ഇൻ ഓർഡർ ടു സ്റ്റേ ബാക്ക് ഇൻ ഇന്ത്യ ഷീ ഷുഡ് ഫോളോ 2 conditions. And what are those conditions? The first one is that she could get admission into a good undergraduate college. നല്ലൊരു അണ്ടർഗ്രാജുവേറ്റ് കോളേജിൽ ആദ്യം ഫർദർ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു അഡ്മിഷൻ കിട്ടണം. ആൻഡ് ദ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഷീ വുഡ് ട്രാവൽ അബ്രോഡ് ഫോർ ഹർ ഗ്രാജുവേറ്റ് ഡിഗ്രിക്ക് വേണ്ടിയിട്ട് ഈ ഒരു അണ്ടർഗ്രാജുവേറ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം പുറത്ത് പോകാനും റെഡി ആയിരിക്കണം. ഇഫ് ഷീ ഈസ് റെഡി ടു അക്സെപ്റ്റ് ദീസ് 2 കണ്ടീഷൻസ് ദെൻ ഓക്കെ യു ക്യാൻ ഡു ഇറ്റ് വാട്ട് എവർ യു വാണ്ട് എന്നുള്ള രീതിയിൽ 2 കണ്ടീഷൻസ് പേരൻസ് വെക്കാൻ. ആൻഡ് ഷീ വാസ് also ready to accept it. കാരണം ഷഹീൻ മിസ്രിയുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പേരൻസ് പറയുന്നത്. ആൻഡ് ഷീ വാസ് ഓൾസോ റെഡി ടു അക്സെപ്റ്റ് ഇറ്റ് കേട്ടോ. ആൻഡ് ഷീ ഗോട്ട് അഡ്മിഷൻ ഇൻ സെന്റ് സേവിയേഴ്സ് കോളേജ്. ഏത് കോളേജിലാണ്? സെന്റ് സേവിയേഴ്സ് കോളേജിലാണ് ഷഹീൻ മിസ്രിക്ക് അഡ്മിഷൻ കിട്ടുന്നത്. ആൻഡ് ആ ഒരു കാര്യം അഡ്മിഷൻ കിട്ടുന്ന ഒരു കാര്യം ഭയങ്കര ഹ്യൂമറസ് വേയിൽ പോർട്രേ ചെയ്തിട്ടുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലേ? കോറിഡോറിൽ പ്രിൻസിപ്പലിനെ കാണാൻ വെയിറ്റ് ചെയ്യുന്നു. ബട്ട് ഷീ ഡിഡ്ന്റ് ഗെറ്റ് എനി ചാൻസ് ടു മീറ്റ് ഹിം. പക്ഷേ വൺ ഓഫ് ദി സ്റ്റുഡൻസ് സെഡ് ദാറ്റ് ആ ഒരു വഴി പോയാൽ കാണാൻ പറ്റും എന്ന് പറയും. അങ്ങനെ പെട്ടെന്ന് ഓടിക്കേറി സ്പ്ലിറ്റ് സെക്കൻഡ്സിൽ പ്രിൻസിപ്പലിൻ്റെ ഫ്രണ്ട് ചെല്ലുകയും ഈവൻ ബിഫോർ ആസ്കിങ് ദ ക്വസ്റ്റ്യൻ വൈ ഡിഡ് യു കം ഹിയർ, എന്തിനാണ് വന്നതെന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഷഹീൻ മിസ്രി പറയുന്നത് എൻ്റെ പ്ലാൻ ഇതാണ്, എനിക്ക് ഇവിടെ അഡ്മിഷൻ കിട്ടിയേ പറ്റുള്ളൂ, ക്യാൻ യു ഹെൽപ്പ് മീ ഫാദർ എന്നുള്ള രീതിയിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് തന്നെ. നല്ലൊരു വിഷനോട് കൂടി വന്ന് നിൽക്കുന്ന കുട്ടിയായതുകൊണ്ട് ഹി ഡിഡ്ന്റ് സേ നോ. അദ്ദേഹം നോ പറയാതെ അഡ്മിഷൻ കൊടുക്കുകയും പിന്നീട് അവിടെ പഠിച്ചുകൊണ്ട് ഷീ ഡിഡ് സംതിങ് ഗ്രേറ്റ് ഇൻ ഇന്ത്യ. അതാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. ആൻഡ് ഷീ ഗോട്ട് അഡ്മിഷൻ ആൻഡ് ഷീ വാണ്ടേഡ് ഇൻ ദ സ്ലംസ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഹൊറിഫൈങ് റിയാലിറ്റീസ് ഓഫ് സ്ലം ലൈഫ്. സെന്റ് സേവിയേഴ്സ് കോളേജിൽ സ്റ്റഡീസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് സ്ലമ്മിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദിയർ പ്രോബ്ലംസ് സ്ലമ്മിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. ആൻഡ് ഷീ അണ്ടർസ്റ്റുഡ് ദ ഹാർഷ് റിയാലിറ്റീസ് ഓഫ് ലൈഫ്. ഫോർ എക്സാമ്പിൾ, ആയിരക്കണക്കിന് ആളുകളാണ്, 10,000 ആളുകളാണ് ഈ സ്ലംസിൽ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത്രയും പേർക്കും കൂടെ ഈവൻ 6 to 10 ടോയ്ലറ്റ്സ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ദേ ഡിഡ്ന്റ് ഈവൻ ഹാവ് പ്യുവർ വാട്ടർ പോലുള്ള ഒരു സംവിധാനം പോലും ഉണ്ടായിരുന്നില്ല. ഇതുപോലൊക്കെയുള്ള പ്രശ്നങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ഷഹീൻ മിസ്രിയെ ഹോണ്ട് ചെയ്തതും. ഇതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുമായിരുന്നു അവർ ഇന്ത്യയിൽ സ്റ്റേ ബാക്ക് ചെയ്തതും. ഓക്കെ, ടീച്ചർ കമൻസ് വായിക്കുന്നില്ലേ? കമൻസ് വായിക്കണം. കമൻസ് വായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നതിനും കൂടെ കറക്റ്റായിട്ട് ഉത്തരം പറയൂ. തുളു അറിയില്ല, പകരം എനിക്ക് നല്ല ഇംഗ്ലീഷ് അറിയാം. ഓക്കെ, സോ നമ്മൾ എന്താണ് പറയുന്നത്? ഇവിടെ ഷഹീൻ മിസ്രി കോളേജിൽ കയറിയെന്ന് വരെയുള്ള സ്റ്റോറി പറഞ്ഞു അല്ലേ? സോ ഇനി അവിടെ കോളേജിൽ സ്റ്റഡീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം സ്ലമ്മിലുള്ള റിയൽ ലൈഫ് എക്സ്പീരിയൻസസ് കാണാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന സമയത്താണ് സന്ധ്യ എന്ന് പറയുന്ന I also know English by Ashik. You should definitely know English because it's a national language. അല്ലേ? നാഷണൽ അല്ലല്ലോ, വേൾഡ് ലാംഗ്വേജ് ആണ്, ഗ്ലോബൽ ലാംഗ്വേജ്. ഇറ്റ്സ് എ ഗ്ലോബൽ ലാംഗ്വേജ്. സോ വി ഓൾ ഷുഡ് നോ. അറിഞ്ഞില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഹാഫ് ഇയർലി എക്സാം പാസ്സാകണമെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. ഇതിൽ പഠിപ്പിക്കേണ്ട സ്റ്റോറീസും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ അല്ലേ ഭുവനെ, ആഷിക്കെ? ഓക്കെ അല്ലേ? സെറ്റാണല്ലോ അല്ലേ? സോ ആ സമയത്താണ് ഷഹീൻ മിസ്രി സ്ലമ്മിൽ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പം സന്ധ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുവർ ലേഡിയെ കാണുന്നു. ഇവൻച്വലി ദേ ബിക്കം ഫ്രണ്ട്സ് അല്ലേ? അങ്ങനെ വൈകിട്ട് സന്ധ്യയുടെ വീട്ടിൽ ഷഹീൻ മിസ്രി ചെല്ലുമ്പം അവിടെയുള്ള കുറച്ച് കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങുന്ന ഒരു പ്രൊജക്റ്റാണ് പിന്നീട് ഒരു വലിയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു റെവല്യൂഷണറി ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുന്നത്. ഇവിടെ തുളു തുടങ്ങി ഇംഗ്ലീഷ് എത്തി, ഇപ്പം ഹിന്ദിയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ? അതും കൂടി ഒന്ന് പറഞ്ഞ് ഹിന്ദിയിലും ഇംഗ്ലീഷിലും തുളുവിലും ഒക്കെ ആയിട്ട് ഒന്ന് പറഞ്ഞേ. ഞാൻ നോക്കട്ടെ എത്രത്തോളം അറിയാം ഈ ലാംഗ്വേജസ് ഒക്കെയെന്ന്. ഓക്കെ ആണോ? സോ
After college, Shaheen Mistry visited Sandhya's house and used to teach children. So, സന്ധ്യയുടെ വീട്ടിൽ ചെല്ലുമ്പോഴാണ് കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അവിടെയുള്ള ലൊക്കാലിറ്റിയിലുള്ള ഒരു അറൌണ്ട് 5 to 6 സ്റ്റുഡൻസിനെ ദേ കോൾ ഹർ ദീദി. അവരാണ് ആദ്യമായിട്ട് ഷഹീൻ മിസ്ട്രിയെ ദീദി. വട്ട് ഡു യു മീൻ ബൈ ദീദി? ഇറ്റ്സ് എ ഹിന്ദി. അതാ പിന്നെ ഹിന്ദി വന്നു. വട്ട് ഡു യു മീൻ ബൈ ദീദി? ഇവിടെ കുഷ് നെഹി ഹേ എന്ന് പറഞ്ഞത് ആരാ? റെയിം ആണോ? റെയിം ആറാണ്. സോ വട്ട് ഡു യു മീൻ ബൈ ദീദി ഇൻ ഹിന്ദി? പറഞ്ഞേ, മനസ്സിലായി മിസ്? ഓക്കെ. എന്താണ് ദീദി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ചേച്ചി എന്നൊക്കെ വിളിക്കില്ലേ, സിസ്റ്റർ എന്ന മീനിങ് വരുന്നതാണ് ഹിന്ദിയിൽ. സോ ആ കുട്ടികളാണ് ആദ്യമായിട്ട് ഷഹീൻ മിസ്ട്രിയെ ദീദി എന്ന് വിളിച്ച് തുടങ്ങിയത്. ഓക്കെ. ഓപ്പൺ ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് what did she do? She opened the opportunity, sister. Okay, very good answer. Correct answer. So she opened the opportunity to study, resulting in the establishment of Akansha Foundation. So ആ സ്ലമ്മിലുള്ള 5-6 കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങിയ ആ ഒരു ഇന്നോവേഷൻ ആണ് പിന്നീട് ആകാശ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ അവരെ ഹെൽപ്പ് ചെയ്തത്. ആ ഒരു കോൺഫിഡൻസ് ആണ്. ആൻഡ് ഷീ ക്രിയേറ്റഡ് എ ഫ്രീ എൻവയോൺമെന്റ് ഫോർ ദം ടു സ്റ്റഡി. ഈ ആകാശ ഫൗണ്ടേഷൻ ബേസിക്കലി എന്തിനായിരുന്നു? കുട്ടികൾക്ക് മാം ക്ലാസ് എടുത്തോ? ഭുവൻ എന്താ ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഓക്കെ. സോ ആ കുട്ടികൾക്ക് ആകാശ ഫൗണ്ടേഷനിൽ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ പോലും എന്താണ് സംഭവിക്കുക? ദേ ആർ നോട്ട് റെഡി ടു ലേൺ തിങ്സ്. അവർക്ക് റെഡി എന്തൊക്കെയോ അവരെ എന്താണ് തടയുന്നുണ്ട്. സർട്ടൻ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ സർട്ടൻ തോട്ട്സ് അവരെ വന്ന് ഇതാക്കുന്നുണ്ട്. ചിലപ്പം വീട്ടിലുള്ള പല പ്രശ്നങ്ങളുമായിരിക്കും അവരെ ഹോണ്ട് ചെയ്യുന്നത്. ബട്ട് എന്താണ് ഷീ എന്തായിരുന്നു ഡിസൈഡ് ചെയ്യുന്നത്? ഇവർക്കൊരു ഫ്രീ എൻവയോൺമെന്റ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ദേ നീഡ് ടു ഗെറ്റ് അറ്റ് ഫസ്റ്റ് ഇസ് ദാറ്റ് ഫ്രീ എൻവയോൺമെന്റ്. ഒരു ഫ്രീ ആയിട്ട് ഇരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റ് ആണ്. ഈ ഒരു സ്ലമ്മിൻ്റെ ഒരു ഹാർഷ് റിയാലിറ്റീസ് മാറ്റി ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ ലൈഫ് എൻജോയ് ചെയ്ത് നിൽക്കാൻ പറ്റുന്ന ഒരു ഫ്രീ എൻവയോൺമെന്റ് ആണ് അവർക്ക് ആദ്യം വേണ്ടതെന്ന് ഷഹീൻ മിസ്ട്രി മനസ്സിലാക്കുകയും ആൻഡ് ഷീ ഗോസ് ആൻഡ് ട്രൈ ടു മീറ്റ് എ ലോട്ട് ഓഫ് പ്രിൻസിപ്പൽസ് അല്ലെ, സ്കൂൾസിലുള്ള പ്രിൻസിപ്പലിനെ മീറ്റ് ചെയ്യുന്നുണ്ട്. ബട്ട് ദേ വെർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ദിസ് റിസ്ക്. ഈവൻ ഒരു വളരെ ഹാർഷായിട്ട് ഒരു കമന്റ് പറയുന്നുണ്ട്. എന്താണ്? ഫിഷർമെൻ്റെ കുട്ടികളുടെ ബാംഗിൾസ് കൊണ്ട് പോരാനുള്ള അല്ല നമ്മുടെ സ്കൂൾ ബെഞ്ചസ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പലിനെ വരെ നമുക്ക് കാണാൻ ഈ ഒരു ചാപ്റ്ററിൽ സാധിക്കുന്നുണ്ട്. ഓക്കെ. അതിൽ നിന്നെല്ലാം മാറി ഇവർക്ക് ഒരു പുതിയൊരു സ്കൂൾ കിട്ടുന്നു. ഈവനിങ് ക്ലാസ് ആയിട്ട് ആകാശ ഫൗണ്ടേഷനിൽ കൂടെ ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. അങ്ങനെ ഫോർ ദ ബെറ്റർമെന്റ് ഓഫ് ദി സൊസൈറ്റി വളർന്നു വന്നിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് എന്ത്? ആകാശ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഫോർമലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1991 ഇത് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഫ്രം എ സിംഗിൾ ക്ലാസ് വിത്ത് 15 children, ആകാശ grew to 58 centers and 6 schools with over 3,500 students. അങ്ങനെ സന്ധ്യയുടെ വീട്ടിൽ ചെന്ന് സ്ലമ്മിലെ 5-6 കുട്ടികളെ അറൌണ്ട് 15 സ്റ്റുഡൻസിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു ബേസിക് കോമൺ തോട്ടായിരുന്നു പിന്നീട് ആകാശ ഫൗണ്ടേഷനായി വളർന്ന് വലുതായതും. ആൻഡ് നൗ എന്താണ് ഇൻ ദ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ്? അതൊരു 58 സെന്റേഴ്സിലും 6 സ്കൂൾസ് വിത്ത് ഓവർ 3,500 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുകയും ചെയ്തു അല്ലേ. ഇതിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങിയിട്ട് എന്തൊക്കെയൊക്കെയോ ആയി മാറി തീർന്ന ആകാശ ഫൗണ്ടേഷനും ഷഹീൻ മിസ്ട്രിയുടെയും സ്റ്റോറി ആയിരുന്നു. ഇത് വളരെ മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ലേ? ആണോ അല്ലയോ? പറഞ്ഞേ, ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ? ഓക്കെ. സോ ഇനി നമ്മൾ പറയുന്നത് സ്റ്റാമർ. ഇറ്റ്സ് എ പോയ ബൈ കെ സച്ചിദാനന്ദൻ എഴുതിയിട്ടുള്ള പോയാണ് സ്റ്റാമർ എന്ന് പറയുന്നത്. വിച്ച് ആക്ട്സ് ലൈക്ക് ആൻ ഐ ഓപ്പണർ. വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പോയാണ്. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചോദിക്കട്ടെ. സ്റ്റാമറിന്റെ മലയാളം വേർഡ് എന്താ? മെസ്സേജ് അയച്ചേ. ഭുവൻ, അമൽ, ഹിഷാം, റെയിം. സ്റ്റാമറിന്റെ മലയാളം കൂടെ പറഞ്ഞേ. ഇവിടെ ഒരു ക്യാഹുവ ചോദിച്ച റെയിം ഒരു ഹിന്ദിക്കാരൻ ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട്. സ്റ്റാമറിന്റെ മലയാളം വേർഡ് മീനിങ്ങും കൂടെ പറഞ്ഞേ. നിങ്ങൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ടെന്നൊന്ന് നോക്കട്ടെ. പോരട്ടെ, മെസ്സേജസ് പോരട്ടെ. ഓക്കെ. വിക്ക്. വെരി ഗുഡ്. റെയിം ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? റെയിം ആണ് ആദ്യമായിട്ട് ആൻസർ പറഞ്ഞ. വിക്കി. ഭുവൻ പറഞ്ഞപ്പോൾ അത് വിക്കിയായി. വിൽക്കുന്ന അവസ്ഥയാണോ വിക്കി? ഓക്കെ. സോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം അല്ലേ. സോ ഇറ്റ്സ് എ തോട്ട് പ്രൊവോക്കിംഗ് പോയം. നമ്മളെ ഒന്ന് ആലോചിക്കാൻ അല്ലെങ്കിൽ ഒന്ന് എന്താണ് എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ കണ്ണ് തുറപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോയമാണ് സ്റ്റാമർ എന്ന് പറയുന്നത്. സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഓക്കെ. സോ ഒറിജിനലി റിട്ടൺ ഇൻ മലയാളം. ഈ ഒരു പോയം വിക്ക് എന്ന് പറഞ്ഞ ടൈറ്റിലിൽ ഈ പോയം ആദ്യം മലയാളത്തിലാണ് എഴുതിയിട്ടുള്ളത്. ലേറ്റർ ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ഇംഗ്ലീഷ് ബൈ ദ പോയറ്റ് ഹിംസെൽഫ്. പോയറ്റ് തന്നെയാണ് പിന്നീട് അത് ഇംഗ്ലീഷിലേക്ക് സ്റ്റാമർ എന്നുള്ള ഹെഡിങ്ങിൽ പബ്ലിഷ് ചെയ്യുന്നത്. ദ പോയറ്റ് സീസ് സ്റ്റാമർ ഇസ് നോട്ട് എ ഡിസബിലിറ്റി ബട്ട് എ മോഡ് ഓഫ് സ്പീച്ച്. സ്റ്റാമർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു
ഇവിടെ ആമസോൺ ഫോറസ്റ്റിൻ്റെ കഥയൊക്കെ കൊണ്ട് പിള്ളേർ ഇത് എവിടെ പോവാണ്, നമ്മൾ സ്റ്റാമറിൽ നിൽക്കും. കെ സച്ചിദാനന്ദൻ്റെ വിക്ക് എന്ന് പറഞ്ഞ പോയം ഇംഗ്ലീഷിൽ സ്റ്റാമറായി മാറിയതിനെ കുറിച്ച് നമുക്കിപ്പോൾ ചിന്തിക്കാം കേട്ടോ. ഓക്കെ, സോ ദ പോയറ്റ് സേസ് ദാറ്റ് സ്റ്റാമർ, വിക്ക് എന്ന് പറയുന്നത് അതൊരു ഡിസബിലിറ്റി അല്ല, അതൊരു മോഡ് ഓഫ് സ്പീച്ചാണ്. നമ്മൾ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മോഡ് മാത്രമാണ് ഈ വിക്ക് എന്ന് പറയുന്നത്. ഇറ്റ് കമ്പാരിസസ് വിത്ത് ലെയിംനെസ്, മൊടന്തെന്ന് പറയും, അതുമായിട്ടും കൂടെ കമ്പയർ ചെയ്യുന്നുണ്ട്. Stammer is the silence that folds words and its meanings, whereas lameness is the silence between the words and the deeds എന്നാണ് പറയുന്നത്. എന്താണ് സ്റ്റാമർ എന്ന് പറയുന്നത്? സ്റ്റാമർ എങ്ങനെയാണോ, നമ്മളിപ്പോൾ ഒരു വാക്ക് ഒരു കാര്യം പറയുമ്പം അത് ഇപ്പം മിസ് ഒരു കാര്യം പറയുകയാണ്, ആ കാര്യം നിങ്ങളിലേക്ക് എത്തി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിന് മുന്നേ അവിടെ ഒരു ചെറിയ ഗ്യാപ്പ് വരുന്നുണ്ടല്ലേ, ആ ഒരു ഗ്യാപ്പിനെ അല്ലെങ്കിൽ ആ ഒരു സൈലൻസിനെയാണ് സ്റ്റാമർ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെയാണ് നമ്മൾ പറയുന്ന വാക്കും അത് ചെയ്യുന്ന ഒരു ആക്ഷനില്ല, ആ ഒരു പ്രവൃത്തിയും, വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ സൈലൻസിനെ ലെയിംനെസ്, മൊടന്തെന്ന് പറയും. എന്നാൽ വാക്കും അർത്ഥവും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് അല്ലെങ്കിൽ സൈലൻസിനെ വിക്ക്, സ്റ്റാമർ എന്നുള്ള രീതിയിലുമാണ് പോയറ്റ് കമ്പയർ ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? And he says that even for a linguist it is difficult to discuss about the history of stammer. ഒരു ഭാഷാശാസ്ത്രജ്ഞൻ, അതിനെയാണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ലാംഗ്വേജിനെ കുറിച്ച് പഠിക്കുന്ന ആളെയാണ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത്. ലിംഗ്വിസ്റ്റിനാണെങ്കിൽ പോലും ഈ ഒരു സ്റ്റാമറിന്റെ ഹിസ്റ്ററിയോ ഇത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. Okay, so when we stammer, the listener would not be able to understand its real meaning. They try to create fabricated stories by their own. ഞാനിപ്പോൾ ഒരു കഥ ഇവിടെ നിന്ന് ഈ ഒരു പോയത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ഇങ്ങനെ വിക്കി പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് അതേപോലെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവിടെയും ഇവിടെയായിട്ട് പല മുറി കഷ്ണങ്ങളും കിട്ടും. അത് നിങ്ങളുടേതായ രീതിയിൽ മാറ്റിയിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ആയിരിക്കും നിങ്ങൾ ഉണ്ടാക്കുക, അല്ലേ? സോ അതെന്ന് പറയുന്നത്, സ്റ്റാമർ എന്ന് പറയുന്നത് എന്താണ്? ലിസണേഴ്സ് വോണ്ട് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്സ് റിയൽ മീനിങ്. കേൾക്കുന്നവർക്ക് അതിൻ്റെ റിയൽ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം എന്നില്ല. ഓക്കെ, Stammer can be considered as a sacrifice to the god of meanings. Okay, എന്താണ്? നമ്മുടെ അക്ഷര ദേവതയ്ക്ക് നൽകുന്ന ഒരു ഗോഡ്, മീനിങ്സ് അർത്ഥത്തിൻ്റെ ദേവതയ്ക്ക് നൽകുന്ന ഒരു സാക്രിഫൈസ് ആയിട്ടാണ് വിക്കിനെ അദ്ദേഹം കാണുന്നത്. ഇഫ് ഓൾ പീപ്പിൾ സ്റ്റാമർ ഇറ്റ് ബിക്കംസ് ദിയർ മദർ ടങ്. ഇപ്പം ഞാൻ ഇവിടെ വിക്കിക്കൊണ്ട് പറഞ്ഞാലും നിങ്ങളത് വിക്കിക്കൊണ്ടാണ് അത് കേൾക്കുന്നത് മനസ്സിലാക്കുന്നതെങ്കിലും അതെന്ന് പറയുന്നത് ഒരു നോർമൽ തിങ് ആയി മാറും, അല്ലേ? ഒരാൾ മാത്രം ചെയ്യുമ്പോഴാണല്ലോ അത് എന്തൊക്കെയോ വേറിട്ട് നിൽക്കുക. എല്ലാവരും ഒരേ രീതിയിൽ ആക്ഷൻസ് ആണെങ്കിൽ അതൊരു ക്വൈറ്റ് എ നോർമൽ തിങ് ആയി മാറും. ഓക്കെ, ഈവൻ ദ ഗോഡ് മസ്റ്റ് ഹാവ് സ്റ്റാമർഡ് വെൻ ഹി ക്രിയേറ്റഡ് മാൻ. എന്തിനേറെ പറയുന്നു, ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചപ്പോൾ പോലും എവിടെയോ ഒരു പെശക് പറ്റിയിട്ടുണ്ടാവാം, അതായത് ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഒന്ന് വിക്കിപ്പോയിട്ടുണ്ടാവാം. ഇതുപോലൊരു ഐറ്റത്തിനെയാണല്ലോ ഈ ഭൂമിയിലേക്ക് വിടുന്നതെന്ന് ഓർത്തിട്ട് നമ്മുടെ ദൈവം തന്നെ ഒന്ന് വിക്കിപ്പോയിട്ടുണ്ടാവാം, വിച്ച് മീൻസ് പതറിപ്പോയിട്ടുണ്ടാവാം. ഓക്കെ, all words of man have different meanings. മനുഷ്യൻ പറയുന്ന ഓരോ വാക്കിനും പല അർത്ഥങ്ങളാണുള്ളത്. People pray and command differently, therefore it also appears different like poetry. എങ്ങനെയാണോ ഒരു പോയം കവി ഉദ്ദേശിക്കുന്നതൊന്ന് വായിച്ച് മനസ്സിലാക്കുന്ന മീനിങ് വേറെയൊന്ന്, അത് വേറൊരാളുടെ അടുത്ത് പറയുമ്പം ഇതിനേക്കാൾ കംപ്ലീറ്റ് ആയിട്ടുള്ള വേറൊരു മീനിങ് ആയിരിക്കും. അതേപോലെയാണ് എന്ത് മനുഷ്യൻ പറയുന്നതും പ്രാർത്ഥിക്കുന്നതും പ്രവർത്തിക്കുന്നതും എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് എന്താണ് രമണ? നമ്മൾ പറയുന്ന വാക്കും ചെയ്യുന്ന ആക്ഷൻസും തമ്മിൽ ഒരു ബന്ധവുമില്ല. അതേപോലെയാണ് ഈ വിക്ക് എന്ന് പറയുന്നത് കനോട്ട് ബി കൺസിഡേർഡ് ആസ് എ വാട്ട്, ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എ ഡിസബിലിറ്റി, ഇറ്റ്സ് എ മോഡ് ഓഫ് സ്പീച്ച്. ഹൗ ലെയിംനെസ് ഇസ് കണക്റ്റഡ്, അല്ലെങ്കിൽ വേർഡ്സും ഡീഡ്സും തമ്മിലുള്ള സൈലൻസിനെ എങ്ങനെയാണോ ലെയിംനെസ്സുമായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്, അതേപോലെയാണ് വേർഡ്സും അതിൻ്റെ മീനിങ്സും തമ്മിലുള്ള ഒരു സൈലൻസിനെ നമ്മുടെ സ്റ്റാമറായിട്ട് കണക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ഇറ്റ് ക്യാൻ ഓൾസോ ബി കൺസിഡേർഡ് ആസ് എ സാക്രിഫൈസ് to the god of meanings എന്നും പറയുന്നുണ്ട്. ഓക്കെ, അത്രയും മനസ്സിലായല്ലോ. സോ വെൻ എവ്രി വൺ വെൻ ഓൾ പീപ്പിൾ സ്റ്റാമർ ഇറ്റ് ബിക്കംസ് എ കൈൻഡ് ഓഫ് മദർ ടങ് ബിറ്റ്വീൻ us, ഈവൻ ഇഫ് ഗോഡ് മൈറ്റ് ഹാവ് സ്റ്റാമേർഡ്, അല്ലേ? വെൻ ഹി ക്രിയേറ്റഡ് മാൻ എന്നുള്ള രീതിയിൽ കണ്ണ് തുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പോയം, തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള പോയമാണ് കെ സച്ചിദാനന്ദൻ്റെ സ്റ്റാമർ എന്ന് പറയുന്നത്. ഈ ഒരു പോയം ഏകദേശം ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ മിസ് ഇതിന് മുന്നേ തന്നിട്ടുണ്ട്, അതും കൂടെ പോയി ചെക്ക് ചെയ്യണം കേട്ടോ എക്സാമിന് മുന്നേ. ഓക്കെ, ഇനി നമുക്ക് പോസിബിൾ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ബ്ലർബ് റൈറ്റിംഗ്. എന്താണെന്ന് അറിയണ്ടേ? ധനുഷേ, മനീഷേ, ഭുവനെ, എല്ലാവരും കേൾക്കുന്നുണ്ടോ? എല്ലാവരുടെയും മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട്. ഇപ്പം നമുക്ക് പോസിബിൾ ക്വസ്റ്റ്യൻസും കൂടെ ഡിസ്കസ് ചെയ്താലല്ലേ നല്ല രീതിയിൽ സ്കോർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ.
ഓക്കെ ആണോ? എല്ലാവരും റെഡി ആണോ ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യാൻ? ഓക്കെ, സോ മോസ്റ്റ് പോസിബിൾ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലർബ് റൈറ്റിംഗ് ആണ്. എന്താണ് ഒരു ബ്ലർബ് എന്ന് പറയുന്നത്? ഇപ്പം ഓക്കെ, നമ്മൾ 2 രീതിയിലാണ് ബുക്സ് സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മളൊരു കടയിൽ പോയിട്ട് അല്ലെങ്കിൽ ഒരു ലൈബ്രറിയിൽ പോയിട്ട് എങ്ങനെയാണ് ബുക്ക് സെലക്ട് ചെയ്യുക? ഒന്നെങ്കിൽ ഫസ്റ്റ് മെത്തേഡ് ഈസ് ദാറ്റ് എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടുള്ളത് വെച്ചിട്ട്, അല്ലെങ്കിൽ വേൾഡിലെ തന്നെ നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ബുക്സ് നമ്മൾ കേട്ടിട്ട് റിവ്യൂ കേട്ടിട്ട് പോയി വാങ്ങും. അല്ലാത്ത ബുക്ക്, ഇപ്പം മിസ്സിൻ്റെ കയ്യിൽ ഒരു ബുക്ക് ഉണ്ട്, കാണാമല്ലോ അല്ലേ? കാണാമല്ലോ. ഓക്കെ, ഇത് ഹെർമൻ ഹെസയുടെ സിദ്ധാർത്ഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്കാണ് ഉള്ളത്. അപ്പം ഇതുപോലൊരു ബുക്ക്, ഒരു റാൻഡം പിക്കായിട്ടുള്ള ബുക്കാണെങ്കിൽ നമ്മളിങ്ങനെ എടുക്കും, ഷെൽഫിൽ നിന്ന് ഇങ്ങനെ ബുക്ക് എടുത്തിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ്? പുറകിലോട്ട് ഇങ്ങനെ നോക്കും. പുറകിൽ നോക്കുമ്പം കുറച്ച് ഡിസ്ക്രിപ്ഷൻസ് ഉണ്ടാകും. ഓഥറിനെ കുറിച്ച് കാണും, സ്റ്റോറിയെ കുറിച്ച് ഉണ്ടാകും, പബ്ലിഷിംഗ് ഡീറ്റെയിൽസ് ഉണ്ടാകും, ഒരു ഓവറോൾ സമ്മപ്പ് ഓഫ് ദി ഐഡിയാസ് അതിൽ വളരെയധികം ക്ലിയർ ആയിട്ടുണ്ടാവും. ഇതിനെയാണ് ബ്ലർ എന്ന് പറയുന്നത്. ബ്ലർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു ബുക്ക് തന്നിട്ട് അതിൻ്റെ ബ്ലർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഈ ഒരു സാധനം, ബാക്ക് പേജിൽ കാണുന്ന ഈ ഒരു സാധനത്തിനെയാണ് ബ്ലർബ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? മാം ആഷിക്കിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുമോ പ്ലീസ്? ഭുവനാണോ ചോദിച്ചിട്ടുള്ളത്? ഭുവൻ, എന്നാൽ ഞാൻ നിനക്കൊരു ക്വസ്റ്റ്യൻ തരാം. എങ്ങനെയാണ് ഒരു ബ്ലർബ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഹൗ ഡു യു ക്രിയേറ്റ് എ ബ്ലർബ് ആൻഡ് ഹൗ ഡു യു മേക്ക് ഇറ്റ് സ്പെഷ്യൽ? എങ്ങനെ എഴുതും? പറഞ്ഞേ ഭുവൻ തന്നെ പറഞ്ഞേ. ഓക്കെ, സോ ബ്ലർബ് എന്ന് പറയുമ്പോൾ മിസ് പറഞ്ഞു ഏതൊരു ബുക്ക് എടുത്താലും അതിൻ്റെ ഈ ഒരു ബാക്ക്, പുറംചട്ട എന്ന് പറയാം അല്ലേ, ബാക്ക് പേജിൽ കാണുന്ന ഈ ഒരു ഡീറ്റെയിൽസിനെയാണ് ബ്ലർബ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് എഴുതാൻ പ്രത്യേകിച്ച് ഒരു ഫോമാറ്റ് ഒന്നുമില്ല. കാരണം ഓരോ ബുക്ക് നോക്കിയാലും അതിൻ്റെ ബാക്കിൽ കൊടുത്തേക്കുന്ന ഡീറ്റെയിൽസ് അല്ലെങ്കിൽ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും. അതിനൊരു ഫോർമാറ്റ് ഇല്ല. പക്ഷേ ദർ ആർ സർട്ടൻ തിങ്സ് ഓർ വി നീഡ് ടു ഇൻക്ലൂഡ് വൈൽ റൈറ്റിംഗ് ബ്ലർബ് അല്ലേ? ഓക്കെ, ഇവിടെ പാട്ടൊക്കെ, റീൽസിൻ്റെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഇതേ ധനുഷേ മോയെ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ഇപ്പം ക്ലാസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഹാഫ് ഇയർലിയുടെ മാർക്ക് കിട്ടുമ്പം നീയും മോയെ. ഓക്കെ, എല്ലാവരും മോയെ ആവുണ്ടെങ്കിൽ ഇപ്പം ശ്രദ്ധിച്ചോ. ഓക്കെ, സോ ബ്ലർബ് റൈറ്റിംഗിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അതെന്ന് പറയുന്നത് ഡിസ്കഷൻ ഓഫ് എ ബുക്ക് ഓൺ ഇറ്റ്സ് ബാക്ക് കവറാണ്. നമ്മുടെ ബുക്കിൻ്റെ ബാക്ക് കവറിൽ കാണുന്ന ഡിസ്കഷനെയാണ് ബ്ലർബ് എന്ന് ആൻഡ് ഇറ്റ് ഓപ്പൺസ് വിത്ത് എ ക്യാച്ചി സ്റ്റേറ്റ്മെൻറ്റ്. എക്സാമ്പിൾ, ഒരു ബുക്ക് മിസ്സാണെങ്കിലും നിങ്ങളാണെങ്കിലും അത് എടുത്തിങ്ങനെ നോക്കുമ്പം ഇതിനൊരു ക്യാച്ചി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ കൊള്ളാലോ. ഇവിടെ റൈറ്റർ ഓഫ് ജീനിയസ് ദ ടൈംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൈംസിൽ വന്നിട്ടുള്ള ഒരു റിവ്യൂ ആണ് തന്നിരിക്കുന്നത്. പലതരത്തിലുള്ള റിവ്യൂസ് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും കൊള്ളാം, നോട്ട് ബാഡ്, നമ്മൾ വായിച്ചിരിക്കേണ്ടതാണെന്ന് തോന്നുന്നു എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ട്വിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് സമ്മറി തന്നിട്ടായിരിക്കും ചിലപ്പോൾ ബ്ലർബ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ചിലത് എന്തായിരിക്കും, പല ബുക്സ് അല്ലെങ്കിൽ പല ലീഡിങ് ന്യൂസ് പേപ്പറിൽ ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ള ഒരു റിവ്യൂ ഇങ്ങനെ പോയിന്റായിട്ട് ഇട്ടിട്ടായിരിക്കും ചില ബ്ലർബ്സ് ഉണ്ടാകുക. ചിലതെന്ന് പറയുന്നത് ഓഥറിനെ കുറിച്ചിട്ട് നൽകിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ് എന്താണ്, വാട്ട് മേക്സ് എം സ്പെഷ്യൽ എന്നുള്ളതിനെ കുറിച്ച് പലതും മിസ് പറഞ്ഞ പോലെ തന്നെ. ഓക്കെ, നിങ്ങളുടെ കമൻസ് കണ്ടിട്ട് ടീച്ചർ പഠിച്ചിട്ട് ഇനി മൊയ ആവില്ല. പഠിപ്പിച്ചാൽ അതേപോലെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, സന്തോഷം. അനു വന്നിട്ടുണ്ട്, ഹലോ മിസ്സേ എന്ന് പറഞ്ഞിട്ട് 8 മണി ആയപ്പോഴാണ്, 6:30 തുടങ്ങിയ ക്ലാസ്സിൽ 8 മണി ആയപ്പോൾ ഗുഡ് ഈവനിങ് പറഞ്ഞിട്ട് വന്ന പോലെ ഉണ്ട്. കുഴപ്പമില്ല, ക്ലാസ് ഇനിയും ശ്രദ്ധിക്കുക. ഇനിയും നമുക്ക് പോസിബിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ ഈ മാരത്തോൺ ഇനിയും വരുന്നുണ്ട് കേട്ടോ. എക്സാമിൻ്റെ തലേ ദിവസം ഇതേപോലെ മാരത്തോൺ ഉണ്ട്. പോകുന്ന എക്സാമിൻ്റെ അന്ന് ദിവസം 6 മണിക്കും നമ്മൾ ബൂസ്റ്റർ ഡോസുമായിട്ട് ഞാൻ വരുന്നതാണ്. ആരും മിസ് ചെയ്യരുത്, ക്ലാസ് അറ്റൻഡ് ചെയ്യണം കേട്ടോ. പോസിബിൾ ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടാവും. പ്രഡിക്ഷൻ വളരെ കറക്റ്റ് ആയിരിക്കും, അറ്റൻഡ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം അനു ഹലോ ഹായ്. സോ ബ്ലർബിൽ പറയുന്നത് പോലെ അത് എപ്പോഴും കുറച്ച് ക്യാച്ചി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നല്ല ക്യാച്ചി സെൻറ്റൻസിൽ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇറ്റ് ഏർജസ് ദ റീഡർ ടു ബൈ ഓർ റീഡ് ദ ബുക്ക്. ആ ബുക്ക്, ആ ഒരു ബ്ലർബ് നോക്കുമ്പോൾ നമുക്കത് വായിക്കണം. അതിൽ എന്തൊക്കെയോ നമുക്ക് വേണ്ടതുണ്ട് എന്നുള്ളൊരു രീതിയിൽ വേണം അത് എഴുതാൻ. സിമ്പിൾ ആൻഡ് ഡയറക്റ്റ് ലാംഗ്വേജ്. അത് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം. ഒരു കോമൺ റീഡറിനാണെങ്കിലും മനസ്സിലാവാൻ പറ്റണം അതിൽ തന്നേക്കുന്ന ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ടീച്ചർ ഒരു ഡൗട്ട് ഉണ്ട്, എന്താണ് ചോദിച്ചോളൂ. ഗിവ് നെസസറി ഇൻഫോർമേഷൻ. സോറി മിസ്സേ, ഞാൻ ശ്രദ്ധിച്ചില്ല. ഓക്കെ,
അതൊരു എക്സ്ക്യൂസ് അല്ല. ഗിവ്സ് നെസസറി ഇൻഫോർമേഷൻ അബൌട്ട് ദി ഓഥർ, പബ്ലിഷർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ എക്സെട്ര. അപ്പം എന്തൊക്കെയാണ് ബ്ലർബ് എന്ന് പറയുന്നത്? ഒരു ബുക്കിൻ്റെ സമ്മറി എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ ഒരു ഫുൾ ഐഡിയ അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. വലിയ റിജിഡായിട്ട് ഫോളോ ചെയ്യേണ്ട ഫോർമാറ്റ് ഒന്നുമില്ല. പക്ഷേ എന്താണ്, ക്യാച്ചി ആയിരിക്കണം. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാച്ചി സ്റ്റേറ്റ്മെൻറ്റിൽ സ്റ്റാർട്ട് ചെയ്യണം. ഇൻട്രസ്റ്റിംഗ് ആയിരിക്കണം. നമ്മൾ വായിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളെ എന്താണ് നമ്മൾ എന്താണ് വി ഷുഡ് ഏർജ് ദം. നമ്മൾ അവരെ വായിക്കണം, ഇത് വാങ്ങണം എന്നുള്ളൊരു രീതിയിൽ ഏർജ് ചെയ്യണം. സിമ്പിളായിരിക്കണം, ഡയറക്റ്റ് ലാംഗ്വേജിലായിരിക്കണം. പബ്ലിഷർ, ഇയർ ഓഫ് പബ്ലിക്കേഷൻ, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ള റിവ്യൂസ്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഒരു കുഞ്ഞ് ബോക്സിൽ കുറച്ച് നല്ല രീതിയിൽ എഴുതുന്നതിനെയാണ് ബ്ലർബ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റൈറ്റപ്പ് ഓർ നറേഷൻ എന്ന് പറയാം. റൈറ്റപ്പും നറേഷനും മിസ് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ ദ സ്പേസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ. ദ സ്പേസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും വിമൻ എംപവർമെൻറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിലും ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ കാണിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇതിൻ്റെ എല്ലാം ബേസിക് ഐഡിയ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സ്ലൈഡ് മിസ് കാണിച്ചത് ഓർമ്മയുണ്ടോ? ബുള്ളറ്റ് സൈനിൽ പല ഹെഡിങ്ങിൽ കാണിച്ചത്. അത് ഓർത്ത് വെച്ചാൽ ഇതിനൊക്കെ ഈ ഒരു വുമൻ എംപവർമെൻറ്റ് അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസേഴ്സ് കിട്ടും കേട്ടോ. സോ റൈറ്റപ്പ് അല്ലെങ്കിൽ നറേഷൻ, ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക നിങ്ങളുടെ യൂസേജ് ഓഫ് ലാംഗ്വേജും ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസുമാണ്. ഓക്കെ, സോ ഇതിൽ മിസ്സെ വേറെ എവിടെയെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ എന്ന് അൻഹർ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇപ്പം ഇവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ഇവിടെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടേ ഞാൻ വേറെ എവിടേക്കെങ്കിലും പോകുന്നുള്ളൂ. ഓക്കെ, സോ നിങ്ങളുടെ ഡൗട്ട് കണ്ട് മാം ആഷിഖിൻ്റെ ഡൗട്ട് എന്താടാ ഈ പറയുന്നത്, മര്യാദയ്ക്ക് നീ ഒന്ന് ചോദിക്കുക, എന്നാലല്ലേ എനിക്കത് മനസ്സിലാവുള്ളൂ. നമുക്കിപ്പോൾ വരാം. എക്സാം എടുത്തു ആദ്യം എക്സാമിൻ്റെ പോസിബിൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഡൗട്ട്സ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. സോ റൈറ്റപ്പ് അല്ലെങ്കിൽ നറേഷൻ എന്ന് പറയുന്നത് മെയിൻ തിങ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ് ആണ്, യുവർ യൂസേജ് ഓഫ് ലാംഗ്വേജ് ആണ്. അതേപോലെ നിങ്ങൾ ഒരു ടോപ്പിക്ക് തന്നിട്ടുണ്ടാവുമല്ലോ, ആ ഒരു ടോപ്പിക്കിനെ എങ്ങനെ മനസ്സിലാക്കി നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നുള്ള കാണിക്കുന്ന രീതിയിൽ വേണം ഒരു റൈറ്റപ്പ്. മെയിൻലി റിട്ടൺ ഇൻ എ പാരഗ്രാഫ്, അത്യാവശ്യം വലിയൊരു പാരഗ്രാഫിൽ അല്ലെങ്കിൽ ഈ ഒരു സൈസിൽ എഴുതിയിട്ടുള്ള ഒരു രീതിയിൽ വേണം റൈറ്റപ്പ് അല്ലെങ്കിൽ നറേഷൻ അറിയാം പറയുന്നത് പോലെ തന്നെ. സോ ലാംഗ്വേജ് ശ്രദ്ധിക്കുക, ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്, നിങ്ങളുടെ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അത് എത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ട്, ടോപ്പിക്കുമായിട്ട് നിങ്ങളുടെ ഐഡിയാസ് കണക്റ്റഡ് ആകുന്നുണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളാണ് ഇത് കറക്റ്റ് ചെയ്യുമ്പോൾ നോക്കുക. സോ റൈറ്റപ്പ് ഓർ നറേഷനിൽ നിങ്ങൾ നോക്കി വെക്കേണ്ട ഒരു സാധനമാണ് ദ സ്പേസ് ഓഫ് വുമൺ ഇൻ എ ഫാമിലി അല്ലെങ്കിൽ വുമൺ എംപവർമെൻറ്റുമായിട്ട് പഠിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മൾ പഠിച്ചിട്ടുള്ള 3Ls പഠിച്ചിട്ടുണ്ടല്ലോ, അത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഇങ്ങനത്തെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഫോളോ ചെയ്ത് പോകാനായിട്ട് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ. ഓക്കെ, അടുത്തത് സ്പീച്ച് വരും. സോ ഹൗ ഡു യു റൈറ്റ് എ സ്പീച്ച്? സ്പീച്ച് എന്ന് പറയുമ്പം ആദ്യം നമ്മൾ അഡ്രസ്സ് ചെയ്യണം അല്ലേ? എന്തൊക്കെയാണ് ആദ്യം ഇത് വേണം, അഡ്രസ്സിങ് ഓഫ് ദ ഇത് വേണം, സല്യൂട്ടേഷൻ വേണം, ഫസ്റ്റ് വൺ സല്യൂട്ടേഷൻ വേണം, ലൈക്ക് റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ്, മൈ ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ. അല്ലെങ്കിൽ റെസ്പെക്റ്റഡ് ഡിഗ്നിറ്ററീസ് ഓൺ ദി ഡയസ് ഓർ അങ്ങനെ പറഞ്ഞിട്ട് ആരാണോ നമ്മളെ കേൾക്കാനായിട്ടിരിക്കുന്നത് അവരെ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. സല്യൂട്ടേഷൻ കഴിഞ്ഞിട്ട് what you should do, you should introduce the topic. Why are you standing here എന്നുള്ളതിനെ കുറിച്ചും ഒരു ഐഡിയ അവർക്ക് ഉണ്ടാക്കി കൊടുക്കണം. Today I am standing here or I am very glad to address you all people on the topic എന്ന് പറഞ്ഞിട്ട് ടോപ്പിക് എന്താണോ അതിനെക്കുറിച്ചിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ടോപ്പിക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ ആണെങ്കിൽ, ഇപ്പോൾ ഒരു വിമൻസ് ഡേ, വിമൻ എംപവർമെൻറ്റ് ആണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിച്ചത് ഈ ഒരു യൂണിറ്റിലൊക്കെ. സോ വിമൻ എംപവർമെൻറ്റ് ആയിട്ട് വിമൻസ് ഡേക്ക് March 8 ആണ് വിമൻസ് ഡേ അല്ലേ? സോ അതുമായിട്ട് ബേസ് ചെയ്തിട്ട് വിമൻസ് 8 March 8 വിമൻസ് ഡേ സെലിബ്രേഷനിൽ പറ്റിയൊരു സ്പീച്ച്, അതുപോലുള്ള ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അവർ ആദ്യം അഡ്രസ്സ് ചെയ്യുക, നിങ്ങൾ എന്തിനാണ് ഇവിടെ നിൽക്കുന്നതെന്നുള്ളത് പറയുക. ആൻഡ് സ്പീച്ചിൻ്റെ ആദ്യം നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? ഇൻട്രൊഡക്ഷൻ വേണം. ഓക്കെ, അതെന്ന് പറയുന്നത് കുറച്ച് ക്രിസ്പ് ആൻഡ് ഷോർട്ടായിട്ട് എഴുതിയാൽ മതി. പിന്നെ ബോഡി ഡീറ്റെയിൽ വേണം, ദെൻ കൺക്ലൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. കൃഷ്ണപ്രിയ ഹായ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് കഴിയാറായപ്പോഴാണ് ഇവരുടെയൊക്കെ ഹായ് ഞാൻ കാണുന്നത്. ഓക്കെ, ശ്രദ്ധിച്ചില്ലായിരുന്നു എപ്പോഴാണ് ക്ലാസ് എന്നുള്ളത്? ക്ലാസ്സൊക്കെ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, അതുകൊണ്ടൊന്ന് പറഞ്ഞേ.
സോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടോപ്പിക് എന്താണോ അതിനെ വെച്ചിട്ട് വേണം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ. വാട്ട് ആർ യു ഗോൺ ടെൽ ഓർ വാട്ട് ഈസ് ദ മെയിൻ ടോപ്പിക് യു ഗോൺ ഡീൽ വിത്ത്, അതുപോലുള്ളതിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ നിൽക്കുന്നത് ടുഡേ എന്താണ് ഐ എം ഹിയർ ടു സേ എ ഫ്യൂ വേർഡ്സ് അബൌട്ട് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ പറഞ്ഞ ഇൻട്രൊഡക്ഷനെ മാക്സിമം വലിച്ചു നീട്ടിയിട്ട് ഇപ്പം എന്തെങ്കിലും ഇഷ്യൂ ആണെങ്കിൽ ആ ഇഷ്യൂവിന് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് പറയുക, ആ പ്രോബ്ലത്തിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അത് പറയുക, അത് കറന്റ് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുക. ആൻഡ് ഇതിനെല്ലാം സമ്മപ്പ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞത് ഇതൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഒരു ഐഡിയ കൊടുക്കുന്നതാണ് ഈ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. സോ ഇത്രയും പറഞ്ഞ സോ വെരി ഹാപ്പി ടു ബി വിത്ത് യു ഓൾ, അല്ലെങ്കിൽ ലെറ്റ്സ് ജോയിൻ ടുഗെദർ ഫോർ ദ എന്നതാണോ പ്രശ്നം അതിനെ അഡ്രസ്സ് ചെയ്തിട്ട് സോ ലെറ്റ്സ് വർക്ക് ടുഗെദർ ഓർ ലെറ്റ്സ് ജോയിൻ ടുഗെദർ, ജസ്റ്റ് ലെറ്റ്സ് ഹോൾഡ് our hands together for the future, അല്ലെങ്കിൽ ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്കത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ എങ്ങനെയാണ് ഇവിടെയും പറയുന്നത് ഓർഗനൈസേഷൻ ഓഫ് ഐഡിയാസ്, യുവർ യൂസേജ് ഓഫ് ലാംഗ്വേജ്, അതേപോലെ എങ്ങനെയാണ് ഈ ഒരു ബോഡി അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ നിങ്ങൾ എങ്ങനെയാണ് ഫോം ചെയ്ത് വന്നിട്ടുള്ളത്, ആ തന്നിരിക്കുന്ന ടോപ്പിക്കിനോട് നിങ്ങൾ എത്രമാത്രം ജസ്റ്റിസ് കാണിച്ചിട്ടുണ്ട്, ഇത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് സ്പീച്ചിന് മെയിൻലി മാർക്ക് ഇടുക. ഓക്കെ ആണല്ലോ അല്ലേ? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് മിസ്സേ, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്? യൂണിറ്റ് 1, 2, 3, 4 എല്ലാം നമ്മൾ പഠിക്കണ്ടേ? യൂണിറ്റ് 3 വരെ ഉള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 4ഉം അതിൻ്റെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും നമ്മൾ വരുന്നത് നെക്സ്റ്റ് മാരത്തോണിലാണ് കേട്ടോ. ഓക്കെ, സോ അടുത്തത് വരുന്നത് റിവ്യൂ ഉറപ്പായിട്ട് വരും. അത് എന്തൊക്കെ കുറിച്ച് വരാം? പോയത്തിനെ കുറിച്ച് വരാം, സ്റ്റോറിയെ കുറിച്ച് വരാം, ഫിലിമിനെ കുറിച്ച് വരാം, ഒരു ബുക്കിനെ കുറിച്ച് വരാം, അങ്ങനെ പലതരത്തിലുള്ള റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുന്നതാണ് ഉള്ളത്. ഓക്കെ, സോ ഇപ്പോൾ ഒരു ഫിലിം ആണെങ്കിൽ അതിൻ്റെ തീമിനെ കുറിച്ച് ഇവിടെ പല ബോക്സിലായിട്ട് മിസ് ഇട്ടേക്കുന്നത് കാണുന്നുണ്ടോ? ഓക്കെ, ഇപ്പോൾ ഒരു ഫിലിമിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിൽ ബേസിക്കലി അതിൻ്റെ തീമിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. സ്ക്രീൻ പ്ലേ, അതിൻ്റെ തിരക്കഥയെക്കുറിച്ച് പഠിക്കണം. അത് കഴിഞ്ഞിട്ട് സിനിമാറ്റോഗ്രഫി പറയണം, മ്യൂസിക് പറയണം, കാസ്റ്റ് ആൻഡ് ക്രെഡിറ്റ് പറയണം. അതായത് ഒരു സിനിമ മൊത്തത്തിൽ എന്താണോ എന്നുള്ളതിനെക്കുറിച്ച്. പിന്നെ ഇതിനെക്കുറിച്ച് മിസ്സിന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആ സിനിമ നല്ലതുപോലെ കണ്ടിട്ടുണ്ടോ, നിങ്ങൾക്കതിൻ്റെ സ്റ്റോറി മനസ്സിലായോ, ഇതറിയാനല്ല ടീച്ചേഴ്സ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് എഴുതുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ കഥ കറക്റ്റാണോ എന്ന് നോക്കിയിട്ടല്ല ടീച്ചേഴ്സ് മാർക്ക് ഇടുന്നത്. അത് മനസ്സിലായല്ലോ? നിങ്ങൾ എങ്ങനെയാണ് ഒരു റിവ്യൂ എഴുതുന്നത്, ഒരു റിവ്യൂ ഫോർമാറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും നിങ്ങളുടെ പേപ്പറിൽ മാർക്ക് വീഴുന്നതും. ട്രാവൽ എസ്സേ ഉണ്ടാകുമോ മിസ്സേ? എസ്സേ പലതരത്തിലുണ്ടല്ലോ, എസ്സേ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാകും കേട്ടോ. സോ ഫിലിം ആണെങ്കിലും പോയം ആണെങ്കിലും ബുക്കാണെങ്കിലും എന്താണ് അതിൻ്റെ സമ്മറി എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് ഐഡിയ ഉണ്ടായിരിക്കണം. കുറച്ച് സെൻറ്റൻസസ് അതിൻ്റെ സമ്മറി അല്ലെങ്കിൽ മെയിൻ തീം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ തിങ് ആയിരിക്കണം. ഇപ്പം സിനിമ പറയുമ്പോൾ സ്ക്രീൻ പ്ലേ എന്ന് പറയുന്നത് എന്താണ്? തിരക്കഥ, അതായത് സമ്മറി തന്നെയാണ്. അതെങ്ങനെ എഴുതിയിരിക്കുന്നു അല്ലെങ്കിൽ അതെങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഇപ്പോൾ ബുക്കാണെങ്കിലും സിനിമയാണെങ്കിലും സ്റ്റോറി എങ്ങനെയാണ് ഒരു വൺ ലൈനിൽ നിന്ന് എങ്ങനെയാണ് അതൊരു ക്ലൈമാക്സിലേക്ക് എത്തുന്നത്, ഡെവലപ്മെൻറ്റ് ഓഫ് ഐഡിയാസ് നടന്നേക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം പറയാം. ഫിലിമിൽ സിനിമാറ്റോഗ്രഫി പോലുള്ളതാണെങ്കിൽ, ഇപ്പോൾ പോയത്തിലോ സ്റ്റോറിയിലോ ആണെങ്കിൽ ഇപ്പോൾ ലിറ്റററി ഡിവൈസസ് പോയത്തിൽ എങ്ങനെ യൂസ് ചെയ്തേക്കുന്നു എന്ന് പറയാം. സ്റ്റോറിയിലാണെങ്കിൽ ഏതൊക്കെ ട്വിസ്റ്റിൽ കൂടിയാണ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയാം. സിനിമയിൽ നമുക്ക് പല എക്സ്ട്രാ പോയിന്റ്സ് ഉണ്ട്, മ്യൂസിക്, സിനിമാറ്റോഗ്രഫി, അതിനെക്കുറിച്ചൊന്നും ഭയങ്കര പ്രൊഫഷണലായിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ ഓവറോൾ ഐഡിയ അബൌട്ട് ദ ഫിലിം, നിങ്ങൾക്ക് പാട്ട് ഇഷ്ടമായോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമാറ്റോഗ്രഫി ഇഷ്ടമായോ, ഇതുപോലുള്ള സിനിമാറ്റോഗ്രഫി അല്ലെങ്കിൽ മ്യൂസിക് എലമെന്റ്സ് അതിനെ വേറൊരു സ്റ്റേജിലേക്ക് സിനിമയെ എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയൊക്കെയുള്ള ബേസിക് ആയിട്ടുള്ള തിങ്സ് ഉണ്ടല്ലോ. ഏതൊരു സിനിമ കണ്ടാലും നമ്മൾ പറയില്ലേ, സിനിമ പാട്ട് അടിപൊളിയായിരുന്നു, അതിൻ്റെ ലിറിക്സ് എൻ്റെ അമ്മ ഒരു രക്ഷയില്ല എന്ന് പറയും. ചിലപ്പോൾ പറയും എൻ്റെ അമ്മ ക്യാമറ വർക്ക് എന്നിട്ട് അതൊന്ന് കണ്ടിരിക്കേണ്ട സാധനം. ആ ഒരു പറയുന്ന എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് സിനിമയെക്കുറിച്ചുള്ള ഫിലിം റിവ്യൂ ആണെങ്കിൽ ഓർത്തിരിക്കുക. അതിനെ കുറച്ച് നല്ല രീതിയിൽ ലാംഗ്വേജ് പറയുക. അതേപോലെ ബുക്സോ അല്ലെങ്കിൽ പോയമോ അതൊക്കെ ആണെങ്കിൽ സമ്മറി എന്താണ്, തീം എന്താണ്, അതിൻ്റെ പോയറ്റിക് ഡിവൈസസ് എന്താണ്, ട്വിസ്റ്റ് എങ്ങനെയാണ്, ലാംഗ്വേജ് എങ്ങനെയാണ്, അബൌട്ട് ദി ഓഥർ എന്താണ്, ഇത് നിങ്ങളിലുണ്ടാക്കിയ ഇഫക്റ്റ് എന്താണ്, റിവ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് മനസ്സിലായ കാര്യം നിങ്ങളുടെ ഒപ്പീനിയനിൽ പറയുന്നതിനെയാണ് റിവ്യൂ എന്ന് പറയുന്നത് അല്ലേ. സോ അതേപോലെ ജെനുവിൻ ആയിട്ടുള്ള രീതിയിൽ പറയാം. ഇതിനെയാണ് റിവ്യൂ എന്ന് പറയുന്നത്. ആൻഡ് അത് വരാൻ മാക്സിമം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ്. സോ
ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരാൻ അടുത്ത പോസിബിൾ ക്വസ്റ്റ്യൻ ആണ്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരുമ്പോൾ ഓർക്കേണ്ടത് നമുക്കിവിടെ ഹെഡിങ് എന്ന് എഴുതാം. ഓക്കെ, ഏതൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടിനും ആദ്യം വേണ്ടത് എന്താണ്? ഹെഡിങ് വേണം. ഹെഡിങ് ഷുഡ് ബി ക്യാച്ചി, ഷോർട്ട് ആൻഡ് ക്രിസ്പ് അല്ലേ? കാരണം ഒരു ഹെഡിങ്, ഒരു പത്രം എടുക്കുമ്പം നമ്മൾ അതിൻ്റെ ഹെഡിങ് നോക്കിയിട്ടാണ് അല്ലേ? പെട്ടെന്നൊരു ഹെഡിങ് ക്യാച്ചി ആയിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ കണ്ണ് അതിലേക്ക് പോകും, അത് വായിക്കാൻ നമുക്ക് തോന്നും. സോ ഹെഡിങ് വളരെ ക്യാച്ചി ആയിരിക്കണം. ആ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ന്യൂസിനെ കുറിച്ച് ചെറിയ ഐഡിയാസ് ആ ഹെഡിങ്ങിൽ ഉണ്ടാവണം. എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെന്നുള്ളതിനെക്കുറിച്ച് ഹെഡിങ്ങിൽ ഐഡിയ ഉണ്ടായിരിക്കണം. ദെൻ ഈ ഒരു സ്ഥലത്തായിട്ട് നമുക്ക് സ്റ്റാഫ് റിപ്പോർട്ട്, ആരാണ് എന്താണ് എഴുതുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ ഇത് കൊടുക്കുക. സ്റ്റാഫ് റിപ്പോർട്ടർ എന്നുള്ള പേര് സാധാരണയായിട്ട് മതി. ഇവിടെ നമുക്ക് ഡേറ്റ്, പ്ലേസ്, ഓക്കെ, സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ എന്ന ദിവസമാണ് നടക്കുന്നത് അത് എഴുതിയൊരു സെമിക്കോളൻ ഇട്ട യു നീഡ് ടു ടെൽ യു നീഡ് ടു ഇൻട്രൊഡ്യൂസ് ദിസ് ടോപ്പിക് ആണ് പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് വരുമ്പോഴത്തേക്ക് ഫാക്ട്സ് ഓർ ഫൈൻഡിങ്സ് പറയണം. ലാസ്റ്റ് സമ്മറി ഓഫ് ദ തിങ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട മിസ് പല ക്ലാസ്സിലായിട്ട് പിന്നെയും പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫ് ഓഫ് എ ന്യൂസ് റിപ്പോർട്ടർ എന്ന് പറയുന്നതിന് ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇറ്റ് ഷുഡ് കണ്ടെയ്ൻ ആൻസേഴ്സ് ടു 5 W's and 1 H. ഇത് ഞാൻ എത്രാമത്തെ വട്ടം റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് മിസ്സിന് തന്നെ അറിയില്ല. അതായത് വാട്ട്, വെയർ, വൈ, വെൻ, ഹൂം ആൻഡ് ഹൗ. ഈ 5 കാര്യങ്ങൾ, ആർക്ക്, എന്തിന്, എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നുള്ള രീതിയിൽ ആൻസർ കൊടുക്കാൻ നിങ്ങളുടെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫിന് സാധിച്ച അത് ഏറ്റവും സക്സസ്ഫുൾ ആയി എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ പറഞ്ഞിട്ടുള്ള 1-2 ലൈൻസിലായിട്ട് നമ്മൾ സമ്മപ്പ് ചെയ്തിട്ടുള്ള ഈ ഒരു സാധനം കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് സെയിം കാര്യങ്ങൾ പറയുന്നതിനെ നമ്മൾ എന്താ ബോഡി ഓഫ് ദി ന്യൂസ് പേപ്പർ എന്ന് പറയും. അതായത് ഫാക്ട്സ് അല്ലെങ്കിൽ ഫൈൻഡിങ്സ്. ഇന്നതൊക്കെയാണ് ഇവിടെ സംഭവിച്ചതെന്നുള്ള രീതിയിൽ അതിനെ കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതിനെ പിന്നെയും ഇങ്ങനെ ആക്കുന്നതിനെ കൺക്ലൂഷൻ എന്ന് പറയും. ഈ ഒരു കൺക്ലൂഷനിൽ ഇപ്പം വല്ല മീറ്റിങ്ങോ പോലുള്ളതാണെങ്കിൽ ഈ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റർ സെറ്റ് ദീസ് വേർഡ്സ് എന്ന് പറഞ്ഞിട്ട് അവർ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ഇൻവേർട്ടഡ് കോമയിൽ കോട്ട് ചെയ്ത് എഴുതുന്നതിനെയാണ് ലാസ്റ്റ് അവസാനമായിട്ട് പറയുക, കൺക്ലൂഷനായിട്ട് പറയുക. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു ബോക്സ് വേണം, ക്യാച്ചി ആയിട്ടുള്ള ഹെഡിങ് ആയിരിക്കണം, സ്റ്റാഫ് റിപ്പോർട്ടർ ആരാണ് എഴുതുന്നതെന്നുള്ളത്, പ്ലേസ്, ഡേറ്റ്, എവിടെ വെച്ച് സ്ഥലവും സമയവും പറയുക, ഡേറ്റും പറയുക. അത് കഴിഞ്ഞ് 3 ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് 5 W's 1 H. അതിനെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതിന് സെക്കൻഡ് പാരഗ്രാഫും. ഇത്രയൊക്കെയാണ് സംഭവിച്ചത്. അതിൽ ആരെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിനെ കോട്ട് ചെയ്ത് എഴുതുന്നത് ലാസ്റ്റ് പാരഗ്രാഫായിട്ടാക്കിയ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് സെറ്റാണ്. സോ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഇന്നത്തെ ലെസണിൽ പഠിച്ചത്? യൂണിറ്റ് 1, 2, 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ? 3 L's ഓഫ് എംപവർമെന്റ് തൊട്ട് സ്റ്റാമർ വരെയുള്ള പോയംസ് വളരെയധികം ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ ആയിട്ടുള്ള വീഡിയോസ് ഇനിയും കിടക്കുന്നുണ്ട് നമ്മുടെ ഇതിൽ, എല്ലാവരും കാണണം. സോ അടുത്ത മാരത്തോൺ ക്ലാസ്സിൽ വരുമ്പോൾ എന്താണ്, നമ്മൾ യൂണിറ്റ് 4ലേക്ക് കടക്കും. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരിക്കും വരിക. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. എക്സാമിൻ്റെ തലേദിവസം ഇവിടെ ഉണ്ടായിരിക്കണം. എക്സാമിൻ്റെ അന്ന് ബൂസ്റ്ററായിട്ട് മിസ് വരുന്നുണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇത് എസ്സേ പോലുള്ള ടോപ്പിക്സ് ആണെങ്കിൽ, ബ്ലർബ് റൈറ്റിംഗ് ആണെങ്കിൽ, ഇതുപോലുള്ള റിയൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലേ, അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇപ്പം നിങ്ങളെ ഫോമാറ്റ് മാത്രം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഉള്ളത് അറിയാൻ അടുത്ത ക്ലാസ്സിൽ ഉറപ്പായിട്ടും വരിക. നമുക്ക് പൊളിച്ചെടുക്കണം. എക്സാമിങ് അടുത്തു, നമുക്ക് സമയമില്ല. അപ്പോൾ ഇനിയുള്ള രീതി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് 4 ഡിസ്കസ് ചെയ്യുക. ഒപ്പം ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആൻഡ് പോസിബിൾ ക്വസ്റ്റ്യൻസ് അത് അതേപോലെ ഡിസ്കസ് ചെയ്ത് ആൻസേഴ്സും ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ ആരും മറക്കരുത്, ക്ലാസ് എത്തിക്കോണം. ഇത്രയും ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് മിസ്സിനെ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുകയും വേണം കേട്ടോ. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കാണാം. അതുവരെ ബൈ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ഓക്കെ, ബൈ.